ഇനി നമുക്ക് എങ്ങനെയാണ് കെമിസ്ട്രിയിൽ സൊല്യൂഷനിൽ നമുക്ക് ഫുൾ മാർക്ക് അല്ലെങ്കിൽ നല്ല മാർക്ക് വാങ്ങിക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കേടാ, സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കാര്യം പറയാം, ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാം. അതാണ് ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ തരുന്ന ലൈക്കാണ് എനിക്ക് വീഡിയോ ഇടാനുള്ള പ്രചോദനമാവുന്നത്. മാക്സിമം ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാം. നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കമന്റ്സ് ആയിട്ട് രേഖപ്പെടുത്തുക. അതേപോലെ തന്നെ നിങ്ങൾ ഫ്രണ്ട്സിലോട്ടൊക്കെ ഷെയർ ചെയ്യുകയാണെങ്കിൽ നല്ലത്. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ, നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ എന്ത് ചെയ്യാം, ഇൻസ്റ്റന്റ് ആയിട്ട് ക്ലാസ്സുകൾ കാണാൻ പറ്റും. ഓക്കേടാ, ബേസിക്കലി സൊല്യൂഷനിലോട്ട് കിടക്കുന്നതിന് മുന്നേ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ അടിപൊളി ഇത് പഠിച്ചെടുക്കും. ഓക്കെ, ശ്രദ്ധിച്ചോ. ഫസ്റ്റ് നിങ്ങൾ നോക്കാം, കുറച്ച് ടേംസുകൾ ഉണ്ട്. ഇതൊന്നും കാണാപാഠം പഠിക്കണ്ട, ഞാൻ പറഞ്ഞേ. നമുക്ക് എക്സാമിന് പോകുമ്പോൾ ആവശ്യമുള്ളത് മാത്രമേ പഠിക്കേണ്ടുള്ളൂ. നിങ്ങൾ ചുമ്മാ കംപ്ലീറ്റ് PDF നോട്ട് കംപ്ലീറ്റ് വാരി വലിച്ച് പഠിക്കരുത്. അതാണ് അബദ്ധം. എന്താണോ ആവശ്യം അത് മാത്രം പഠിച്ചു പോയാൽ മതി. ബാക്കിയുള്ളതൊക്കെ മനസ്സിലാക്കി വെച്ചാൽ മതി. പറഞ്ഞു മനസ്സിലായ എല്ലാണ്ട് വാട്ട് ഈസ് എന്താ പറയുക, കോൺസെൻട്രേഷൻ, വാട്ട് ഈസ് സോൾവെന്റ്, വാട്ട് ഈസ് സൊല്യൂട്ട്, അങ്ങനെ നിങ്ങൾ പഠിക്കാനേ പാടില്ല. ജസ്റ്റ് മനസ്സിലാക്കിയാൽ മാത്രം മതി. ഇതിന്റെ ഡെഫിനിഷൻ എക്സാമിന് ചോദിക്കുന്ന കാര്യങ്ങളല്ല, ജസ്റ്റ് മനസ്സിലാക്കാം. ഓക്കേടാ, സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് കോൺസെൻട്രേഷൻ. നോർമലി കോൺസെൻട്രേഷൻ എല്ലാവർക്കും അറിയുന്നതാണ്. നോർമൽ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഗ്ലാസ് വെള്ളത്തിൽ നമ്മൾ ലേശം ഉപ്പിട്ടു, നമ്മൾ അല്ലെങ്കിൽ സിംപ്ലി നമുക്ക് മധുരം ഇടാം, ഷുഗർ ഇടാം, എല്ലാവർക്കും ഇഷ്ടം അത് ഷുഗർ അല്ലേ. ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഇതൊക്കെ ജസ്റ്റ് മനസ്സിലാക്കിയാൽ മാത്രം മതി കേട്ടോ. ഒരു ഗ്ലാസ് വെള്ളം കുറച്ച് എന്ത് ചെയ്യണം, പഞ്ചസാര ഇടാം, നമ്മൾ കുടിച്ചു നോക്കുക. അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്ക് മധുരം ഉണ്ടായിരിക്കും. നല്ല ഹൈ ആയിട്ട് പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ എന്തുണ്ടായിരിക്കും, ഒരു ടേബിൾ ടീസ്പൂണിന് പകരം ഒരു 10 ടേബിൾ ടീസ്പൂൺ ഇട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമുക്ക് മധുരം എന്ത് ചെയ്യും, വളരെ കൂടിയതായിട്ട് ഫീൽ ചെയ്യും. ആ വളരെ കൂടിയതായിട്ട് ഫീൽ ചെയ്യുന്നതിന് വിളിക്കുന്ന പേരാണ് എന്ത്, കോൺസെൻട്രേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ്. അതായത് ഗാഠത എന്നൊക്കെ പറയും. കോൺസെൻട്രേഷൻ ഭയങ്കര ഗാഠതയാണ്, ഭയങ്കര കോൺസെൻട്രേഷൻ ആണെന്ന് പറയില്ലേ, ഭയങ്കര കട്ടിപ്പാണ് അല്ലെങ്കിൽ ഭയങ്കര മധുരാണെന്ന് പറയില്ലേ, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഇതിന്റെ ഡെഫിനിഷൻ നമ്മൾ ബൈ ഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. കോൺസെൻട്രേഷൻ എന്താണെന്ന് മനസ്സിൽ ഉണ്ടായാൽ മതി. അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല, വിട്ടുകളാം. ഓക്കെ, നെക്സ്റ്റ് ഡെഫിനിഷൻ ഒക്കെ ഞാൻ പറഞ്ഞുതരാം. നെക്സ്റ്റ് നിങ്ങൾ നോക്കുക, സോൾവെന്റ് എന്ന് പറയുന്ന അടുത്ത ആൾ വരുന്നുണ്ട്. അവിടെയാണ് ഇമ്പോർട്ടന്റ്. ഇവരെ നമ്മൾ ആദ്യം തിരിച്ചറിയണം. ബേസിക്കലി അതൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും ഒട്ടുമിക്ക കുട്ടികൾക്കും. സോൾവെന്റ്, സൊല്യൂട്ട്. നിങ്ങൾ സോൾവെന്റ് സൊല്യൂട്ടും രണ്ടും മാറിപ്പോകരുത്. കാരണം നിങ്ങൾ സൊല്യൂട്ട് പഠിച്ചു വെച്ചാൽ മതി എന്ന് എന്റെ അഭിപ്രായം. സൊല്യൂട്ട് സാൾട്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ സൊല്യൂട്ട് സാൾട്ട് കുറവുള്ളത് മനസ്സിലായി. നമ്മളിപ്പോ ഒരു ഉപ്പുവെള്ളം കലക്കുകയാണെങ്കിൽ ഉപ്പാവുമല്ലോ കുറവ്, അല്ലെ, വെള്ളം ആയിരിക്കുമല്ലോ കൂടുതൽ ഉണ്ടാവുക, അല്ലെ, നേരെ റിവേഴ്സ് നമ്മൾ ചെയ്യില്ലല്ലോ. അപ്പൊ സൊല്യൂട്ട് എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറവുള്ള ഉൽപ്പന്നം, ഏറ്റവും കുറവുള്ള കാര്യത്തെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, നമുക്കൊരു സൊല്യൂഷൻ ഉണ്ടാക്കുമ്പോൾ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ രണ്ടാളുകൾ കമ്പൈൻ ചെയ്യലാണ്. ഇപ്പൊ ഒരു വെള്ളത്തിലേക്ക് നമ്മൾ ഉപ്പിട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, വാട്ടർ സൊല്യൂഷൻ ആയി, ഉപ്പ് വെള്ളത്തിന്റെ സൊല്യൂഷനായി. അപ്പൊ നോർമലി അതിൽ ഉപ്പ് എന്ന് പറയുന്ന, സോൾട്ട് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അതിനെ നമ്മൾ വിളിക്കുന്നതാ സൊല്യൂട്ടാണ്. ഏറ്റവും കൂടുതൽ വെള്ളമാണ്. അപ്പൊ നോർമലി നമ്മൾ അതിനെ വിളിക്കുന്നത് സോൾവെന്റ്. അപ്പൊ സിംപ്ലി അതിന്റെ ആവശ്യമുള്ള സോൾവെന്റ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക കൂടുതലുള്ളത്, സൊല്യൂട്ട് എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറവുള്ളത്. അവിടെ അവസാനിപ്പിച്ചോളാം. നെക്സ്റ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ സൊല്യൂഷൻ ഓട്ടോമാറ്റിക്കലി എന്താണ്, നമുക്കറിയാം, രണ്ട് പദാർത്ഥങ്ങൾ നോർമലി ഇംഗ്ലീഷ് ഉപയോഗിക്കുന്ന രണ്ട് കമ്പോണന്റ് എന്നൊക്കെ പറയാം. രണ്ട് കമ്പോണന്റ് അല്ലെ, രണ്ട് കമ്പോണന്റുകൾ മിക്സ് ചെയ്യാം, വാട്ടറും ഉപ്പും കൂടെ മിക്സ് ചെയ്ത് കലക്കുക. ഓക്കെ, അപ്പൊ അതിനെ നമുക്ക് വിളിക്കുന്നത് എന്താടാ, സൊല്യൂഷൻ എന്ന് വിളിക്കാം, അല്ലെ. ദ കമ്പോണന്റ് ഓഫ്, അപ്പൊ സൊല്യൂഷൻ ഡെഫിനിഷൻ എന്താ, ഹോമോജീനിയസ് മിക്സ്ചർ ഓഫ് 2 or more കമ്പോണന്റ്സ്, അല്ലെ. രണ്ട് കമ്പോണന്റ്സ് ഇല്ല, അതിലധികം കമ്പോണന്റ്സ് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യടാ, മിക്സ് ചെയ്യാം. അപ്പൊ ഇതിന്റെ ഡെഫിനിഷൻ നിങ്ങൾ എന്ത് ചെയ്യണ്ടടാ, കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ലടാ. മനസ്സിലായി, ചുമ്മാ അതിങ്ങനെ എഴുതി പഠിക്കണ്ട. കാരണം അത് എക്സാമിന്റെ ക്വസ്റ്റ്യനേ അല്ല, പ്ലസ് ടുവിന്റെ ക്വസ്റ്റ്യനേ അല്ല. മനസ്സിലായില്ലേ? അപ്പൊ ജസ്റ്റ് ലീവ് ചെയ്യുക, മനസ്സിലാക്കാം. ഓക്കേടാ, അതുകൊണ്ട് ഞാൻ ഡെഫിനിഷൻ ഇവിടെ മേക്ക് ചെയ്യായിരുന്നത് കേട്ടാ, അതിന്റെ ആവശ്യമില്ല എന്നുള്ളത് കൊണ്ടാണ്. എടാ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഓരോ കാര്യം നമ്മൾ എക്സാമിന്റെ ക്വസ്റ്റ്യനിലോട്ടാ പോകുന്നത്. ബേസിക്കലി എടാ, ഇനി നമ്മൾ പഠിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് മോൾ ഫ്രാക്ഷൻ. അതൊക്കെ പറയാം. നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് ആദ്യം പറയാം. എടാ, നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ഹെൻറീസ് ലോ ആണ്. എക്സാമിന് പ്ലസ് ടുവിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയാം. 50-50 ചാൻസ് എന്ന് വേണമെങ്കിൽ പറയാം. ഒന്നുകിൽ ഹെൻറീസ് ലോ ചോദിക്കും, അല്ലെങ്കിൽ റോൾസ് ലോ ചോദിക്കും. ഇത് ഷുവർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ 50-50 ചാൻസ് ആണ്. ഏത് ചോദിക്കാൻ നമുക്ക് പറയാൻ പാടില്ല. ചിലപ്പോൾ ഹെൻറി ചോദിക്കാറുണ്ട്, ചിലപ്പോൾ റോൾസ് ചോദിക്കാറുണ്ട്. അപ്പൊ നമ്മൾ രണ്ട് പഠിച്ചാൽ മതി. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഹെൻറീസ് ലോ എന്താണെന്ന് നോക്കാം. പക്ഷെ നിങ്ങൾ ഹെൻറീസ് ലോ നിങ്ങൾ ഒറ്റ അടിക്ക് പറഞ്ഞു തരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ദഹിക്കാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് ചെറിയൊരു ഫ്ലാഷ് ബാക്ക്, ഇതാണല്ലോ, ഇതേ പഠിക്കണ്ടുള്ളൂ. പക്ഷെ ഇതിന്റെ മുന്നേ നിങ്ങൾ എന്ത് ചെയ്യണ്ട, ചെറിയൊരു കോൺസെപ്റ്റ് ഇവിടെ നിങ്ങൾ ബിൽഡ് ചെയ്യണം മക്കളെ. കെമിസ്ട്രി അങ്ങനെയാണല്ലോ, ചെറിയൊരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയണമല്ലോ. ഓക്കെ, എടാ, നമ്മൾ നോർമലി നോക്കാം. നിങ്ങൾ ഈ സോഡ ഉണ്ടാക്കുന്ന പ്രോസസ്സ് കണ്ടിട്ടുണ്ട്.
സോഡ എങ്ങനെ നമ്മൾ മേക്ക് ചെയ്യുക നോർമലി അല്ലെ? സോഡ മേക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി വെള്ളത്തിലോട്ട് കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് ചെയ്യുക, തട്ടിക്കൊടുക്കുകയാണ് അല്ലെ? പക്ഷെ നോർമൽ ലെവലിലല്ല കാർബൺ ഡൈ ഓക്സൈഡ് കൊടുക്കുന്നത്, ഹൈ പ്രഷറിൽ വേണം കാർബൺ ഡൈ ഓക്സൈഡ് കൊടുക്കാൻ അല്ലെ? നമ്മൾ വെള്ളത്തിലോട്ട് കുറച്ച് കാർബൺ ഡൈ ഓക്സൈഡ് അടിച്ച് കയറ്റി കഴിഞ്ഞാൽ സോഡ ആവൂല. കാരണം അതിൽ നമുക്ക് ഒരു തരിപ്പ് ഫീൽ വരണമെങ്കിൽ വെള്ളത്തിൽ നമ്മൾ കുടിക്കുമ്പോൾ ഒരു തരിപ്പ് ഫീൽ കിട്ടുന്നില്ലേ? ആ ഫീൽ കിട്ടാൻ വേണ്ടി അവർ ചെയ്യുന്നത് എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞ ഒരു ഗ്യാസ് ആണ്. ആ ഗ്യാസിനെ എന്ത് ചെയ്യുക, ഹൈ എന്താ പറയാ പിസ്റ്റൺ വെച്ചിട്ട് അല്ലെ ഇത് മേക്ക് ചെയ്യുന്ന, ഞാൻ ഉൾപ്പെടുത്തിയില്ല ഫോട്ടോ, ജസ്റ്റ് പിസ്റ്റൺ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ഹൈ പ്രഷറിൽ പിസ്റ്റൺ വെച്ച് അടിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും അല്ലെ? അപ്പൊ നിങ്ങൾ നോക്ക്, ഇതല്ലേ നമ്മളെ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്ന ഗ്യാസ് നമ്മൾ അതിലോട്ട് കടത്തി വിട്ടു. ആ യെല്ലോ കളർ കാണുന്നതാണ് കാർബൺ ഡൈ ഓക്സൈഡ്. ആ കാർബൺ ഡൈ ഓക്സൈഡിനെ എന്ത് ചെയ്യുക, ഹൈ പിസ്റ്റൺ ആയിട്ട്, അത് എയർ ഗ്യാപ്പ് ഇല്ലാണ്ട് അമർത്തുമ്പോൾ സൈഡ് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ഗ്യാസ് കയറി പോകും. ഹൈ ഗ്യാപ്പ് ഇല്ലാണ്ട് കംപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, ഈ കാർബൺ ഡൈ ഓക്സൈഡ് എന്തിലോട്ട് അലിഞ്ഞു ചേരും പറയണ മക്കളെ? എന്തിലോട്ട്? വെള്ളത്തിലോട്ട് ഡിസോൾവ് ആവും, അലിഞ്ഞു ചേരും. ഇതിൽ നമ്മൾ മനസ്സിലാക്കണം എന്താ? പ്രഷർ കൂടും. എൻട്രസിനോട് ഡെഫിനിഷനാ പറയുന്നിട്ടാ. പ്രഷർ കൂടുമ്പോൾ, നല്ല ഹൈ പ്രഷർ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ് വെള്ളത്തിൽ എന്ത് ചെയ്യും, നന്നായിട്ട് ഡിസോൾവ് ചെയ്യും. അപ്പൊ പ്രഷർ കൂടുമ്പോ എന്ത് കൂടുടാ? സൊല്യൂബിലിറ്റി കൂടും. ഇംഗ്ലീഷ് വേർഡാണ്. പ്രഷർ കൂടുമ്പോ ലയിക്കുക എന്ന് പറയും, സൊല്യൂബിലിറ്റി എന്ത് ചെയ്യോടാ? കൂടും. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി അതാണ് നമ്മളൊരു സോഡ മേക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി കോൺസെൻട്രേഷന്റെ കോൺസെപ്റ്റ് ഇത് അതിലൊക്കെ കാണിക്കുന്നുണ്ട്. ഞാൻ ഇതിന്റെ ആവശ്യമുണ്ടോ നിങ്ങൾക്ക് മനസ്സിലായി കാണും അല്ലെ? എന്താ പറയാ, ഒരേപോലത്തെ 2 ബീക്കർ എടുത്തിട്ട് അല്ലെ, രണ്ടിലും 1 ലിറ്റർ വെള്ളം എടുക്കുക. ഒന്നിൽ 5 മോള് ഷുഗർ. നമ്മൾ 5 മോൾ എന്ന് പറഞ്ഞാൽ 5 ടീസ്പൂൺ എന്ന് പറയുന്ന പോലെ നമ്മൾ ഇവിടെ കെമിസ്ട്രിയുടെ ഭാഷ മോളാണ് കേട്ടോ. അപ്പൊ 5 മോള് ഷുഗർ ഇട്ട് ഇവിടെ 10 മോള് ഷുഗർ ഇട്ട് സ്വാഭാവികമായിട്ടും എന്താണ്? ഇതിൽ ലെസ് ഷുഗർ ആണ്, ഇതിൽ മോർ ഷുഗർ ആണ്. സ്വാഭാവികമായിട്ടും കോൺസെൻട്രേഷൻ കൂടുതൽ ഏതിനായിരിക്കും അല്ലെ? നമുക്ക് എല്ലാവർക്കും പറയാം കോൺസെൻട്രേഷൻ എന്താ കൂടുതൽ എന്തിനാണോ ഇട്ടത് അതിലായിരിക്കും കൂടുതൽ എന്ന് പറയാം അല്ലെ? അപ്പൊ അതൊക്കെ ജസ്റ്റ് ജനറൽ നോളജ് ആണ് മക്കളെ, ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. ഒന്നും നമുക്ക് ഇവിടെ ആവശ്യമില്ല, എക്സാമിന് ഇപ്പൊ ഒന്നും വേണ്ട. ഓക്കെ, പ്രഷർ നമ്മൾ കൊടുക്കുന്നത് കാര്യങ്ങൾ ഫോട്ടോ ഒക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്, ഒന്നും വേണ്ട. ഓക്കെ, വാട്ട് ഈസ് മോൾ ഫ്രാക്ഷൻ? യെസ്, ഇനി നമുക്ക് അറിയേണ്ടത് എന്താണ് മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അത് ഇമ്പോർട്ടന്റ് ആണ്. വാട്ട് ഈസ് മോൾ ഫ്രാക്ഷൻ? എടാ, മോൾ ഫ്രാക്ഷനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ കൈ എന്നൊക്കെ പറയും, അല്ലെങ്കിൽ എക്സ് എന്ന് പഠിച്ചാലും മതി. ഈ കൈയും എക്സും അങ്ങോട്ട് കൊണ്ട് കൺഫ്യൂഷൻ ആണ് മക്കളെ. എടാ, നിങ്ങൾ എക്സ് എന്ന് പഠിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ പഠിക്കാം. ബോത്ത് ആർ സെയിം. മനസ്സിലായ? രണ്ടും എക്സും കൈയൊന്നും കുഴപ്പമില്ല, നിങ്ങൾ എന്തെങ്കിലും പഠിച്ചു വെച്ചാൽ മതി, കൈ എന്ന് പഠിച്ചോ. ഓക്കെ, അപ്പോ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഒരു എക്സ്പെരിമെന്റ് നോക്കിട്ടാ. മോൾ ഫ്രാക്ഷൻ എന്താണെന്ന് അറിഞ്ഞാൽ പരിപാടി സിമ്പിൾ, കാണാപാഠം വേണ്ട, സിമ്പിൾ. ഒരു പാത്രം എടുത്തു, ഒരു പാത്രത്തിൽ ഞാൻ എന്ത് ചെയ്തടാ, ഒരു 6 മോള് വെള്ളം വീത്തി. 6 മോള് വെള്ളമുണ്ട്. അതിലോട്ട് ഞാൻ എന്ത് ചെയ്യണ്ട, 2 ടേബിൾ, ഇതൊന്നും എക്സാമിന് കാണാപാഠം പഠിക്കേണ്ട സാധനം, ചുമ്മാ എക്സ്പെരിമെന്റ് സെറ്റപ്പാ പറയുന്നത്. 2 മോള് സാൾട്ട് വീത്തി. അതുപോലെ തന്നെ ഞാൻ എന്ത് ചെയ്യടാ, ഒരു 3 മോള് ഷുഗർ ഇട്ടു. ഇനി ഞാൻ എന്താ കാണുന്നത്, സാൾട്ടിന്റെ ഗാഢത എത്ര, അല്ലെങ്കിൽ എത്രയാണ് ആ സാൾട്ട്, മോൾ ഫ്രാക്ഷൻ ഓഫ് സാൾട്ട്. സാൾട്ടിന്റെ മോൾ ഫ്രാക്ഷൻ ഞാൻ കണ്ടുപിടിക്കാൻ എന്താ ചെയ്യാ, നിങ്ങൾ ആലോചിച്ചോക്കെ. ഇതിലുള്ള മൊത്തം എത്ര മോൾ ഉണ്ട് അല്ലെ? നമ്മൾ മാത്സിൽ പ്രോബബിലിറ്റിയിലൊക്കെ പറയില്ലേ, പ്രോബബിലിറ്റിയിൽ എപ്പോഴും താഴല്ലേ ടോട്ടല് വെക്കുക, അത്രേ ഉള്ളൂ. സാധാരണ നമ്മളല്ലേ എന്തെങ്കിലുമൊക്കെ എന്താ പറയാ, ഡിപ്പെൻസ്, പ്രോബിലിറ്റി തന്നെ പറയാം അല്ലെ. എല്ലാത്തിനെയും നമ്മൾ ടോട്ടലി താഴെയാണ് വെക്കുക അല്ലെ. അതേപോലെ എന്ത് ചെയ്യാം, ഇതിൽ 2 മോള് സാൾട്ട് ഉണ്ട്, 3 മോള് ഷുഗർ ഉണ്ട്, 6 മോള് ഇതുണ്ട്. കംപ്ലീറ്റും പാടെ കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടൂടാ, 11 കിട്ടും അല്ലെ. ഡിനോമിനേറ്റർ 11 കിട്ടും. ന്യൂമറേറ്റർ നമ്മൾ എന്തിന്റെയാണോ കാണാൻ ഉദ്ദേശിക്കുന്നത്, ഫോർ എക്സാമ്പിൾ സാൾട്ടിന്റെ കാണുകയാണെങ്കിൽ നമുക്ക് സാൾട്ട് എത്ര കിട്ടടാ, 2 ആണ്, ദാറ്റ് ഈസ് 2/11. സപ്പോസ് ഷുഗറിന്റെ ആണ് നമ്മൾ മോൾ ഫ്രാക്ഷൻ കാണുന്നെങ്കിൽ 3/11. സപ്പോസ് വാട്ടറിന്റെ ആണെങ്കിൽ എന്ത് വരടാ, 6/11. ഇത് ബേസ് ആണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ മോൾ ഫ്രാക്ഷൻ. അതിലുള്ള കണ്ടന്റ്, സാൾട്ടിന്റെ കണ്ടന്റ് എത്രയാണ്, അതേപോലെ തന്നെ വാട്ടറിന്റെ കണ്ടന്റ് എത്രയാണ്, നമ്മൾ അതിലിട്ട ഷുഗറിന്റെ കണ്ടന്റ് എത്രയാണ്. ഇതിനാണ് ജനറലി മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഇതിനാണ് നമ്മൾ കൈ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ നോർമലി ചിന്തിക്കേണ്ടത്, നമ്മളിപ്പോ സോഡയിൽ നമ്മൾ പിസ്റ്റൺ ഇട്ട് അടിച്ചിരുന്നില്ലേ, അപ്പൊ സ്വാഭാവികമായിട്ടും പ്രഷർ കൂടുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്, അതിന്റെ സൊല്യൂബിലിറ്റി കൂടുക എന്നുള്ളതാണ്. ആക്ച്വലി സൊല്യൂബിലിറ്റി എന്ന് പറയുന്നത് മോൾ ഫ്രാക്ഷൻ ആണ്. തിരിയുന്നത് ശ്രദ്ധിച്ചോട്ടാ, സൊല്യൂബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്, മോൾ ഫ്രാക്ഷൻ ആണ്. അപ്പോ പ്രഷർ കൂടുമ്പോ അല്ലെ, പിസ്റ്റൺ പ്രഷർ കൂടുമ്പോ സ്വാഭാവികമായിട്ട് എന്ത് കൂടും, സൊല്യൂബിലിറ്റി അല്ലെങ്കിൽ മോൾ ഫ്രാക്ഷൻ കൂടും. ഓക്കെ, അതാണ് നമ്മുടെ ഡെഫിനിഷൻ. ഇതാണ് നിങ്ങൾ എക്സാമിന് പഠിക്കേണ്ടതാ, ഇതാണ് നിങ്ങൾ എക്സാമിന് പഠിക്കേണ്ടത്. ദാറ്റ് ഈസ് ഹെൻറീസ് ലോ.
ഇതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹെൻറീസ് ലോ. മക്കളെ നോക്കണം മക്കളെ, ഇത് എങ്ങനെ കാണാതെ പഠിക്കാം. ഇതാണ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ. എല്ലാ എക്സാമിനും കാണുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡിഫൈൻ ഹെൻറീസ് ലോ. വാട്ട് ഈസ് ഹെൻറീസ് ലോ? ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? എക്സാമിന് ഷുവർ ആയിട്ട് പ്രതീക്ഷിച്ചോ. അപ്പൊ ഡെഫിനിഷൻ നിങ്ങൾ നോക്കി നോക്കെ. എങ്ങനത്തെ ഡെഫിനിഷൻ? നമ്മൾ സാധാരണ ഇംഗ്ലീഷാണ് നമുക്ക് അറിയുന്നത്, അത് മാത്രം ഉപയോഗിച്ചാൽ മതി. പഠിക്കുന്ന അവസരത്തിൽ സാധാ വേർഡ്സ് ഉപയോഗിക്കുക, അത് ഇമ്പോർട്ടന്റ്. അപ്പൊ നിങ്ങൾ ഇതിൽ കാണാം, ഞാൻ ഇതിൽ ഒരൊറ്റ ഡിഫിക്കൽട്ട് വേർഡ് ഉപയോഗിച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്കി നോക്കെ. ഇറ്റ് ഈസ് സ്റ്റേറ്റ് ദാറ്റ്. ഇത് വേണമെങ്കിൽ പഠിച്ചാൽ മതി. ഇറ്റ് ഈസ് സ്റ്റേറ്റ് ദാറ്റ് എന്ന് എക്സാമിന് നോർമൽ എഴുതണ്ട. നിങ്ങൾ പഠിക്കുമ്പോൾ എത്രയേ എത്തുള്ളൂ? സോളിബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ ലിക്വിഡ്. അതായത് നമ്മളിപ്പോ എന്താ ചെയ്യുന്നത്? നിങ്ങൾ ഇങ്ങനെ എക്സാമ്പിൾ നോക്കുക. ഇത് വെള്ളം അല്ലെ, ഗ്യാസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇതിലോട്ട് തട്ടുന്നത് അല്ലെ, ഗ്യാസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വെള്ളത്തിലോട്ട് ലയിപ്പിക്കുന്നത്. സോളിബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ ലിക്വിഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി എന്താടാ? പ്രൊപ്പോർഷണൽ ടു ദി പ്രഷർ ഓൺ ദ ലിക്വിഡ് സർഫേസ്. പ്രഷർ ഓൺ ദ ലിക്വിഡ് സർഫേസ്. അതായത് നിങ്ങൾ ആലോചിക്കുക, ഇപ്പൊ ഇത് ലിക്വിഡ് ആണ്, ഇത് ലിക്വിഡ് ആണ്. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? ഇവിടെ ഗ്യാസിനെ നന്നായിട്ട് പ്രഷർ ചെയ്യാം. എന്തിന്റെ മേളില്? ലിക്വിഡിന്റെ മണ്ടമ്മല്. അപ്പൊ നിങ്ങൾ എക്സാമ്പിളിൽ എന്ത് മാത്രം ഓർത്താൽ മതി? ഒരു സോഡ മേക്കിംഗ് ഓർത്താൽ മതി എന്നാണ് ഞാൻ പറയുന്നത്. എന്താ ചെയ്യുന്നത്? ഗ്യാസ് എന്ത് ചെയ്യുക? ലിക്വിഡിൽ എന്ത് ചെയ്യുക? ലയിക്കുന്നത് എന്താണ്? എന്തായിക്കോട്ടെ, പ്രൊപ്പോർഷൻ എന്താ? അതിന്റെ പ്രഷറിനനുസരിച്ചിരിക്കും അല്ലെ. It is stated that solubility of gas in liquid is directly proportional to the pressure on the liquid surface. നിങ്ങൾ എത്ര പ്രഷർ ആണോ കൊടുക്കുന്നത്, നിങ്ങൾ എത്രത്തോളം പ്രഷർ കൊടുക്കുന്നോ ആ പ്രഷറിനനുസരിച്ച് എന്ത് ചെയ്യടാ? അത് ലയിച്ചും കൊണ്ടേയിരിക്കും. ഓക്കെ, ഒന്നും കൂടെ പറയാൻ ഡെഫിനേഷൻ. ഇറ്റ് ഈസ് സ്റ്റേറ്റ് ദാറ്റ്. എല്ലാവരും ഡെഫിനേഷൻ ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ നോട്ട്സിൽ ആകെ എഴുതേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇത് മാത്രമേ വേണ്ടുള്ളൂ. +2 എക്സാമിന് ഒരു ഡെഫിനേഷൻ ആയിട്ട് കുട്ടി പഠിച്ചു വെക്കേണ്ടത് ഇതേ ഉള്ളൂ. അല്ലാണ്ട് സോഡ മേക്കിങ്ങും അതൊക്കെ നമുക്ക് അറിഞ്ഞാൽ മതി, മനസ്സിലുണ്ടായാൽ മതി. അതൊന്നും നോട്ട്സ് ആയിട്ട് എഴുതേണ്ട ആവശ്യമില്ല, സമയം വേസ്റ്റ് ആക്കണ്ട. ഓക്കെ, സോ എഴുതിക്കോ മക്കളെ. ഇറ്റ് ഈസ് സ്റ്റേറ്റ് ദാറ്റ് സോളിബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ ലിക്വിഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി പ്രഷർ ഓൺ ദ ലിക്വിഡ് സർഫേസ്. ഇനി എനിക്ക് എക്സാം ഹോളില് ഇതൊന്നും ചിന്ത വന്നില്ല. ഇപ്പൊ നമ്മൾ സാധാരണ കുട്ടികളെ എക്സാം ഹോളിൽ കയറിയപ്പോഴാണ് ഒന്നും ഓർമ്മ വരുന്നില്ല, വേർഡ്സുകൾ അവർക്ക് ഒന്നും ബ്ലൈൻഡ് ആയി പോയി. ഇങ്ങനെ ഒരുപാട് കുട്ടികൾ പറഞ്ഞേക്കാറുണ്ട്. എക്സാം ഹോളിൽ കയറി ക്വസ്റ്റ്യൻ പേപ്പർ കണ്ട സാറി പറഞ്ഞ സാധനം എൻട്രീസിലൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നുണ്ട്. പക്ഷെ കെമിസ്ട്രിയുടെ പ്രശ്നം വരുന്നത് എന്താ? ക്വസ്റ്റ്യൻ പേപ്പറിൽ എൻട്രീസിലുണ്ട്, ഞാൻ ബ്ലൈൻഡായി, എനിക്ക് ഒരു വേർഡ്സും ഇംഗ്ലീഷിൽ കിട്ടുന്നില്ല. എന്ത് ചെയ്യാപ്പ? അവിടെയാണ് നിങ്ങൾ ട്രിക്ക് ഉപയോഗിക്കേണ്ടത്. ട്രിക്ക് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഇതൊക്കെ മറന്നോ എന്ന് വിചാരിക്കാം. എങ്ങനെ നമ്മളിത് റീക്രിയേറ്റ് ചെയ്യും എക്സാം ഹോളിൽ? ദാറ്റ് ഇസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ചിന്തിക്കേണ്ടത് എന്ത് മാത്രം എഴുതുക? സമാധാനമായിട്ട് ട്രിക്കാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഉടായ്പാണെങ്കിൽ ഉടായ്പ, നമ്മളെ എക്സാമിന് ആൻസർ ചെയ്യും, അത്രേ നമ്മളെ ലക്ഷ്യമുള്ളൂ. ഇത് നോക്കുക, നിങ്ങൾ പി എന്ന് പറയുന്നത് പ്രഷർ ആണല്ലോ, പിസ്റ്റൺ ആണല്ലോ പ്രഷർ. പ്രഷർ കൂടുമ്പോൾ സൊല്യൂബിലിറ്റി കൂടുക എന്നുള്ള നിങ്ങളെ തലമല്ലേ സോഡ മേക്കിംഗ് പ്രകാരം അല്ലെ. പ്രഷർ കൂടുമ്പോൾ എന്ത് ചെയ്യൂടാ? ആ ഗ്യാസ് എന്ത് ചെയ്യും? വെള്ളത്തിലേക്കും സൊല്യൂബിൾ ആവും. അപ്പോ പി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലയിക്കുക എന്ന് പറയുന്നതിനെ വിളിക്കുന്ന പേരാണ് നമ്മൾ മോൾ ഫ്രാക്ഷൻ. മോൾ ഫ്രാക്ഷൻ അത് നിങ്ങൾ മനസ്സിലുണ്ടാണോ? മോൾ ഫ്രാക്ഷൻ അല്ലെങ്കിൽ സിംപ്ലി കൈ എന്ന് വിളിക്കാൻ പറ്റും. മോൾ ഫ്രാക്ഷൻ അല്ലെങ്കിൽ കൈ എന്ന് പറയാൻ പറ്റും. അപ്പോ പി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കൈ എന്ന് പഠിക്കാം. ബ്രാക്കറ്റിൽ ഞാൻ എഴുതുന്നുണ്ടാ മോൾ ഫ്രാക്ഷൻ എന്ന് എഴുതുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഡെഫിനേഷൻ എങ്ങനെ പറയാം? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞാൽ വാട്ട് ഇസ് ദ മീനിങ്? പ്രഷർ കൂടുമ്പോ സൊല്യൂബിലിറ്റി കൂടുന്നു. അപ്പൊ ഈ പി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കൈ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് എന്ത് ചെയ്യാം? സിമ്പിൾ വേർഡ്സിൽ നിങ്ങൾക്ക് എഴുതിയാൽ മതി. നിങ്ങൾ ഇത് പഠിച്ചു വെക്കാം. ഡെഫിനേഷൻ ഇത് മറക്കുന്നത് കുഴപ്പമില്ല, അതിൽ വേർഡ്സുകൾ കുഴപ്പമില്ല. പക്ഷെ എക്സാം ഹോളിൽ നിങ്ങൾക്ക് ഹെൻറീസ് ലോ എന്ന് പറഞ്ഞാൽ പി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കൈ എന്നുള്ളത് നിങ്ങളെ തലച്ചോറിൽ ഉണ്ടായാൽ മതി. ഇനി ഈ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ മാറ്റി ഞാൻ ഈക്വൽ കൊടുത്തു. അപ്പൊ സ്വാഭാവികമായിട്ടും എനിക്ക് എന്ത് വേണം? ഒരു കോൺസ്റ്റന്റ് കൊണ്ടിരുന്നത്. ഇത് ഹെൻറീസ് ലോ ആയതുകൊണ്ട് കെ ആണ് കോൺസ്റ്റന്റ്. സി ഒക്കെ സാധാരണ ഉപയോഗിക്കും. ഇദ്ദേഹം കെ എടുത്തു, നമ്മൾ ടെക്സ്റ്റ് കെ എടുത്ത കാരണം കെ ഉള്ളൂ. സോ ഹെൻറീസ് കോൺസ്റ്റന്റ് ആയ കാരണമാണ് കെ എച്ച് എന്ന് എഴുതിയത്. ദാറ്റ് ഈസ് ഹെൻറീസ് കോൺസ്റ്റന്റ്. ഇതെന്താണ്? കൈ. ഹെൻറീസ് കോൺസ്റ്റന്റ് കൈ. അപ്പൊ നമുക്കൊരു എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ ഉൾപ്പെടെ കെ എച്ച് എന്താണെന്നും കൂടെ എഴുതി വെക്കണടാ. ഹെൻറീസ്. അപ്പോഴാണ് നമുക്ക് 2 മാർക്ക് അല്ലെങ്കിൽ 1 മാർക്ക് കിട്ടുള്ളൂ. ഹെൻറീസ് കോൺസ്റ്റന്റ്. കെ എച്ച് എന്ന് പറഞ്ഞാൽ ഹെൻറീസ് കോൺസ്റ്റന്റ്.
അപ്പോ ഫോർമുല ഡെഫിനിഷൻ എങ്ങാനും മറന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇത് ഓർത്തിരുന്നാൽ മതിയാണ്. ഇത് വെച്ചിട്ട് നമ്മൾ സിംപ്ലി എന്ത് ചെയ്താൽ മതി, ഡെഫിനിഷൻ ഇതാക്കിയാൽ മതി. മനസ്സിലായ? പ്രഷർ കൂടുമ്പോ സ്വാഭാവികമായിട്ട് സൊലിബിലിറ്റി എന്ത് ചെയ്യടാ, കൂടും എന്ന് പോലും തൽക്കാലം എഴുതി വെച്ചാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. പക്ഷെ ഇക്വേഷൻ മസ്റ്റ് ആണ്. പി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കൈ. ഇപ്പൊ പഠിച്ചോ, പി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കൈ എന്ന് മാത്രം പഠിക്കേ. പിന്നെ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ ഹെൻറീസ് കോൺസ്റ്റന്റ് വരും. സോ കെ എച്ച് കൈ. ഈ സൊലിബിലിറ്റിനെ പറയുന്ന പേരാണ് മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് കൈ. അതിനെ ഉപയോഗിക്കുന്ന ലെറ്റർ ആണ് കൈ, വേറെ ഒന്നുമില്ല, കൈ. അപ്പൊ ഇത് എക്സാമിന് വന്നാൽ നിങ്ങൾ എഴുതൂലേ? ഓക്കെ, ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആയിരുന്നു അത് കേട്ടോ. ഇനി നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങളാണ് നമ്മൾ ഈ ഹെൻറീസ് ലോയുമായി ബന്ധപ്പെട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് ബേസിക് ആയിട്ട് നമുക്ക് അറിയണടാ. അതായത് സോളിബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ ലിക്വിഡ് ഡിപ്പെൻഡ്സ് ഓൺ എന്തൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഗ്യാസ് നമ്മൾ വെള്ളത്തിൽ ലയിപ്പിക്കുമ്പോൾ അല്ലെ, സോഡ മേക്കിംഗ് ആണ്, ഗ്യാസ് വെള്ളത്തിൽ ലയിപ്പിക്കുമ്പോൾ എന്തൊക്കെ ബന്ധപ്പെടുന്നതാണ്. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് നിങ്ങൾ അറിയുന്നത് നല്ലതാണ്, ഇമ്പോർട്ടൻസ് ആണ്. നേച്ചർ ഓഫ് സോൾവെന്റും സൊല്യൂട്ടും, അതായത് സോൾവെന്റും അതിന്റെ സൊല്യൂട്ടും. സോൾവെന്റ് എന്ന് പറഞ്ഞാൽ എന്താ, നമുക്കറിയാം സോൾവെന്റ് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ വെള്ളമാണ് അല്ലെ. ചിലപ്പോൾ പല കളർ വെള്ളം നമ്മൾ ഉപയോഗിക്കുമല്ലോ അല്ലെ. പെപ്സി ഉണ്ടാക്കുന്നത്, കൊക്കക്കോള ഉണ്ടാക്കുന്ന ഒക്കെ വെവ്വേറെ വെള്ളത്തിലാണ് അല്ലെ. അതിൽ ഉപയോഗിക്കുന്ന ഗ്യാസുകളൊക്കെ ഡിഫറെന്റ് ആയേക്കാം മേ ബി അല്ലെ. അതിൽ കൊടുക്കുന്ന എല്ലാം കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഇതിലൊക്കെ കൊടുക്കുന്നത് നമ്മൾ കഴിക്കുന്ന കൊക്കക്കോള അതിലൊക്കെ കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. പക്ഷെ അതിൽ ഉപയോഗിക്കുന്ന സോൾവെന്റ് സൊല്യൂട്ടും അതിൽ അല്ലെ ഗ്യാസിന്റെ അതൊക്കെ. അപ്പൊ സോൾവെന്റോ അല്ലെങ്കിൽ സൊല്യൂട്ടിനോ അനുസരിച്ച് എന്ത് ചെയ്യോടാ, അതിന്റെ സൊല്യൂബിലിറ്റി ലയിക്കുന്നതിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ടെമ്പറേച്ചർ. ഇപ്പൊ ടെമ്പറേച്ചർ ഇമ്പോർട്ടന്റ് ആണ്. നോർമലി നിങ്ങൾ ആലോചിച്ചോക്ക്, ഒരു നോർമൽ ടെമ്പറേച്ചർ ഇമ്പോർട്ടന്റ് ആണ്. അതിന് ഏറ്റവും സിമ്പിൾ ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. ടെമ്പറേച്ചർ ഇമ്പോർട്ടൻസ് ആണ് പറയുന്നത്. നമ്മൾ സാധാരണ ടെമ്പറേച്ചർ കൂടുമ്പോൾ സൊല്യൂബിലിറ്റി കുറയും. അതെന്താ അങ്ങനെ? ടെമ്പറേച്ചർ കൂടുമ്പോൾ സൊല്യൂബിലിറ്റി കുറയും. അതായത് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ചൂട്, നമ്മൾ ചൂടില്ല, നമ്മൾ അന്തരീക്ഷ ഊഷ്മാവ് ചൂട്. ഈ ചൂട് കൂടുമ്പോ ഗ്യാസ് പോവും. അതുകൊണ്ടാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും പലപ്പോഴും നമ്മളെ സോഫ്റ്റ് ഡ്രിങ്കുകൾ സൂക്ഷിക്കുന്നത് എന്തിലാടാ, ഫ്രിഡ്ജിലാണ് അല്ലെ. നമ്മൾ ഷോപ്പിൽ പോയാൽ എപ്പോഴും ഫ്രിഡ്ജിൽ ഇത് സൂക്ഷിക്കുന്നതിന് മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ തണുപ്പിക്കൽ മാത്രമല്ല. കാരണം ഇത് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, സോഡക്കനെയും സോഡയുടെ ഗ്യാസും പുറത്തിരിക്കുന്ന കണ്ടമാന ദിവസങ്ങൾ പുറത്തിരിക്കുന്ന സോഡ പൊട്ടിച്ചൊക്കെ സോഡയ്ക്ക് ഗ്യാസ് ഉണ്ടാവില്ല. അതേ സോഡ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടാണെങ്കിൽ നല്ല തണുപ്പിലാണെങ്കിൽ സോഡ പൊട്ടിക്കുമ്പോൾ എന്താണ് അട്ടേജിട്ട് പറഞ്ഞ പോലെ നല്ല സൗണ്ട് ഉണ്ടായിരിക്കും. അപ്പൊ തന്നെ ബുദ്ധി സ്കില്ല് ചിന്തിക്കുക. എന്താണ്, ടെമ്പറേച്ചർ കൂടുമ്പോ, ചൂട് കൂടുമ്പോ, പുറത്ത് വെക്കുന്ന സാധനത്തിനാണല്ലോ ചൂട് തട്ടുക. ചൂട് കൂടുമ്പോ സൊലിബിലിറ്റി എന്ത് ചെയ്യും, പോവും. സൊലിബിലിറ്റി പോവാന്ന് പറഞ്ഞാൽ ഗ്യാസ് പോയി, സോഡയുടെ ഉള്ളിലത്തെ ഗ്യാസ് പോയി എന്ന് അർത്ഥം. സൊലിബിലിറ്റി പോവാ എന്ന് പറഞ്ഞാൽ ഗ്യാസ് സോഡ പച്ചവെള്ളം പോലെ ആയിണ്ടാവും. ചിന്തിക്കുക. അപ്പൊ പഠിച്ചോ, ഇത് ബൈഹാർട്ട് ചെയ്യണ്ട. ടെമ്പറേച്ചർ കൂടുമ്പോ സൊലിബിലിറ്റി കുറയും. പഠിച്ചോ, ദാറ്റ് ഈസ് ടെമ്പറേച്ചർ. സോ സൊലിബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ ലിക്വിഡ് ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. മക്കളെ ഇപ്പൊ തന്നെ നിങ്ങൾ ലെക്ചർ നോട്ട് പോലെ എഴുതിക്കോട്ടാ. ഓക്കെ എടാ, പിന്നെ അതുപോലെ പ്രഷർ അല്ലെ. പ്രഷർ നമ്മൾ ഓൾറെഡി പറയണം. പ്രഷർ കൂടുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, സോളിബിലിറ്റി കൂടും എന്നുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ജസ്റ്റ് ഓരോ പോയിന്റ് ഞാൻ പറയുമ്പോൾ തന്നെ ജസ്റ്റ് ലെക്ചർ പോയിന്റ് പോലെ എഴുതി വെച്ചോടാ, അത്രേ ആവശ്യമുള്ളൂ. ഓക്കെ, കാരണം അങ്ങനത്തെ ഒരു ചാപ്റ്റർ ആണ്, അതുകൊണ്ടാണ്. ഇനി ഇതിന്റെ ഇക്വേഷൻസ് ഒക്കെ പറയുന്നുണ്ട്, ആവശ്യം ഉണ്ടെങ്കിൽ മതി. ഓക്കെ, അതുപോലെ തന്നെ ഹെൻറീസ് ലോ ഡിപ്പെൻസ് എന്താണ്, the value of KH depends on the nature of gas and the temperature. What is KH? അപ്പൊ നമുക്ക് എന്ത് ചെയ്യണോടാ, ഈ KH എന്താണ് വീണ്ടും നോക്ക് മക്കളെ. ഇവിടുന്ന് ഞാൻ സെറ്റ് ആക്കി തരാം, ചെറിയ കാര്യങ്ങൾ സെറ്റ് ആക്കിക്കോ. എടാ നമ്മൾ നോക്കി, ഈ ഹെൻറീസ് കോൺസ്റ്റന്റ് ആണല്ലോ KH എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് P ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടിയടാ, KH ഇൻറ്റു കൈ എന്നാ കിട്ടിയല്ലേ. ഇവിടെ അങ്ങനെ പോട്ടെ, അത് വേണ്ട. സോ P ഈക്വൽ ടു KH ഇൻറ്റു കൈ എന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ശ്രദ്ധിച്ചോടാ, ഞാൻ ഈ P-നെ 1 കൊടുക്കാന്ന് വിചാരിച്ചോ. ഞാൻ എന്ത് ചെയ്തോടാ, P എന്ന് പറയുന്നത് അല്ലെ, ഞാൻ കൊടുക്കുന്ന പ്രഷർ 1 ആന്ന് വിചാരിച്ചോ. Pക്ക് ഞാൻ പ്രഷർ 1 കൊടുത്തു. സ്വാഭാവികമായിട്ട് ഇക്വേഷൻ എനിക്ക് എന്ത് കിട്ടിയടാ, 1 ഈക്വൽ ടു KH ഇൻറ്റു എന്ത് കിട്ടിയടാ, കൈ കിട്ടി. KH ഈക്വൽ ടു കൈ കിട്ടി. അപ്പൊ സ്വാഭാവികമായിട്ട് കൈനെ ഞാൻ അവിടെ നിർത്തി കഴിഞ്ഞാൽ, ശ്രദ്ധിച്ചോട്ടാ, കൈനെ അവിടെ നിർത്തി കഴിഞ്ഞാൽ മാത്സിന്റെ പ്രകാരം 1 എന്ത് കിട്ടുവാടാ, KH കിട്ടും. അപ്പൊ നിങ്ങൾ നോക്കിയൊക്കെ 1/KH, കൈ എന്ന് പറയുന്ന മോൾ ഫ്രാക്ഷൻ 1/KH. മാത്സിൽ ഇടാ 1/KH ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ഡയറക്ട്ലി എന്ന് പറഞ്ഞാൽ എന്താ, 1 കൂടുമ്പോ 1 കൂടും, മനസ്സിലായ? ഇൻവേഴ്സ്ലി എന്ന് പറഞ്ഞാൽ 1 കൂടുമ്പോ 1 കുറയും. ഒരാളെ കൂട്ടുക 1 കുറയും.
അതിനെയാണ് ഇൻവേഴ്സ്ലി എന്ന് പറയുന്നത്. അതൊക്കെ നിങ്ങൾക്ക് ചെറുതായിട്ട് അറിയുന്നുണ്ടാവും അല്ലെ. സോ നിങ്ങൾ നോക്കിയ മോൾ ഫ്രാക്ഷന്റെ കോൺസെപ്റ്റ് പ്രകാരം എന്താ, ഹെൻറീസ് കോൺസ്റ്റന്റ് എന്താണ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പൊ ഈ ഒരു ഇക്വേഷൻ ഇവിടുന്ന് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചോടാ, അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും പോയിന്റുകൾ ഡിസ്കസ് ചെയ്യുമ്പോൾ. ഓക്കെ, ഇനി നോക്ക്, ദ വാല്യൂ ഓഫ് കാച്ച് ഡിപ്പെൻഡ്സ് ഓൺ ദി നേച്ചർ ഓഫ് ഗ്യാസ് ആൻഡ് ടെമ്പറേച്ചർ. അവിടെ ജസ്റ്റ് അതൊക്കെ ഒന്ന് അറിഞ്ഞാൽ മതി. അതുപോലെ കാച്ച് ഇൻക്രീസസ് സോളിബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ ലിക്വിഡ് ഡിക്രീസസ്. ഇതാണ് നമുക്ക് പഠിക്കേണ്ട ഒരു പോയിന്റ്. ഇത് എന്തിനാ പറയുന്നത് അറിയോ സാറ്, ഒരു മാർക്കിന് എവിടെയെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വരുവോടാ, നമുക്കത് കളയണ്ട, ആ മാർക്ക് നമുക്ക് മേടിക്കണം, അതുകൊണ്ടാണ് പറയുന്നത്. അല്ലെങ്കിൽ ഇതൊക്കെ നമുക്ക് ഒഴിവാക്കി കളയാം, പക്ഷെ നമുക്ക് എവിടെയെങ്കിലും ഒരു 1 മാർക്കിന് ചോദിക്കൂടാ. അപ്പൊ നമ്മൾ ചിന്തിച്ചിട്ട് 2 വട്ടം ഇരുന്നിട്ട് കൂൾ ഓഫ് ടൈമിലായിട്ട് ചിന്തിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടിയാൽ മതി, കിട്ടും, അത്രേ ഉള്ളൂ. കാണാതെ പഠിക്കരുത്, കാണാതെ പഠിച്ചാൽ ഉത്തരം കിട്ടൂല, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ നോക്കുക, കെ എച്ച് കൂടുമ്പോ നമ്മൾ എന്ത് പഠിച്ചു, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് അല്ലെ, ലിക്വിഡ് ഓഫ് ഡിക്രീസ് അല്ലെ, സൊല്യൂബിലിറ്റി. ഈ സൊല്യൂബിലിറ്റിനെ മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്, മോൾ ഫ്രാക്ഷൻ ഈക്വൽ ടു എന്താണ്, 1/kh ആണ്. അപ്പൊ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്, പഠിച്ചു. ഇനി ടെമ്പറേച്ചർ ഇൻക്രീസസ് സൊല്യൂബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ ലിക്വിഡ് ഡിക്രീസസ്. അത് ഓൾറെഡി ഞാൻ പറഞ്ഞ കാര്യമാണ്. ഇത് ഓർക്കാൻ എന്ത് ചെയ്താൽ മതി, നന്നായിട്ട് ഓർക്കാൻ എന്ത് ചെയ്താൽ മതി, നിങ്ങൾ എന്ത് ചെയ്യുക, സോഡ ഫ്രിഡ്ജിൽ വെക്കുന്നത് എന്തിനാന്ന് ഓർത്താൽ മതി. പുറത്ത് വെച്ചാൽ ടെമ്പറേച്ചർ കൂടും, സോഡയുടെ ഗ്യാസ് പോകും. അതുകൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ തണുപ്പുണ്ടാവും. ടെമ്പറേച്ചർ കുറയുമ്പോൾ എന്ത് ചെയ്യും, നേരെ ഉൾട്ടാ, സോളിബിലിറ്റി കൂടും, നല്ല സ്ട്രോങ് ആവും, സോഡ നല്ല സ്ട്രോങ് ആവും. പക്കാ. ഇനി എക്സാമിന് മേ ബി ചോദിക്കാടാ, സാധാരണ ഏതൊരു ക്വസ്റ്റ്യൻ, പഴയ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കണ്ടിരുന്നു, അക്വാറ്റിക് സ്പീഷീസ് ആർ മോർ കംഫർട്ടബിൾ ഇൻ കോൾഡ് വാട്ടർ ദാൻ ഇൻ വാം വാട്ടർ. വൈ എന്ന് പറയുന്നത് അത് ഈ ഒരു കാരണം കൊണ്ടാണ്. ഏത്, നമ്മളിപ്പോ പറഞ്ഞ ഹെൻറീസ് ലോ കാരണം കൊണ്ടാണ്. ഹെൻറീസ് ലോയുടെ എന്ത് കാരണം, KH, അതായത് ടെമ്പറേച്ചർ ഇൻക്രീസസ് സൊല്യൂബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ ലിക്വിഡ് ഡിക്രീസസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്. അതായത് എന്താ സാധനം, ഈ അക്വാറ്റിക് സ്പീഷീസ് ആർ മോർ കംഫർട്ടബിൾ ഇൻ കോൾഡ് വാട്ടർ ദാൻ വാം വാട്ടർ. ഈ അക്വാറ്റിക് സ്പീഷീസ് മോർ കംഫർട്ടബിൾ കോൾഡ് വാട്ടർ അല്ലെ, അതായത് കോൾഡ് വാട്ടർ എന്ന് പറഞ്ഞ തണുത്ത വെള്ളമാണ് നല്ലത് എന്നാ പറയുന്നത് അക്വാറ്റിക് സ്പീഷീസിന്. പലതുമായിട്ടാ ഈ അക്വാറ്റിക് സ്പീഷീസ് എന്ന് പറഞ്ഞാൽ വെള്ളത്തിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതിലുള്ള ജീവികൾ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ജീവികളടക്കം, മീനുകളാവാം, പരലുകൾ, എല്ലാ കാര്യങ്ങളും അക്വാറ്റിന്റെ ഉള്ളിൽ വരും. അപ്പൊ അത് അവർക്ക് തണുപ്പാണ് ഇഷ്ടം എന്നാണ് പറയുന്നത്. വാമിനെക്കാട്ടും തണുപ്പാണ് ഇഷ്ടം. എന്തുകൊണ്ടാ, നിങ്ങൾ കോമൺ സെൻസ് ചിന്തിക്കുക. അതായത് തണുപ്പുണ്ടാവുമ്പോ സ്വാഭാവികമായിട്ടും അതിനുള്ളിൽ ഗ്യാസ് എന്തില്ല, പുറത്തു പോവില്ല, ഗ്യാസുകൾ ഉണ്ടാവും അല്ലെ. ഇപ്പൊ മീനിന് ശ്വസിക്കാനോ കാര്യങ്ങൾ അവർക്കവിടെ. അപ്പൊ ടെമ്പറേച്ചർ കൂടാകുമ്പോ സ്വാഭാവികമായിട്ടും അതിന്റെ ഉള്ളിൽ ജീവിക്കുന്ന ആളുകൾക്ക് എന്തായിരിക്കും, ഗ്യാസും അവർക്ക് ശ്വസിക്കാനുള്ള കാര്യങ്ങളൊക്കെ അതിന്റെ ഉള്ളിൽ ഉണ്ടാവും. അതേസമയം ടെമ്പറേച്ചർ കൂടുമ്പോ എന്താ സംഭവിക്കുക, ഈ ഗ്യാസുകളൊക്കെ അതിൽ നിന്ന് വേപ്പറായിട്ട് പുറത്തു പോകും. അപ്പൊ സ്വാഭാവികമായിട്ട് അതിനുള്ളിൽ ജീവിക്കുന്ന സ്പീഷീസ് ഒക്കെ എന്താവും, വളരെ ബുദ്ധിമുട്ടും. അതാണ് നമ്മൾ പഠിക്കണം. അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ എന്ത് പഠിക്കണം, നന്നായിട്ട് 2 സെക്കൻഡ് ആലോചിക്കുക. സോഡ മേക്കിങ്ങും ഫ്രിഡ്ജും ഒന്ന് ആലോചിച്ചിട്ട് നിങ്ങളുടെ ഭാഷയിൽ എന്ത് ചെയ്യുക, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താൽ സൊല്യൂബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ ലിക്വിഡ് എന്ത് ചെയ്യോടാ, വളരെ അധികം കുറയോടാ. ടെമ്പറേച്ചർ കൂടുമ്പോ നല്ല ചൂടടിക്കുകയാണ് ഒരു വെള്ളത്തിൽ, പോണ്ടിലോട്ട് നല്ല ചൂടടിക്കുകയാണ്. സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യോടാ, അതിലത്തെ ഗ്യാസ് ഒക്കെ പോവും അല്ലെ. അതിലേക്ക് ഗ്യാസ് പോവെന്ന് പറഞ്ഞാൽ സൊല്യൂബിലിറ്റി ഓഫ് ഗ്യാസ് ഉണ്ടാവൂടാ, വളരെയധികം കുറയും. അപ്പൊ അത് വന്നാൽ എക്സാമിന് ഈ പോയിന്റ് ആണ് നിങ്ങൾ എന്ത് ചെയ്യണ്ടാ, എഴുതേണ്ടത്. ഓക്കെ മക്കളെ, അടുത്തത് സ്ഥിരം ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ഹെൻറീസ് ലോയുടെ ആപ്ലിക്കേഷൻ സ്ഥിരമായിട്ട് എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. എന്ത് സുഖമാണ് ഒരു ക്വസ്റ്റ്യൻ. ഹെൻറീസ് ലോയുടെ ആപ്ലിക്കേഷൻ വളരെ ഈസി ആയിട്ട് പഠിക്കാം. വലിയ സ്റ്റോറി ഒന്നും ഞാനിത് പറയുന്നില്ല, ബിൽഡ് ചെയ്യുന്നില്ല, കാരണം എല്ലാവർക്കും അറിയുന്നതാണ്. ഹെൻറീസ് ലോയുടെ ആപ്ലിക്കേഷൻ എന്താണ് നമുക്കറിയാം. ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ പോലെ എന്തിനാണ് അല്ലെ ഹെൻറീസ് ലോ, നമ്മൾ പറഞ്ഞ പ്രഷർ കൂടുന്നത് സോഡ മേക്കിംഗ് പഠിച്ചു കഴിഞ്ഞു. അപ്പൊ നമുക്കറിയാം കാർബണേറ്റഡ് ഡ്രിങ്കുകൾക്ക് അല്ലെ, ഡ്രിങ്കുകൾ അല്ലെങ്കിൽ ബീവറേജസ് അല്ലെ, ബീവറേജസ് എല്ലാവർക്കും ഇപ്പൊ കേട്ട് പരിചയമുണ്ടായിരിക്കും. എന്തായാലും കാർബണേറ്റഡ് ആയിട്ടുള്ള ഡ്രിങ്കുകൾ ഉണ്ടാക്കാൻ, സോഡ ഉണ്ടാക്കാൻ അല്ലെ തരിപ്പുള്ള നമുക്ക് പല അല്ലെ, ബീറിനുണ്ട് തോന്നുന്നല്ലേ, ബീറും നമ്മൾ സാർ കഴിച്ചിട്ടില്ല, തരിപ്പുണ്ട് തോന്നുന്നല്ലേ, ഉണ്ട്. അപ്പൊ അത്തരം ബീവറേജസുകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാനുണ്ട്, ഡ്രിങ്കുകള്, പെപ്സി, കൊക്കക്കോള, അതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്. അതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി അപ്പൊ ക്വസ്റ്റ്യൻ എക്സാമുകളിൽ എത്തിയിട്ട് 2 അപ്ലിക്കേഷൻ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അന്തം വിട്ട് നിൽക്കരുത്. നിങ്ങളുടെ ഭാഷയിൽ എന്തെങ്കിലും ഒന്ന് എഴുതുക. ഡ്രിങ്ക് മേക്കാണെന്നല്ല, കാർബണേറ്റഡ് എന്നുള്ള വേർഡ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, അത് ഇമ്പോർട്ടന്റ് ആണ്. പ്രൊഡക്ഷൻ ഓഫ് കാർബണേറ്റഡ് ബീവറേജസ്. ബീവറേജ് എന്നൊന്നും എഴുതിയാലും കുഴപ്പമില്ല, ഡ്രിങ്ക് എന്ന് എഴുതിയാലും മതി കേട്ടോ, ഡ്രിങ്ക് എന്ന് എഴുതിയാൽ മതി. ഓക്കെടാ. 2 അണ്ടർ വാട്ടർ ഡൈവിംഗ്. അത് നിങ്ങൾക്ക് അറിയാം, സ്ക്യൂബ ഡൈവേഴ്സിനൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ, അതായത് കടലിന്റെ അടിത്തട്ടത്തിലോട്ട് പോകുന്ന ആളുകൾ അല്ലെ. അപ്പൊ അത് ഓർത്തിരുന്നാൽ മതി എക്സാമ്പിൾ. കാരണം എന്താ, അന്തരീക്ഷത്തിൽ നമ്മളെല്ലാവർക്കും അറിയുന്നതാണ്, വെള്ളത്തിന്റെ അടിയിലോട്ട് പോകുമ്പോൾ എന്താണ്, പ്രഷർ വളരെ കൂടുതലാണ്
അല്ലെ? നമ്മൾ അറിയില്ല, നമ്മൾ നോർമലി ഒരു കുളത്തിൽ ചാടി കഴിഞ്ഞാൽ അടിയിലേക്ക് കൂടിയിട്ട് പോകുമ്പോൾ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ്. നമ്മൾ ഇങ്ങനെ തന്നെ ആരോ പിടിച്ച് തള്ളുന്ന പോലെ തോന്നും. അപ്പൊ അടിത്തട്ടിൽ എന്താടാ പ്രഷർ കൂടുതലാണ്. ഈ പ്രഷർ കൂടിയുള്ള പ്രശ്നം എന്താ? പ്രഷർ കൂടി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾ എന്താടാ നമ്മളെ ബ്ലഡ് അല്ലെ മൂക്കിലോട്ടും ബ്ലഡ് സെൽസിനൊക്കെ പ്രശ്നങ്ങൾ വരും. അപ്പൊ അത് കുറക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാടാ ഇത്തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാടാ ഈ ഹെൻറീസ് ലോയുടെ അപ്ലിക്കേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഉപയോഗിക്കാം. ഞാൻ പറയുന്നത് അതിന്റെ വലിയ ആധികാരികമായ ഡെപ്ത് നോളജ് വേണമെന്നില്ല. നിങ്ങൾ നോർമലി നോക്കുക. ഈ സ്കൂബ ഡൈവേഴ്സ് പോകുമ്പോൾ കാരണം പുറത്തൊരു സാധനം വെച്ചിട്ട് ഒരു എന്താ പറയാ ഒരു ഗ്യാസ് സിലിണ്ടർ ഒക്കെ വെച്ചിട്ട് താഴത്തേക്ക് പോകണം നിങ്ങൾ ശ്രദ്ധയിൽ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ആ കോൺസെപ്റ്റ് ഒന്ന് ഓർത്താൽ മാത്രം മതി കേട്ടാ. ഇനി ക്ലൈംബേഴ്സ് മലമുകളിലോട്ടൊക്കെ കയറുന്ന ആളുകൾ, നല്ല ഹൈറ്റിലോട്ടൊക്കെ കയറുന്ന ആളുകൾ, അവിടത്തെ നമുക്ക് എന്താടാ ഈ ഹെൻറീസ് ലോയുടെ അപ്ലിക്കേഷൻ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഈ 3 പഠിക്കാം. എക്സാമിന് 2 ചോദിക്കുള്ളൂ. അറ്റ്ലീസ്റ്റ് 2 സാധാരണ രീതിയിൽ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ പ്രീവിയസ് ഇയറിലുള്ളൂ. അപ്പൊ 2 നിങ്ങൾക്ക് എന്തായാലും കിട്ടും. ഫോർ ക്ലൈംബേഴ്സ് ഏതെങ്കിലും 2 നിങ്ങൾ എന്ത് ചെയ്യടാ എഴുതാം. ഓക്കെ, സമയം കളയുന്നില്ല, അടുത്ത സെക്ഷനിലോട്ട് പോവാം. എടാ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന കോൺസെപ്റ്റ് റോൾസ് ലോ മക്കളെ. എക്സാമിന്റെ സ്ഥിരം ക്വസ്റ്റ്യൻ റോൾസ് ലോ. എടാ റോൾസ് ലോ പഠിക്കണം എന്നുണ്ടെങ്കിൽ ബേസ് അറിയണടാ. അല്ലെങ്കിൽ നിങ്ങൾ കാണാപാഠം പഠിച്ചു പോയിട്ട് കാര്യമില്ല മക്കളെ. കാണാപാഠം നിങ്ങൾ എക്സാം ഹോളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പാണ് നിങ്ങൾ മറന്നുപോകും. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം ഹെൻറീസ് ലോ. ഹെൻറീസ് ലോയിലേക്ക് എങ്ങനെ കൊണ്ടുപോകാന്ന് ഞാൻ നിങ്ങളെ പറഞ്ഞത്. ഞാൻ കാണാപാഠം പഠിപ്പിക്കുന്നില്ല, മനസ്സിലായ? നിങ്ങൾ അത് ഓർത്ത് എക്സാം ഹോളിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുക എന്നുള്ളത് മാത്രമേ സാർ ഉദ്ദേശിക്കുന്നുള്ളൂ. ഓക്കേടാ. സോ ഹെൻറീസ് ലോ എങ്ങനെ നോക്കാം. എടാ വേപ്പർ പ്രഷർ ആൻഡ് റോൾസ് ലോ എന്ന് പറയുന്ന കണക്ഷൻ. ഹെൻറീസ് ലോ പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് പഠിക്കണം? സോറി റോൾസ് ലോ മാറിപ്പോകുന്നത്. റോൾസ് ലോ പഠിക്കണമെങ്കിൽ എന്ത് പറയണ്ട, വേപ്പർ പ്രഷർ എന്താന്ന് പഠിക്കണം. വേപ്പർ പ്രഷർ വല്ലാത്തൊരു സംഭവമാണ് വേപ്പർ പ്രഷർ. ഈ വേപ്പർ പ്രഷറിൽ നിന്നാണ് ആര് ഡെവലപ്പ് ചെയ്യുന്നത്? ഒരു ഹെൻറീസ് ലോ ഡെവലപ്പ് ചെയ്യുന്നത്. എടാ ഹെൻറീസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പേരാട്ടോ. ഹെൻറി എന്ന് പറയുന്ന സയന്റിസ്റ്റ് ഡെവലപ്പ് ചെയ്ത ലോ ആയതാണ് ഹെൻറീസ് ലോ എന്നിട്ട് കേട്ടാ. റോൾസ് ലോ എന്നിട്ട്. ഹെൻറീസ് ലോ അങ്ങനെയാണ്, അവരുടെ സയന്റിസ്റ്റിന്റെ പേരാണ് കേട്ടാ. അപ്പൊ റോൾട്ട് എന്നാണ് കൃത്യമായിട്ട് ആളെ പേര്. റോൾട്ട് എന്നാണ്. പിന്നെ റോൾസ് ലോ എന്നാക്കി മാറ്റുന്ന മാത്രമേ ഉള്ളൂ കേട്ടാ. അപ്പൊ ഈ റോൾസ് ലോ പറയുന്നത് എന്താ വെച്ചാൽ ഒരു വേപ്പർ പ്രഷറിനെ കണക്ട് ചെയ്തിട്ടാ പറയുന്നത്. അങ്ങോട്ട് ഇങ്ങോട്ട് മാറരുത്. ഹെൻറീസ് ലോ എന്താണ് പറയുന്നത്? പ്രഷറിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഓക്കെ, ഡയറക്ട്ലി പ്രൊപ്പോർഷൻ. ഇവിടെ പറയുന്നത് എന്താടാ വേപ്പർ പ്രഷറിനെ പറ്റിയിട്ടാ പറയുന്നത്. രണ്ടും മാറരുത്. ഓക്കെ, ഇനി ജനറലി നമുക്ക് 2 കാര്യങ്ങൾ ഉണ്ടടാ. 2 ടൈപ്പ് സബ്സ്റ്റാൻസുകൾ ഉണ്ട്. ഒന്ന് വോളറ്റൈൽ സബ്സ്റ്റാൻസുകൾ ഉണ്ടടാ, അതുപോലെ തന്നെ നോൺ വോളറ്റൈൽ സബ്സ്റ്റാൻസുകൾ ഉണ്ട്. എടാ ഈ വോളറ്റൈൽ നോൺ വോളറ്റൈൽ ഞാൻ പറഞ്ഞില്ല ഇതൊന്നും നിങ്ങൾ കാണാതെ പഠിക്കണ്ട കേട്ടോ. ഞാനിതൊക്കെ ചുമ്മാ ഇവിടെ സ്ട്രൈക്ക് തന്നെ അടിച്ചിടാം. ഇതൊന്നും മക്കളെ നിങ്ങൾ കാണാപാഠം ഒന്നും പഠിക്കണ്ട, മനസ്സിലായില്ലേ? ജസ്റ്റ് ഇവിടെ ശ്രദ്ധിച്ചാൽ മതി, നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. അതിനൊന്നും എക്സാമിൽ എഴുതാനൊന്നുമില്ല. എടാ വോളറ്റൈലും നോൺ വോളറ്റൈലും ഉണ്ട്. എടാ വോളറ്റൈൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ വെള്ളം പെട്രോൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇല്ലേ, വെള്ളം പെട്രോള്. ഈ വെള്ളം പെട്രോളിനൊക്കെ പ്രത്യേകത എന്താ? നമ്മൾ ചുമ്മാ വെള്ളം പുറത്ത് വെച്ച് നോക്കും കുറച്ചു നേരം. ആ വെള്ളം ഇപ്പൊ 1 ലിറ്റർ വെള്ളം പുറത്ത് വെച്ച് നോക്കെ, ഡപ്പ തുറന്നിട്ട് വെച്ച് നോക്കെ, നല്ല വെയിലത്ത് കൊണ്ട് വെച്ച് നോക്കില്ല. ഈ റൂം ടെമ്പറേച്ചറിൽ വെച്ച് നോക്കെ. സാധാരണ റൂം ടെമ്പറേച്ചറിൽ വെച്ചാൽ തന്നെ വെള്ളം കുറയുന്നുണ്ട്, നമ്മൾ അറിയുന്നില്ല എന്നുള്ളൂ. പക്ഷെ നമ്മൾ നല്ല ചൂടുള്ള വെയിലത്ത് കൊണ്ട് വെച്ച് നോക്കില്ല, ലേശം വെള്ളം അത് വെറ്റിപ്പോവും. അപ്പൊ ഈ വെള്ളം വെറ്റിപ്പോവാന്ന് പറഞ്ഞാൽ നമുക്ക് നോർമലി അറിയാം വേപ്പറായിട്ട് പോവാണെന്നുള്ളതാണ്. വേപ്പറായിട്ട് പറഞ്ഞാൽ അന്തരീക്ഷത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? കാരണം എന്താ പറയാ ഓക്സിജൻ ഒക്കെ കലർന്നു പോകുന്നുണ്ട് അല്ലെ? H2 അങ്ങനെ മിക്സ് ആയിട്ട് പോകുന്നുണ്ട്. അപ്പൊ നോർമലി അങ്ങനെ മിക്സ് ആയിട്ട് റൂം ടെമ്പറേച്ചർ നമ്മൾ ചൂടോ തീയോ ഒന്നും കൊടുക്കാതെ തന്നെ ചുമ്മാ എന്ത് ചെയ്യുക വേപ്പറായിട്ട് പോകുന്ന സബ്സ്റ്റൻസുകളാണ് നമ്മൾ എന്താ പറയുന്നടാ വോളറ്റൈൽ എന്ന് പറയുന്നത്. വോളറ്റൈൽ വാട്ടർ എക്സാമ്പിൾ ആണ്, പെട്രോൾ ലൈക്ക് ദാറ്റ് എക്സാമ്പിൾ ആണ്, മെഥനോൾ എന്തൊക്കെ എഥനോളൊക്കെ എക്സാമ്പിൾ ആണ്. ഇനി നോൺ വോളറ്റൈൽ നമ്മൾ കുറച്ച് ഉപ്പ് അല്ലെങ്കിൽ എന്താ പഞ്ചസാര ഒക്കെ നമ്മൾ റൂമിൽ കൊണ്ടുവച്ചാൽ മിസ്സായി പോകുന്നുണ്ടാവും. അത് അങ്ങനെ തന്നെ ഇരിക്കും. പഞ്ചസാര നമ്മൾ വീട്ടിൽ എപ്പോഴും വെച്ചാൽ ഒരു പഞ്ചസാര തരി അങ്ങനെ മിസ്സായി പോകുന്ന ശ്രദ്ധയിൽ പെടാൻ ചാൻസ് ഉണ്ടാവും. നിങ്ങൾ നോർമൽ കോമൺ സെൻസിൽ ചിന്തിച്ചു നോക്കാം. ഇല്ല, അതിനൊരു പഞ്ചസാര തരി മിസ്സായിട്ടൊന്നും ഉണ്ടാവില്ല. ആ പഞ്ചസാര തരി അതിലൊക്കെ തന്നെ ഉണ്ടാവും. നമ്മളെ റൂം ടെമ്പറേച്ചറിൽ അത് ഉണ്ടാവൂല, അത് ഉരുകി പോവില്ല. നല്ല ചൂട് കൊടുത്ത പഞ്ചസാര ഉരുകി പോകട്ടെ, അത് വേറെ കേസ്. പക്ഷെ നോർമൽ റൂം ടെമ്പറേച്ചറിന്റെ കാര്യമാണ് പറഞ്ഞത്. നോർമൽ റൂം ടെമ്പറേച്ചർ ആയ സോൾട്ട് ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഉണ്ടാവില്ലടാ, ലയിച്ച് പോവില്ല അന്തരീക്ഷത്തിൽ. അതിന് വിളിക്കുന്ന പേരാണ് എന്ത്? നോൺ വോളറ്റൈൽ. ഇതൊക്കെ ചുമ്മാ എഴുതണ്ടടാ, നോട്ട് വേണ്ട, അതിനൊന്നും നോട്ട് എഴുതണ്ടടാ, ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാടാ. ഇനി വേപ്പർ പ്രഷറിന്റെ കോൺസെപ്റ്റ്, ഇതിലെ ഒരു വേർഡ് പോലും നിങ്ങൾ എഴുതേണ്ട ആവശ്യമില്ല. ഞാൻ ആദ്യമേ പറയാൻ, ഇത് ജസ്റ്റ് കോൺസെപ്റ്റ് ബിൽഡിംഗ് മാത്രമാണ്. ഇതിലെ ഒരു വേർഡ് പോലും എക്സാമിന് നിങ്ങളോട് ചോദിക്കുന്നില്ല. ഞാൻ ആദ്യമേ ഇവിടെ സ്ട്രൈക്ക് അടിക്കുന്നുണ്ട്, മനസ്സിലായോ? കുറെ പേര് ചോദിക്കും എന്താ അതൊക്കെ ഇതൊന്നും വേണ്ടടാ, അത് ജസ്റ്റ് നിങ്ങളെ കോൺസെപ്റ്റ് ബിൽഡിങ്ങിനാണ്. ഒരു കോൺസെപ്റ്റ് മനസ്സിലായാലും എക്സാമ്പിൾ നിങ്ങൾക്ക് എന്തെങ്കിലും എഴുതാൻ പറ്റുള്ളൂ, അതേ സാർ ഉദ്ദേശിക്കുന്നുള്ളൂ. കോൺസെപ്റ്റ് ഇല്ലാണ്ട് നമ്മൾ കെമിസ്ട്രി പഠിച്ച വട്ടപൂജ്യം പോലെ ആവോടാ. കോൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ട് ഓരോ ചാപ്റ്റർ പഠിച്ചൊക്കെ ഫുൾ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാം, എല്ലാ മാർക്കും നിങ്ങൾക്ക് കിട്ടും.
ഓക്കേടാ, അത്രയും ഞാൻ ഉദ്ദേശിച്ചുള്ളത്. ഒന്നും നിങ്ങൾ എഴുതണ്ട, ജസ്റ്റ് നിങ്ങൾ കോൺസെപ്റ്റ് ബിൽഡിംഗ് ആണ്. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കണം മക്കളെ. ഓക്കെ, എടാ വേപ്പർ പ്രഷറിന്റെ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കണം മക്കളെ. ഈ റോൾട്ട് എന്ന് പറയുന്ന വ്യക്തി റോൾട്ട് എന്താ ചെയ്തെന്ന് അറിയോ? റോൾട്ട് ചെയ്തെന്താ വെച്ചാല് ഇതുപോലത്തെ ഒരു പാത്രം എടുത്ത്, റോൾട്ടിന്റെ പരീക്ഷണമാണ് കേട്ടോ. റോൾട്ട് പരീക്ഷിച്ചു എന്ത്, ഒരു പാത്രം എടുത്തു. ആ പാത്രത്തിൽ എന്ത് ചെയ്തടാ, ഇതുപോലെ ഓളട്ടൈൽ ആയിട്ടുള്ള, അപ്പൊ വെള്ളം വീത്തി ഓളട്ടൈൽ ഇട്ടു. അപ്പൊ ഓളട്ടൈൽ എന്ന് പറഞ്ഞപ്പോ നിങ്ങൾക്ക് അറിയാം. അപ്പൊ ഓളട്ടൈൽ ആയിട്ടുള്ള കണ്ടന്റ് വീത്തി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തോടാ, ഇതിന് നോർമൽ അന്തരീക്ഷത്തിൽ ഒരു ചൂട് കൊടുത്തു എന്ന് കൂട്ടാം. ചൂട് കൊടുത്തു. അപ്പൊ ചൂട് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിലെ വെള്ളം എന്ത് ചെയ്യോടാ, മുകളിൽ റോൾട്ട് ബുദ്ധിക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു പാത്രം. നമ്മൾ വീട്ടിൽ ചായ തിളപ്പിക്കുമ്പോഴൊക്കെ ഉണ്ടല്ലേ, ചോറൊക്കെ തിളപ്പിക്കുമ്പോൾ മുകളിൽ പാത്രം വെക്കൂലേ, സെയിം കോൺസെപ്റ്റ്. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇതിൽ നീരാവി മുകളിലോട്ട് പോകും. അപ്പൊ ബ്ലൂ 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 നമ്മൾ പാത്രങ്ങളൊക്കെ വെച്ച് അടിക്കാറ് ശ്രദ്ധയിൽ പെട്ടിട്ടില്ലേ, അതേ സെയിം കോൺസെപ്റ്റ്. അതായത് അതിൽ നിന്ന് പോകുന്ന വേപ്പർ, മുകളിലോട്ട് പൊന്തി പോകുന്ന വേപ്പർ, ചൂടാകുമ്പോൾ അതിന് വേപ്പർ പൊന്തി പോകും. ആ വേപ്പർ മുകളിൽ പോയിട്ട് അത് താഴോട്ട് വീണ്ടും വരുന്ന അവസ്ഥ ആലോചിച്ചോക്കെ. താഴോട്ട് വരിക എന്ന് പറഞ്ഞാൽ താഴോട്ട് വരാൻ വേണ്ടി ഒരു പ്രഷർ കൊടുക്കുന്ന ഒരു അവസ്ഥ ചിന്തിച്ചോക്കെ, അല്ലേ? അപ്പൊ നമ്മളൊരു മൂടി വെച്ച് കഴിഞ്ഞാൽ, മൂടി വെച്ചു, അപ്പൊ മേളിലോട്ട് വെള്ളം നീരാവി മുകളിലോട്ട് പോയി. അപ്പൊ ഈ പാത്രത്തിന് ഒന്ന് മൂപ്പര് പൊക്കും, അല്ലെ? അങ്ങനെ പ്രഷർ കൊണ്ട് പൊക്കും, വീണ്ടും താഴത്തേക്ക് അടിക്കും. അപ്പൊ സ്വാഭാവികം പൊക്കി കഴിഞ്ഞാൽ താഴത്തോട്ട് തന്നെ എന്ത് ചെയ്യുക, എത്ര വെള്ളമാണോ മുകളിലോട്ട് പൊന്തിയെ അത്രയും വെള്ളം എന്ത് ചെയ്യടാ, സെയിം ലിക്വിഡിലേക്ക് തന്നെ വരിക. എന്താണോ അങ്ങോട്ട് പോയ സാധനം, കണ്ട അങ്ങോട്ട് പോയ സാധനം അത് വീണ്ടും എന്ത് ചെയ്യാ, വീണ്ടും നമ്മളെ വെള്ളം തിരിച്ചിറങ്ങുന്ന പ്രോസസ്സ് എവിടെ, ലിക്വിഡിന്റെ മണ്ടമേലേക്ക് തിരിച്ചിറങ്ങാം. അതാണ് എന്ത്, നമ്മുടെ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത്. നിങ്ങൾ നോക്കിയോ ഡെഫിനിഷൻ എന്താ, ഡെഫിനിഷൻ കാണാതെ പഠിക്കണ്ട. ദ പ്രഷർ എക്സൈറ്റഡ് ബൈ വേപ്പർ ഓൺ ദി സർഫസ് ഓഫ് ദ ലിക്വിഡ് അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ. അതായത് സർഫസ് ഓഫ് ലിക്വിഡിലോട്ട് എന്ത് ചെയ്യാടാ, അതേ എന്ത് ചെയ്യാ, ആ എന്താ പറയാ, വെള്ളത്തുള്ളികൾ വന്ന് അടിക്കുക. അതിനെ വിളിക്കുന്ന പേരാടാ വേപ്പർ പ്രഷർ. ഡെഫിനിഷൻ കാണാതെ പഠിക്കണ്ട, ചുമ്മാ മനസ്സിലാക്കി വെക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി ഇപ്പൊ നമുക്ക് നോർമലി ഇവാപറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഈ ഇവാപറേഷൻ ആണ് ഇവിടെ നടക്കുന്നത്. ലിക്വിഡ് എന്ത് ചെയ്യാം, വേപ്പർ ആയിട്ട് മാറൂലേ. ലിക്വിഡ് നീരാവിയായി മാറും, വേപ്പർ എന്ന് പറയുന്നതാണല്ലോ. ലിക്വിഡ് വേപ്പർ ആയിട്ട് മാറുന്ന പേരാടാ വേപ്പറൈസേഷൻ. വേപ്പറൈസേഷൻ. നേരെ റിവേഴ്സ്, വേപ്പർ വെള്ളമായി മാറാം. വേപ്പർ വെള്ളമായിട്ട് മാറുന്നതിനെ വിളിക്കുന്ന പേരാ കണ്ടൻസേഷൻ എന്ന് വിളിക്കും. അപ്പൊ സപ്പോസ് വേപ്പറൈസേഷൻ ഇവിടുന്ന് ഇപ്പൊ 10 യൂണിറ്റ് വെള്ളമാണ് വേപ്പറായി പോയി. അതേ 10 യൂണിറ്റ് വെള്ളം വേപ്പർ എന്ത് ചെയ്യുക, തിരിച്ചു വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അങ്ങോട്ട് പോയത് ഇങ്ങോട്ട് വന്നു. അതിനെ വിളിക്കുന്നത്, നമ്മൾ കുറെ പേർക്ക് ഇക്വിലിബ്രിയം എന്നൊക്കെ കേൾക്കുമ്പോൾ ചിലർക്ക് പേടിയാവും. ഈ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ 10 മോള് വെള്ളം അങ്ങോട്ട് പോയി വേപ്പറായി, അതേ 10 മോള് നേരെ റിട്ടേൺ ഇങ്ങോട്ട് തന്നെ വന്ന്, ദാറ്റ് ഈസ് കണ്ടൻസേഷൻ. റിട്ടേൺ കണ്ടൻസേറ്റ് ഇങ്ങോട്ട് തന്നെ വന്നു. അങ്ങനെ സംഭവിക്കുന്ന ആ സ്റ്റേജിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ഇക്വിലിബ്രിയം എന്ന്. ഇക്വിലിബ്രിയം. അതൊക്കെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ റോൾസ് ലോയിൽ കയറാൻ പോവാണ്. പതുക്കെ നമ്മൾ ഇനി ഡെഫിനേഷൻ പിടിക്കാൻ പോവാണ്, റോൾസ് ലോയുടെ ഡെഫിനേഷൻ പിടിക്കാൻ പോവാണ്. ഓക്കേടാ, ഇനിയാണ് നമ്മളെ കളിക്കേണ്ടത്, ഇനിയാണ് പഠിക്കാനുള്ളത്. ഇവിടുന്ന് അങ്ങോട്ട് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. റോൾസിന്റെ ഡെഫിനിഷൻ പറയാൻ പോവാടാ. ഇനിയാണ് നമ്മൾ ശ്രദ്ധ ഒന്നും കൂടെ കൊടുക്കേണ്ടത്. ശ്രദ്ധിച്ചോ, ഒരു പാത്രത്തിൽ ലിക്വിഡ് ഉണ്ട്, നല്ല ഭംഗിയുള്ള ലിക്വിഡ് അല്ലെ, ഒരു വെള്ളം, എന്തൊരു വെള്ളം ലിക്വിഡ് ഉണ്ടാ. സ്വാഭാവികമായിട്ടും ഈ മൂടിന്റെ മുകൾക്ക് ഒരു പ്രഷർ ഉണ്ടാവുമല്ലോ. ആ പ്രഷറിനെ ജനറലി ഞാൻ പറയുന്നതാണ് എന്ത്, പ്രഷർ. ഇതിപ്പോ എ ആയിട്ട്, ഇപ്പൊ L1 ആണ് ഞാൻ എടുത്തത്, ജനറലി ഇത് എ എന്നിരിക്കട്ടെ. ഓക്കെ, ഇത് എ ആടാ, ഇത് ബി ആടാ. ഒന്നാമത്തെ എന്താണ് ഞാൻ വേറെ കളറിൽ എഴുതാം, അപ്പൊ നമുക്കൊന്ന് ക്ലാരിറ്റി ഉണ്ടാവും. എടാ ഇത് എ, L1 എന്ന് പറഞ്ഞടാ, ഇത് ബി കേട്ടോ. നമ്മുടെ ടെക്സ്റ്റ് ഡെഫിനിഷൻ എങ്ങനെയാടാ, എ ബി. ഓക്കെ, എ ബി. അപ്പൊ ഇത് എ, ഇത് ബി, ഇത് രണ്ടും മിക്സിംഗ് ആണ്. ഇതിലെന്തുണ്ടടാ, രണ്ട് മിക്സിംഗ് ആണ്, A+B ആണ്. ഇത് എ എന്ന് പറഞ്ഞ ലിക്വിഡാ, ഇത് ബി എന്ന് പറഞ്ഞ ലിക്വിഡ് ഈക്വൽ ടു രണ്ടും പാടെ ഞാൻ മിക്സ് ചെയ്ത ലിക്വിഡ് ആണ്. അതിനെ നമുക്ക് വിളിക്കാൻ സൊല്യൂഷൻ എന്ന് പറയാം, കാരണം രണ്ടെണ്ണം മിക്സ് ചെയ്തുകൊണ്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു, സൊല്യൂഷൻ ആണല്ലോ. ഓക്കെ, സ്വാഭാവികമായിട്ടും ഇപ്പൊ ഈ പാത്രത്തിൽ എന്ത് മാത്രമേ ഉള്ളൂ, എ എന്ന് പറയുന്ന സൊല്യൂഷനേ ഉള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിപ്പോ ഇതിന് ചൂട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിങ്ങനെ പോയിട്ട് ഈ പാത്രം തട്ടി തിരിച്ചിറങ്ങും അല്ലെ. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടെ എ എന്ന് പറയുന്ന ഒരൊറ്റ കണ്ടന്റേ ഉള്ളൂ, ഇതിലുള്ള എന്തോ കണ്ടന്റ് അല്ലെ. ഇതിലിപ്പോ എന്താ പറയാ, മുന്തിരി ജ്യൂസ് ആണെങ്കിൽ ആ മുന്തിരി ജ്യൂസ് പോയി അടിക്കുന്നത് പറഞ്ഞ ഒരൊറ്റ കണ്ടന്റേ ഉള്ളൂ. അതിനെ നമുക്ക് നോർമലി എന്താ പറയുക, പ്രഷർ പി എ, നമുക്ക് എന്ത് പറയാം, പി എ നോട്ട് എന്ന് പറയാം. അപ്പൊ നോട്ട് എന്ന് പറയുമ്പോൾ പേടിക്കൊന്നും വേണ്ട മക്കളെ. ഈ പി എ നോട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് എന്തുള്ളൂ അറിയോ, ആ പാത്രത്തിൽ ഒരൊറ്റ ലിക്വിഡേ ഉള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ടും അതിന്റെ വേപ്പർ പ്രഷറിനെയാണ് പി എ നോട്ട് എന്ന് മാത്തമാറ്റിക്കലി റെപ്രസെന്റ് ചെയ്തതാണ്.
ഇനി ബിയുടെ കേസിലാണെങ്കിൽ എന്ത് പറയാം? ആ പ്രഷർ എന്താണ് പി ബി എന്ന് പറയാം നോട്ട്. കാരണം അതിൽ ബി എന്ന് പറയുന്ന ഒരൊറ്റ ലിക്വിഡ് മാത്രമേ ഉള്ളൂ. ഇനി സ്വാഭാവികമായിട്ട് നമുക്ക് ഗെയിം എന്താണ്? ഇത് രണ്ടും കൂടെ നമ്മൾ ഒരു പാത്രത്തിൽ കൊണ്ട് മിക്സ് ചെയ്ത്, അപ്പൊ സ്വാഭാവികമായിട്ട് ഇനി എന്തുണ്ടാവും? ആ എയുടെ അല്ലെ രണ്ടാണ് അല്ലെ, രണ്ടും മിക്സ് ചെയ്തേന്നുള്ളൂ. പക്ഷെ എ ഉണ്ടാക്കുന്ന പ്രഷറും ബി ഉണ്ടാക്കുന്ന പ്രഷറും വ്യത്യസ്തമായിരിക്കും അല്ലെ. എ ചിലപ്പോ കൂടുതൽ ഏതിലുണ്ടെങ്കിൽ എയുടെ പ്രഷർ കൂടും, ബി കുറവാണെങ്കിൽ ബിയുടെ പ്രഷർ കുറയും. ബി ആണ് കൂടുതലെങ്കിൽ ബിയുടെ പ്രഷർ കൂടും, എ കുറവാണെങ്കിൽ എയുടെ പ്രഷർ കുറയും. അതൊക്കെ വരാം. അതൊക്കെയാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോ ചിന്തിക്കേണ്ടത്, അങ്ങനെ വരുമ്പോ ഇവിടെ എ ഉണ്ടാക്കുന്ന പ്രഷറിനെ നമ്മൾ നോട്ട് റെപ്രസെന്റേഷൻ വേണ്ടടാ. കാരണം ഇവിടെ ഉണ്ടല്ലോ പി എ നോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? എ മാത്രമുള്ളതാ. രണ്ടും മിക്സ് ചെയ്ത സൊല്യൂഷനിലാണെങ്കിൽ നമുക്ക് സിംപ്ലി പി എ എന്ന് പറഞ്ഞാൽ മതി. ബിയുടെ കേസിൽ എന്തെന്ന് പറയാം? പി ബി എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ സൊല്യൂഷനിലുള്ള എയുടെ പ്രഷറിനെ നമുക്ക് എന്ത് പറയാം? പി എ എന്ന് പറയാം. ബി എന്ന് പറയുന്ന കണ്ടന്റ് എന്ത് പറയാം? പി ബി എന്ന് നമുക്ക് പറയാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? റോൾട്ടിലോട്ട് നമുക്ക് പോവാം. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ഇത് എങ്ങനെയാണെന്നാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിച്ചോട്ടാ, ഡെഫിനിഷനാ പറയുന്നേ. പി എ ആണെങ്കിൽ ഇതവിടെ നിൽക്കട്ടെ, നമുക്ക് അടുത്ത പേജിലോട്ട് പോവാം. അപ്പൊ നമുക്ക് അതിന്റെ ഡെഫിനിഷൻ ഇവിടെ കിടക്കുന്നുണ്ട്. റോൾട്ട് ലോ പറയാണ്, ഫോർ എ സൊല്യൂഷൻ ഓഫ് എ വോളറ്റൈൽ ലിക്വിഡ്. വോളറ്റൈൽ ലിക്വിഡ് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരുന്നല്ലോ, വേപ്പറായി വേഗം പോകുന്ന സാധനത്തിന് വോളറ്റൈൽ ലിക്വിഡ് എന്ന് പറയാം. ഫോർ എ സൊല്യൂഷൻ ഓഫ് വോളറ്റൈൽ ലിക്വിഡ് ദ പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് ഈച്ച് ലിക്വിഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് സ്മോൾ ഫ്രാക്ഷൻ. അതായത് പി എ എന്ന് പറയുന്നതാണല്ലോ സൊല്യൂഷന്റെ, വോളറ്റൈൽ സൊല്യൂഷന്റെ ലിക്വിഡിനെ പറ്റിയിട്ടാ പറയുന്നത് നമ്മൾ. അപ്പൊ എക്സാമിന് ഓർക്കേണ്ടത് എന്താണെന്നറിയോ? ആ സൊല്യൂഷനെ പറ്റിയിട്ടാ പറയുന്നത് ഓർക്കാം. ഓക്കെ, അതാണ് ഫോർ എ സൊല്യൂഷൻ ഓഫ് വോളറ്റൈൽ ലിക്വിഡ്സ്. രണ്ടും കമ്പൈൻ ചെയ്തതിന്റെ ഔട്ട്പുട്ടിൽ വെച്ചിട്ടാണ് നമ്മൾ ആൻസർ പറയുന്നത്. ഓക്കെ, ഔട്ട്പുട്ട് പറയുമ്പോൾ നമ്മൾ പി എ നോട്ട് എന്നാണോ പറയാ, പി എ എന്നാണോ പറയാ? പി എ എന്നാണ് പറയാ. അത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്തായിരിക്കും? മോൾ ഫ്രാക്ഷൻ ഓഫ് എ ആയിരിക്കും. എന്താ വാട്ട് ഇസ് മീനിങ് ഓഫ് മോൾ ഫ്രാക്ഷൻ? എന്താണ് ഇത് എഴുതി വെച്ചിരിക്കുന്നത് അല്ലെ? അതായത് അതിന്റെ പ്രഷർ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? അതിലുള്ള എയുടെ കണ്ടന്റ്. നന്നായി ശ്രദ്ധിച്ചോട്ടാ. അതായത് ഇതിലുള്ള എയുടെ കണ്ടന്റ് ഡിപ്പെൻഡ് ചെയ്യില്ലേ? എയുടെ അളവ് കൂടുകയാണെങ്കിൽ എന്തെങ്കിലും സ്വാഭാവികമായിട്ട് പ്രഷർ കൂടും അല്ലെ. ഇപ്പൊ ബിയുടെ അളവാണ് കൂടുതൽ, ബിക്ക് പ്രഷർ. അപ്പോ സ്വാഭാവികമായിട്ടും എയുടെ പ്രഷർ കൂടെ എ കൂടും, ബി ആണെങ്കിൽ ബി കൂടും. ഇത് നമുക്ക് അറിയുന്ന കാര്യമാണ്. അപ്പോ ഈ ഒരു കോൺസെപ്റ്റിൽ നിന്നാണ് നമുക്ക് ഡെഫിനിഷൻ എഴുതേണ്ടത്. പി എ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കൈ എ. പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ പൊന്നു മക്കളെ നമുക്ക് എന്ത് ചെയ്യാടാ? നമ്മൾ നേരത്തെ പറഞ്ഞ ഈക്വൽ ടു ആ പി എ എന്തിട്ട് കൊടുക്കുക? നോട്ട് ഇട്ട് കൊടുക്കുക. പി എ നോട്ട് ഇൻറ്റു എന്ത് വരുവാടാ? കൈ എ ഇൻറ്റു കൈ എ. പി എ നോട്ട് ഒരു സിംഗിൾ കേസിന്റെ പേരിൽ പറഞ്ഞില്ലേ നമ്മൾ പി എ നോട്ട്, അത് തട്ടി കൊടുക്കുക. ദാറ്റ് ഈസ് കോൺസ്റ്റന്റ് പ്രൊപ്പോർഷണാലിറ്റി. സോ അതേപോലെ തന്നെ പ്രോബബിലിറ്റി സോറി പി ഓഫ് ബി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്ത് വരുവാടാ? കൈ എന്ത് വരുവാടാ? ബി വരും. പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ എന്ത് വരടാ? പാർഷ്യൽ പ്രഷർ ഓഫ് ബിയുടെ എന്താ ഈക്വൽ ടു എന്ത് വരടാ? പി ബി നോട്ട് ഇൻറ്റു എന്ത് വരുവാടാ? കൈ ബി. അപ്പൊ ഇത് എക്സാമിന് എഴുതണം. ഈ ഡെഫിനിഷൻ ചോദിച്ചാൽ ഇതും പാടെ എഴുതി വെക്കണം. നിങ്ങൾ ഇത് രണ്ടും എഴുതി വെക്കണം കേട്ടോ. ഡെഫിനിഷൻ എഴുതി കഴിഞ്ഞാൽ ഇത് എഴുതണം, നിർബന്ധമാണ്. ഇത്രേ എഴുതണ്ടുള്ളൂ. Rolle's law definition for a solution of volatile liquid, partial vapor pressure each liquid is directly proportional to its mole fraction. ഈ കൈയിനെടാ മോൾ ഫ്രാക്ഷൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ എക്സാമ്പിൾ സപ്പോസ് നിങ്ങൾ മറന്നു, സാറേ ഞാൻ മറന്നുപോയി, എനിക്ക് ഈ ഡെഫിനിഷൻ ഒന്നും ഞാൻ എന്താണ് വട്ടപൂജയായി. എക്സാമ്പിളിൽ ഞാൻ എന്ത് ചെയ്തു? കംപ്ലീറ്റ് ബ്ലാങ്ക് അടിച്ചു പോയി. അങ്ങനെ കുട്ടികൾ പറയാറില്ല, ബ്ലാങ്ക് അടിച്ചു പോയി. അങ്ങനെ ബ്ലാങ്ക് അടിച്ചാൽ നിങ്ങൾ ഇങ്ങനെ പഠിച്ചു വെച്ചോടാ. നിങ്ങൾ എന്ത് ചെയ്യുക? ഇത് മാത്രം ഓർത്തിരിക്കുക. പി എ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കൈ എ എന്ന് പഠിക്കുക. അതുപോലെ തന്നെ പി ബി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്തെന്ന് പഠിക്കടാ? കൈ ബി എന്ന് പഠിക്കുക. പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ പി എ എന്തോ ആവട്ടെ. അപ്പൊ നിങ്ങൾ ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഫോർ എ അതായത് പാർഷ്യൽ വേപ്പർ എന്താടാ? ലിക്വിഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു. ഈ കൈ എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് അറിയണടാ മോൾ ഫ്രാക്ഷൻ എന്ന് പഠിക്കടാ. കൈ എന്ന് പറഞ്ഞാൽ മോൾ ഫ്രാക്ഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കൈ എന്ന് പറഞ്ഞാൽ മോൾ ഫ്രാക്ഷൻ. നിങ്ങൾ ആ വേർഡ് പഠിക്കുക, വേർഡ് നിർബന്ധമാണ്. പാർട്ടിലാണ് ഏറ്റവും കൂടുതൽ നമുക്ക് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യും. 100% നിങ്ങൾ ക്ലാസ് ജസ്റ്റ് കേട്ടാൽ മാത്രം മതിയാ. വരുന്ന എക്സാമിന് ഷുവർ ആയിട്ടും നിങ്ങൾ എന്ത് ചെയ്തോടാ? എക്സാമിന് ആൻസർ എഴുതിയിരിക്കും. ഓക്കേടാ. അപ്പൊ നമ്മൾ
സ്റ്റാർട്ട് ചെയ്യുന്നതിന് ബിഫോർ ആയിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ക്ലാസ് കാണുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ലൈക്ക് തരിക. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടാവും, 100% നിങ്ങൾക്ക് ഇഷ്ടാവും, അത് ഉറപ്പാണ്. ഇഷ്ടമായില്ലെങ്കിൽ നിങ്ങൾ ഡിസ്ലൈക്ക് അടിച്ചോ, നോ പ്രോബ്ലം. ഇഷ്ടമാണെങ്കിൽ ക്ലാസ്സിന് എന്ത് ചെയ്യണം, ഒരു ലൈക്ക് തരിക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ കമന്റ് രേഖപ്പെടുത്തുക കേട്ടോ. ഓർഗാനിക് ഒക്കെ വരുന്നുണ്ട്, ഒക്കെ എടുത്തു തരുന്നുണ്ട്. ഓക്കെ, സോ നമ്മൾ ലാസ്റ്റ് നിർത്തിയിട്ട് റോൾസ് ലോയിലാണ് നമ്മൾ നിർത്തിയിട്ടുണ്ടായിരുന്നത് അല്ലെ. അപ്പൊ നമ്മൾ അതൊക്കെ പറഞ്ഞതാണ്, ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞതാണ്. പക്ഷെ ഇനി നമ്മൾ നോക്കുന്നത് റോൾസ് ലോനെ കണക്ട് ചെയ്യുന്ന ഒരു ഗ്രാഫ് ഉണ്ട്. അത് ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് ചോദിക്കുന്നതാണ്. ഞാൻ ആ ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മൾ സ്റ്റേറ്റ് എക്സാമിന് വന്ന അതേ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ എല്ലാവരും ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം. ക്വസ്റ്റ്യൻ എന്താ? ഡ്രോ എ പ്ലോട്ട് ഓഫ് വേപ്പർ പ്രഷർ ആൻഡ് മോൾ ഫ്രാക്ഷൻ ഓഫ് എൻ ഐഡിയൽ സൊല്യൂഷൻ അറ്റ് എ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. അപ്പൊ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ സാറേ എനിക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് മനസ്സിലാവുന്നില്ല എന്ന് കുറെ പേര് പറയുന്നതാണ്. ഈസി ആക്കി മനസ്സിലാക്കി തരാം. നിങ്ങൾ ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ വേപ്പർ പ്രഷർ എന്ന് കാണാനുണ്ട്, ദാറ്റ് ഈസ് VP അല്ലെ. VP ആണ് വേപ്പർ പ്രഷർ, അത് കൺഫ്യൂഷൻ ഇല്ല. മോൾ ഫ്രാക്ഷൻ, എടാ ഈ മോൾ ഫ്രാക്ഷൻ ആണ് നമ്മളെ കൈ. നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മോൾ ഫ്രാക്ഷൻ എന്താ? കൈ. ഓക്കെ, അപ്പോ വേപ്പർ പ്രഷറും മോൾ ഫ്രാക്ഷനും കണക്ട് ചെയ്യുന്ന ഗ്രാഫ് വരക്കാനാണ് നമ്മളോട് പറയുന്നത്. ഓക്കേടാ, അപ്പൊ ഇവിടെ നമുക്ക് നോക്കുന്നത് ഒരു സൊല്യൂഷന്റെ കേസിലാണ് നമ്മൾ നോക്കുന്നത്. ഒരു സൊല്യൂഷൻ എന്ന് പറയാൻ നമുക്കറിയാം, രണ്ടാളുകളെ കമ്പൈൻ ചെയ്താലാണ് ഒരു സൊല്യൂഷൻ ഉണ്ടാവുക. അപ്പൊ അതിന്റെ കോൺസെപ്റ്റ് ഒക്കെ ഞാൻ പറഞ്ഞിരുന്നു. എന്നാലും നമുക്കിതൊന്ന് സ്റ്റാർട്ട് ചെയ്യാം, എങ്ങനെ ഗ്രാഫ് വരക്കാം എന്നുള്ളത്. ഓക്കേടാ, ഫസ്റ്റ് നമുക്കറിയാം രണ്ടാളുകൾ കൂടിയാലല്ലേ സൊല്യൂഷൻ ഉണ്ടാവുള്ളൂ. ഞാൻ ഇവിടെ ഇങ്ങനെ സെപ്പറേറ്റ് രണ്ടെണ്ണത്തിന്റെ ഇങ്ങനെ സെപ്പറേറ്റ് വരക്കുക എന്ന് പറയുന്നത് എന്താടാ? രണ്ടിന്റെ എക്സ് സെയിം ആ. ഇപ്പൊ ഞാൻ ഇത് മോൾ ഫ്രാക്ഷൻ ആണെന്ന് വിചാരിക്കാം. ഞാൻ എക്സ് ആക്സിസ് മോൾ ഫ്രാക്ഷൻ ആണ് എടുക്കുന്നത് വിചാരിക്കാം. MF ദാറ്റ് ഈസ് മോൾ ഫ്രാക്ഷൻ, ദാറ്റ് ഈസ് കൈ. ഞാൻ കൈ ആണ് എടുക്കുന്നത് വിചാരിക്കുക. ഇതിന്റെ Y ആക്സിസ് ഞാൻ വേപ്പർ പ്രഷർ ആയിട്ടാണ് എടുക്കുന്നത് വിചാരിക്കുക. നിങ്ങൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, രണ്ടിലും കൊടുക്കുന്ന മോൾ ഫ്രാക്ഷൻസിന്റെ അളവ് എന്ന് പറയുന്നത് സെയിം അല്ലെ. നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് സെയിം ആണ്. അതിനനുസരിച്ച് എത്രയാണ് എന്താ പറയാ VPയിൽ എത്ര വേരിയേഷൻ ഉണ്ടെന്ന് രണ്ടും കൂടെ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നതാ, ഈ ഗ്രാഫിനെ നമ്മൾ ഒരുമിപ്പിക്കുന്നു. അതായത് ഒന്നാമത്തെ VPനെ കൊണ്ടുപോയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നതാ, ഇവിടെ കൊണ്ടുപോയി തട്ടുന്നു. എന്നാൽ രണ്ടിന്റെയും മോൾ ഫ്രാക്ഷൻസ് എന്താണ്? നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടുകൾ സെയിം ആണ്, എന്നാൽ അതിന് കിട്ടുന്ന ഔട്ട്പുട്ടുകൾ എന്തായിരിക്കോടാ? ഡിഫറെന്റ് ആയിരിക്കും അല്ലെ. നമ്മളിപ്പോ രണ്ട് ഫംഗ്ഷന് കൊടുക്കുന്ന ഇൻപുട്ടുകളൊക്കെ ഒരേപോലത്തെ ഇൻപുട്ടുകളാണ് കൊടുക്കുക. പക്ഷെ രണ്ട് പ്രോഡക്റ്റിന്റെ ഔട്ട്പുട്ട് എന്ത് ചെയ്യും? മാറിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഇൻപുട്ട് മോൾ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് പോരടാം. ഔട്ട്പുട്ട് എന്ത് ചെയ്യാം? രണ്ട് സ്ക്രീന് കാണിക്കാം. അപ്പൊ അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നതാ, ഇവിടെ നമ്മൾ ഇത് വരക്കാൻ പോകുന്നത്. വളരെ സിമ്പിൾ ആണ്. അത് എക്സാമിന് ചോദിക്കുന്നത്, 2 മാർക്കിനാണ് എക്സാമിന് ചോദിക്കുന്നത്. വളരെ ഈസി ആയിട്ട് വരക്കാം. എല്ലാവരും ശ്രദ്ധിച്ചോ, എല്ലാവരും ഇപ്പൊ തന്നെ പഠിച്ചോ കേട്ടോ. അതൊന്നും എഴുതി പഠിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല, നിങ്ങൾക്ക് ക്ലാസ് കാണാൻ തന്നെ മനസ്സിലാവും. ഓക്കെ, സോ നമുക്ക് നോക്കാം. അപ്പൊ ഞാനൊരു പെട്ടിക്കൂട് പോലെ ഇങ്ങനെ വരയ്ക്കുകയാണ് കേട്ടോ. ഉദ്ദേശിക്കുന്നത് ഇത് മോൾ ഫ്രാക്ഷൻ MF മോൾ ഫ്രാക്ഷൻ കൊടുത്തിട്ടുണ്ടാ. ഇത് ഞാൻ എന്താടാ VP എന്ന് കൊടുക്കാം. VP എന്ന് പറഞ്ഞാൽ എന്താടാ? വേപ്പർ പ്രഷർ. ഞാൻ ഷോർട്ടൻ ചെയ്തിട്ടാണ് എഴുതിക്കുന്നത്. വേപ്പർ പ്രഷർ മോൾ ഫ്രാക്ഷൻ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? MF എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇനി ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, ഞാൻ പറഞ്ഞു നിങ്ങളോട് ഒരു സൊല്യൂഷൻ മാത്രമേ ഉള്ളൂ. ഇത് വേറൊരു സൊല്യൂഷൻ, ഇത് A എന്ന് പറഞ്ഞ സൊല്യൂഷൻ, ഇത് B എന്ന് പറഞ്ഞ സൊല്യൂഷൻ. ഒരു സൊല്യൂഷൻ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അവരുണ്ടാക്കുന്ന വേപ്പർ പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? PA നോട്ട് ആയിരിക്കും. ബിയുടെ കേസിൽ എന്തായിരിക്കുംടാ? PB നോട്ട് ആയിരിക്കും. എന്നാൽ ഇവർ കമ്പൈൻ ചെയ്തിട്ട് ഇത് രണ്ടും പാടെ കമ്പൈൻ ചെയ്തിട്ട് ഒരു സൊല്യൂഷൻ ആക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഉണ്ടാക്കുന്ന വേപ്പർ പ്രഷർ എന്തായിരിക്കുംടാ? A ഉണ്ടാക്കുന്ന വേപ്പർ പ്രഷർ PAയും B ഉണ്ടാക്കുന്നത് എന്താടാ? PB ആയിരിക്കും. എന്ന് ഓൾറെഡി ഞാൻ ഇതൊക്കെ ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞതാണ്. ആ പാർട്ട് അറിയില്ലെങ്കിൽ ആ പാർട്ട് വീഡിയോ നിങ്ങൾ നിർബന്ധമായിട്ടും കാണാം. അത് കാണാത്ത കണ്ട ആളുകളാണെങ്കിൽ പിന്നെ കൂടുതൽ കാര്യങ്ങൾ ഡീറ്റെയിൽ ഇവിടെ പറയേണ്ട ആവശ്യമില്ല. സോ ഇനി ശ്രദ്ധിക്കാം. ഇനി മോൾ ഫ്രാക്ഷൻ നമ്മൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താടാ? ഈ പാർട്ടിൽ ഒരു കാര്യം ശ്രദ്ധിക്കാണ്ട് മക്കളെ, ശ്രദ്ധിച്ചോ. എടാ ഇവിടെ എഴുതേണ്ടത് കൈ A എന്നാണ്. XA എന്ന് എഴുതിയാൽ കൈ എന്ന് പറഞ്ഞ ഒരു X ഇട്ടാലും മതി കേട്ടാ. അപ്പൊ കൈ A. അതുപോലെ ഇവിടെ കൈ B ഉണ്ട്, ഇവിടെയും കൈ A ഉണ്ടടാ, അതുപോലെ കൈ B ഉണ്ട്. അതായത് ഒന്നാമത്തതിന്റെ മോൾ ഫ്രാക്ഷൻ രണ്ടാമത്തതിന്റെ മോൾ ഫ്രാക്ഷൻ, ദാറ്റ് ഈസ് കൈ A കൈ B. എടാ ഇവിടെ കൈ B 1 ആണ്. അപ്പൊ ഓട്ടോമാറ്റിക്കലി ഈ പോയിന്റിൽ കൈ B. നോർമലി മാക്സ് നോക്കടാ, കൈ A പ്ലസ് കൈ B എപ്പോഴും എത്ര ആയിരിക്കും അറിയോ? 1 ആയിരിക്കും. കൈ A പ്ലസ് കൈ B എപ്പോഴും എത്ര ആയിരിക്കും? 1 ആയിരിക്കും. അതായത് ഒരു സംഭവത്തിന്റെ ഒരു പാത്രത്തിലുള്ള മോൾ ഫ്രാക്ഷൻ എയും മോൾ ഫ്രാക്ഷൻ B സം ചെയ്ത ഓൾവേസ് 1 ആയിരിക്കും. നമ്മൾ പ്രോബിലിറ്റിയിലൊക്കെ പറയില്ല മാത്സിൽ, അതേപോലെ തന്നെ. സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ കൈ A ഈക്വൽ ടു 1, അങ്ങനെയാണെങ്കിൽ കൈ B ഓട്ടോമാറ്റിക്കലി എത്ര ആയിരിക്കും? 0 ആയിരിക്കും. അപ്പോ അങ്ങനെ നോക്കുകയാണെങ്കിൽ നിങ്ങൾ പറ മക്കളെ, നിങ്ങൾ പറ
നമുക്കറിയാം കയ്യെ 1 ആണെന്നുണ്ടെങ്കിൽ ഷുവർ ആണ് അതിൽ ഇന്നർ മീനിങ് നിങ്ങൾ മനസ്സിലാക്കണം. അവിടെ എന്ത് മാത്രമേ ഉള്ളൂ, എ എന്ന് പറയുന്ന എന്താ പറയാ എ എന്ന് പറയുന്ന ലിക്വിഡ് മാത്രം, അല്ലെങ്കിൽ എ എന്ന് പറയുന്ന സോൾവെന്റ് സൊല്യൂട്ട് എന്താണെന്ന് വെച്ചാൽ അത് മാത്രമേ ഉള്ളൂ എന്നാണ്. അപ്പൊ അത് ഉണ്ടാക്കുന്ന മോൾ ഫ്രാക്ഷൻ അത് ഉണ്ടാക്കുന്ന വേപ്പർ പ്രഷർ നമുക്ക് ഉറപ്പായിരിക്കും അതിന് പേര് കൊടുക്കാം. എന്ത് കൊടുക്കാം? ഉറപ്പായിരിക്കും അതിന്റെ പേരെങ്ങനെ ആയിരിക്കൂടാ? PA നോട്ട് അല്ലെ? 100% നമുക്ക് PA നോട്ട് ആയിരിക്കും. എന്തുകൊണ്ടാണ് നമുക്ക് ഉറപ്പിച്ച് PA നോട്ട് എന്ന് എഴുതാൻ കാരണം അവിടെ A മാത്രമേ ഉള്ളൂ. കാരണം B എന്താണ്? 0 ആയതുകൊണ്ടാണ്. ഇനി ഇവിടെ ഓട്ടോമാറ്റിക്കലി ഇവിടെ 1 എന്ന് വിചാരിക്കാം. ഈ എൻഡ് 1, അപ്പൊ ഇത് ഓട്ടോമാറ്റിക്കലി 0, എൻഡിങ് 0. അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് അപ്പൊ നിങ്ങൾ നോക്കേണ്ടത് എന്താ വെച്ചാൽ അറിയണേ, എടാ കയ്യെ 1, ഈ 1ൽ നിന്ന് ഇതിങ്ങനെ പോയി ഏതിലോട്ടാ പോകുന്നത്? 1ൽ നിന്നും ഇതാണോട് മാറി ഉൾട്ടായി ഇത് 0 ആണ്, ഇത് 1. നേരെ റിവേഴ്സ് എഴുതാം കേട്ടോ. കയ്യെ 1 കൊടുത്തു, കൈ B 0 കൊടുത്തു, നേരെ ഉൾട്ടാ കയ്യെ 0 കൊടുക്കുക, കൈ B 1 കൊടുക്കാം. ഇനി നിങ്ങൾ നോക്കാം, 1ൽ നിന്നും 0യിലോട്ട് പോവാ എന്ന് പറഞ്ഞ മീനിങ് എന്താണ്? കുറഞ്ഞു പോവാ എന്നുള്ളതാണ്. 0യിൽ നിന്നും 1ലോട്ട് പോവാ എന്ന് പറഞ്ഞാൽ എന്താണ്? കൂടി പോവാ എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് കയ്യെ 1ൽ നിന്നും 0യിലോട്ട് പോവാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത് ഇപ്പോ P ആണല്ലോ കയ്യനെ റെപ്രസെന്റ് ചെയ്യുന്ന വേപ്പർ പ്രഷർ. അപ്പൊ ഇത് 0 ആവുക എന്ന് പറഞ്ഞാൽ കുറയുക എന്നുള്ളതല്ലേ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? വരക്കുമ്പോ കുറഞ്ഞ് ഏതിലോട്ട് എത്തും? എൻഡിങ്ങില് 0യിലെത്തും. കൺഫ്യൂഷൻ ഇല്ലല്ലോ. ഒബ്വിയസ്ലി ഇനി കൂടുതൽ റിസ്ക് എടുക്കാനൊന്നുമില്ല. ഇവിടുന്ന് നേരെ എന്ത് ചെയ്യുക? അങ്ങോട്ട് ഒരു സാധനം തട്ടി കൊടുക്കാം. കുറെ പേർക്ക് ഡൗട്ട് ഉണ്ടാവും, സാറേ ഇത് താത്തി വരക്കണം. അതൊക്കെ നിങ്ങളുടെ ചോയ്സ് ആണ്. താത്തിയാലും പൊക്കിയാലും ഒന്നും കുഴപ്പമില്ലടാ, ഇങ്ങനെ ഒരു സാധനം ഇവിടെ ഉണ്ടായാൽ മതി, അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഓക്കെ, അതെല്ലാം നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഭംഗിക്ക് ഇങ്ങനെ വേണമെങ്കിൽ സ്ലോപ്പ് പോലൊക്കെ കൊടുക്കാം. അപ്പോ നിങ്ങൾക്ക് പൊക്കണമെങ്കിൽ പൊക്കാം, താത്തണമെങ്കിൽ താത്താം, അതൊന്നും യാതൊരു പ്രോബ്ലം ഇല്ല. പക്ഷെ ഇവിടെ കൊടുക്കുന്ന ലെറ്റർ PA നോട്ട് ആയിരിക്കണം. ഒബ്വിയസ്ലി ഇത് ഓട്ടോമാറ്റിക്കലി എന്തായിരിക്കും? അവിടെ B മാത്രമേ ഉള്ളൂ, B മാത്രമേ വണ്ണുള്ളൂ. അപ്പൊ ഇത് എന്തായിരിക്കോടാ? PB എന്തായിരിക്കോടാ? നോട്ടായിരിക്കും. അപ്പോ PA നോട്ട് എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ സൊല്യൂഷന്റെ ആണ്, PB നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിംഗിൾ സൊല്യൂഷന്റെ ആണ്. ഇതിന്റെ ഇടയിൽ നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്താ? ആ സൊല്യൂഷന്റെ ആണ്. അപ്പോ ഇവിടം മുതൽ ഇവിടം വരെയുള്ള പാർട്ട് എന്ന് പറയുന്നത് എന്താടാ? സൊല്യൂഷൻ പാർട്ടാണ്. അപ്പൊ സൊല്യൂഷൻ പാർട്ടിന്റെ നമ്മൾക്ക് വേപ്പർ പ്രഷർ P ഈക്വൽ ടു എന്തായിരിക്കോടാ? രണ്ടും കൂടിയതായിരിക്കും അല്ലെ? രണ്ടും കൂടിയതായിരിക്കും. ഏതൊക്കെ കൂടിയതായിരിക്കും? P of A പ്ലസ് P of B. ഞാൻ എന്തുകൊണ്ടാണ് അവിടെ P of A P of B എന്ന് എഴുതാൻ കാരണം, സൊല്യൂഷൻ വരുമ്പോൾ അതിന്റെ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് എന്തായിരിക്കും? P of A ആയിരിക്കും, നോട്ട് ഉണ്ടാവൂല, കാരണം സൊല്യൂഷനാ. അപ്പൊ ബിയുടെ കേസിലാണെങ്കിൽ സൊല്യൂഷന്റെ B എന്തായിരിക്കും? P of B ആയിരിക്കും. ഇങ്ങനെയാണ് ഇത് റെപ്രസെന്റ് ചെയ്യുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. ഇനി അപ്പൊ ഒബ്വിയസ്ലി ഇവിടെ മുതൽ ഇവിടം വരെയുള്ള ഈ ലെങ്ത് ജനറലി നമുക്ക് എന്ത് പറയടാ? P of A പറയാം. ഈ ലെങ്ത് നമുക്ക് എന്ത് പറയടാ? നമ്മൾ മാറി അല്ലെ? മാറി. ഓക്കെ, ഈ ലെങ്തിന് നമുക്ക് എന്ത് പറയടാ? P of A എന്ന് പറയാം. ഇതാണ് നമ്മുടെ എന്താടാ? P of B എന്ന് പറയുന്നത്. ഇത്രയുള്ളടാ ഗ്രാഫ്. കാണാപാടൊന്നും പഠിക്കേണ്ട. ഇതൊക്കെ എന്താണ് ഈസി ആയിട്ട് നിങ്ങൾക്ക് വരക്കാം എക്സാമിന് വന്നാൽ. കാണാപാടം പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഇത് തെറ്റാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഉറപ്പാണ് തെറ്റും. ചില ആളുകൾ ചുമ്മാ അങ്ങനെ കൊണ്ട് വരക്കും. പക്ഷെ അതല്ലട ഇവര് നോക്കുക ഈ ലെറ്റേഴ്സ് കറക്റ്റ് ആണോ നോക്കുക. ഇവിടെ കയ്യെ മാത്രമേ ഉള്ളൂ. സോ P of A നോട്ട്, അതിലുണ്ടാക്കുന്ന വേപ്പർ പ്രഷർ PA നോട്ട്. അത് മാത്രമേ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് നോട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇവിടെ ബിയുടെ കേസിലാണ്, അതുകൊണ്ടാണ് P of B നോട്ട്. ഇൻബിറ്റ്വീനിൽ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? P of B യും P of A എന്ന് നോക്കാം, കണക്ട് ചെയ്യാം. ഈസിയാണ്. 2 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാം. എല്ലാവർക്കും കിട്ടും ഇതിന്റെ 2 മാർക്ക് കേട്ടാ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം, അടുത്ത സെക്ഷനിലോട്ട് പോവാം. Also as a special case of Henry's law. ഇത് എക്സാമിന് എന്താ പറയാ? വന്നില്ലെങ്കിൽ വന്നു. ഇത് ഞാൻ ഉൾപ്പെടുത്തി എന്താ വെച്ചാൽ പണ്ടെങ്ങാനും ഒരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഞാനത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ ഇതൊരു ടഫ് ഇല്ലാത്തത് കൊണ്ടാണ് ഞാനത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അല്ലെങ്കിൽ ഞാനിത് റിമൂവ് ചെയ്തതാണ്. ഇത് അത്ര ടഫ് ഇല്ല. കാരണം ഇത് എക്സാമിന് വന്ന 2 മാർക്ക് ചുമ്മാ കളയണ്ട. ഒരു സിമ്പിൾ സെക്ഷൻ ആയതുകൊണ്ടാണ് ഞാൻ ഇത് ഉൾപ്പെടുത്തിയത് കേട്ടോ. അപ്പൊ നമുക്ക് ഇതൊന്ന് നോക്കാം. ഇത്രയേ ഉള്ളൂ. റോൾസ് ലോ സ്പെഷ്യൽ കേസ് ആസ് ഹെൻറീസ് ലോ. വളരെ സിമ്പിൾ. അതായത് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ ചിന്തിക്കേണ്ടത് എന്താണ് റോൾസ് ലോ, എന്താണ് ഹെൻറീസ് ലോ എന്നുള്ളതിന്റെ ഇക്വേഷൻ എഴുതി വെക്കുക എന്നുള്ളതാണ്. പറ മക്കളെ, എന്തൊക്കെയാണ്? ഫസ്റ്റ് എന്താടാ? ഹെൻറീസ് ലോ എന്താ പറയുന്നത്? P എന്താടാ? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്താടാ? കൈയാണ് അല്ലെ? P ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കൈയാണ് അല്ലെ? ഹെൻറീസ് ലോ. ആ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി നമ്മൾ എന്ത് കൊടുത്തു? പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് KH എന്ന് പറഞ്ഞു അല്ലെ? KH ഇൻറ്റു കൈ. ഇതാണ് നമ്മുടെ ഇതാണ് നമ്മൾ ഹെൻറീസ് ലോ അല്ലെ? ഇനി റോൾസ് ലോ എന്താണ് പറയുന്നത്? റോൾസ് ലോ ഇതിന് ഇക്വേഷൻ നമ്പർ 1. ഇക്വേഷൻ നമ്പർ ഒന്നും വേണ്ടടാ, അതിനൊന്നും ആവശ്യമില്ല. കാരണം അത് അത്രയും സിമ്പിൾ കോൺസെപ്റ്റ് ആണ് കേട്ടാ. ഇനി നമ്മുടെ എന്താ നോക്കുന്നത്? റോൾട്ട് എന്താ പറയുന്നത്? റോൾട്ട് ലോ അല്ലെ? വേപ്പർ പ്രഷർ ഓഫ് A ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്തായിരിക്കും? കൈ ആയിരിക്കും.
പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ നമ്മൾ എന്ത് ചെയ്യും? ഈക്വൽ ടു ഇടും. ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം? ഒരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ്. ആ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് കെ ഇവിടെ ആരാടാ? പി എ നോട്ട് ആണ് കേട്ടോ. കൺഫ്യൂഷൻ വേണ്ട, ഒരു കോൺസ്റ്റന്റ് തന്നെയാണ്. ആ കോൺസ്റ്റന്റ് ഇവിടെ നമ്മൾ എടുക്കുന്ന ആരായിട്ടാണ്? പി എ നോട്ട് ആയിട്ടാണ്. സോ പി എ നോട്ട് കൈ എന്ത് വരുടാ? കൈ എ വരും. ഇനി ഇത് രണ്ടും കൂടെ നമ്മളൊന്ന് കമ്പയർ ചെയ്ത് നോക്കും. ഇത് വലിയ ടഫ് ഉള്ളതല്ല കേട്ടോ, സിമ്പിൾ ആയതുകൊണ്ടാണ് ഇത് പറയുന്നത്. എടാ പി പാർഷ്യൽ പ്രഷർ പി ബോത്ത് ആർ സെയിം, കൈ ബോത്ത് ആർ സെയിം. എന്താണുള്ളത്? കെ എച്ചും പി എ നോട്ടും. അപ്പൊ നമുക്ക് ഉറപ്പാണ് ഇതും മാത്സ് ആണ് പറയുന്നത്, ഇതും ഒക്കെ ഈക്വൽ ആണെങ്കിൽ മാത്തമാറ്റിക്കലി നിങ്ങൾ ആ നോർമൽ കോമൺ സെൻസ് ആണ്, സ്വാഭാവികമായിട്ട് ആരൊക്കെ ഈക്വൽ ആയിരിക്കും? ഇവിടെ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റുകൾ എന്തായിരിക്കോടാ? ഈക്വൽ ആയിരിക്കും. വളരെ സിമ്പിൾ അല്ലെ? നിങ്ങൾ ആലോചിച്ചു, ഇത് ഈക്വല്, ഇതിന്റെ ഇത് ഈക്വല്. അപ്പൊ ഓട്ടോമാറ്റിക്കലി ഇതും ഈക്വൽ ആവും എന്ന് പറഞ്ഞ സാധാ കോമൺ സെൻസ് മാത്സ് ആണ്. അപ്പൊ ഇവരുടെ കോഫിഷ്യന്റ് അല്ലെങ്കിൽ കോൺസ്റ്റന്റുകൾ തമ്മിൽ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും എന്നുള്ളതാണ്. ഇത് എക്സാമിന് ചിലപ്പം ചോദിക്കാൻ ചാൻസ് ഉണ്ട്, കാരണം ഇത് സിമ്പിൾ അല്ലേ, നമ്മൾ എന്തായാലും റോൾസ് ലോ ഹെൻറീസ് ലോ പഠിച്ചതാണ്. അപ്പൊ ജസ്റ്റ് രണ്ടും കമ്പയർ ചെയ്തിട്ട് അതിന്റെ കോൺസ്റ്റന്റുകൾ ഈക്വൽ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാമിന് വരികയാണെങ്കിൽ 2 മാർക്ക് വാങ്ങിക്കാം. ഓക്കെ മക്കളെ, ഒക്കെ നോട്ട് ചെയ്തോട്ടോ. അടുത്ത ടോപ്പിക്കിലേക്ക് ചേട്ടാ, എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ടോപ്പിക്കാടാ, വാട്ട് ഈസ് ഐഡിയൽ സൊല്യൂഷൻ, നോൺ ഐഡിയൽ സൊല്യൂഷൻ, ഐഡിയൽ സൊല്യൂഷൻ. ഓക്കെ, വളരെ ഈസി ആടാ, ഐഡിയൽ ആൻഡ് നോൺ ഐഡിയൽ സൊല്യൂഷൻ. അപ്പൊ എല്ലാവരും ഹെഡിങ് എഴുതിക്കോ. എടാ നിങ്ങൾ നോട്ട്സ് എന്ത് ചെയ്യുക? കറക്റ്റ് നോട്ട് എഴുതി പോവട്ടോ മക്കളെ, നോട്ട് എഴുതി പോണടാ. ഐഡിയൽ ആൻഡ് നോൺ ഐഡിയൽ സൊല്യൂഷൻ, ഇതിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടാ. ഓക്കെ എടാ, ഫസ്റ്റ് എന്താണ് ഐഡിയൽ സൊല്യൂഷൻ? നിങ്ങൾ ആദ്യം വേണ്ടത് ഐഡിയൽ സൊല്യൂഷൻ വലിയ സംഭവമൊന്നുമില്ല, മനസ്സിലായി? സിമ്പിൾ കോൺസെപ്റ്റേ പറയുന്നുള്ളൂ. അതായത് നമ്മൾ പറയുന്ന റോൾസ് ലോ, നമ്മളിപ്പോ പറഞ്ഞു റോൾസ് ലോ പറഞ്ഞു. ഈ റോൾസ് ലോ ഒബേ ചെയ്യുന്ന സൊല്യൂഷനുകളെ വിളിക്കുന്ന പേരാണെന്ത്? ഐഡിയൽ സൊല്യൂഷൻ. ഇവിടെ പറയാം, നമ്മൾ റോൾസ് ലോ പറഞ്ഞു, ഹെൻറി അല്ലട്ടാ, റോൾട്ടിന്റെ ലോ ഒബേ ചെയ്യുന്ന സൊല്യൂഷൻ. ഇപ്പൊ ഒരു സൊല്യൂഷൻ അത് ആ റോൾട്ടിന്റെ എന്താ പറയാ, റോൾട്ട് പറയുന്ന കോൺസെപ്റ്റ് ഇല്ലേ, അത് ഒബേ ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരം സൊല്യൂഷനുകളെ വിളിക്കുന്ന പേരാണെന്ത്? ഐഡിയൽ സൊല്യൂഷൻ. കൺഫ്യൂഷൻ ഇല്ലാന്ന് വിചാരിക്കുന്നു. ഇനി എന്താണ് ഡീറ്റെയിൽ പറഞ്ഞുതരാം. ഓക്കെ, so that is ideal solution. എല്ലാം ഡെഫിനിഷൻ എഴുതി വെച്ചോ. these are the solution which obey Rolte law. എക്സാമിന് ആകെ പഠിക്കേണ്ടത് എന്തുള്ളൂ അറിയോ? ഐഡിയൽ സൊല്യൂഷൻ ഹെഡിങ് എഴുതാം, എന്നിട്ട് എഴുതി വെക്കാം obey Rolte law. അത്രയും പഠിച്ച് ഷോർട്ട് നോട്ട് മതി, അതുകൊണ്ട് അത് വെച്ചിട്ട് ഡെവലപ്പ് ചെയ്താൽ മതി. എന്ത്? obey Rolte law ഓവർ ദി entire range of concentration. അതായത് ത്രൂ ഔട്ട് ആ സൊല്യൂഷന്റെ കോൺസെൻട്രേഷന്റെ ത്രൂ ഔട്ട് എന്ത് ചെയ്യുക? Rolte law obey ചെയ്യുക. അതിനെയാണ് എന്ത് വിളിക്കുന്നതാ? ഐഡിയൽ സൊല്യൂഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി ഇവിടെ കുറച്ച് കാര്യങ്ങൾ കാണുമ്പോൾ നിങ്ങൾ പേടിക്കണം. ഐഡിയൽ സൊല്യൂഷൻ അല്ലെ, എ ആൻഡ് ബി, ബി ആർ ഇന്ററാക്ഷൻ, അതൊക്കെ എന്താണെന്ന് പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, ഐഡിയൽ ആൻഡ് നോൺ ഐഡിയൽ. ഓക്കെ, ഇവിടെ വെച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇനി നമുക്ക് ചെറുതായിട്ട് ഇതിന്റെ ഒരു കോൺസെപ്റ്റ് ബിൽഡ് ചെയ്യണടാ. സപ്പോസ് എക്സാമിന് ചിലപ്പോൾ ഒരു 3 മാർക്കിനൊക്കെ ചോദിക്കുകയാണെങ്കിൽ അല്ലെ, സാധാരണ നോർമൽ പ്രീവിയസ് ഇയർ ഒക്കെ കാണുന്നത് വാട്ട് ഈസ് ഐഡിയൽ സൊല്യൂഷൻ എന്നൊക്കെയാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ഒന്നും കൂടെ എക്സ്പാൻഡ് ചെയ്തിട്ട് നമുക്ക് ഇതിനൊന്ന് പഠിക്കാം. കാരണം ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് വാട്ട് ഈസ് ഐഡിയൽ ആൻഡ് നോൺ ഐഡിയൽ സൊല്യൂഷൻ 3 മാർക്സിനൊക്കെ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ചെറുതായിട്ട് കുറച്ച് കാര്യങ്ങളും കൂടെ പറയണടാ. നേരത്തെ വരച്ച അതേ സെയിം ഗ്രാഫ് എന്ത് ചെയ്യടാ, ഇവിടെ നമുക്ക് എന്ത് ചെയ്യടാ, കോൺസെപ്റ്റ് ബിൽഡിങ്ങിനായിട്ട് വരക്കാം കേട്ടാ. നമുക്ക് വേറെ ഉൾപ്പെടുത്തിയിട്ടില്ല, ഒരു സെക്കൻഡ്. ഓക്കെ, നമുക്ക് വരക്കാം കേട്ടോ. എടാ, അപ്പൊ റോൾട്ടിന്റെ ലോ ഒബേ ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഐഡിയൽ സൊല്യൂഷൻ. ഞാൻ അപ്പൊ എന്ത് ചെയ്യാം, ഒരു പിക്ചർ വരക്കാം മക്കളെ. നോക്കാം മക്കളെ, എടാ നമ്മൾ നേരത്തെ വരച്ച അതേ സാധനം ചുമ്മാ ടിങ് ടിങ്. ഓക്കെ, കൈ എ ഈക്വൽ ടു 1, സോ കൈ ബി, അതൊക്കെ കാണാപ്പാടായില്ലേ. കൈ എ ഈക്വൽ ടു 0, കൈ ബി ഈക്വൽ ടു 1. ഇവിടെ മാത്രം ഉണ്ടാക്കുന്നത് എന്ന് പറയടാ പി എ നോട്ട്. എല്ലാരും വരച്ചോ? പി ബി നോട്ട് ലൈൻ. ഇത് നമുക്ക് എന്തറിയാം, പി അല്ലേ, പി ബി അല്ലെ, പി ബി ഇതെന്താടാ, പി എ. ശ്രദ്ധിച്ച് വരക്കണം കേട്ടോ, ലൈൻ കൊടുക്കുന്ന മാറിപ്പോയത്. പി എ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോക്കുക. നോർമലി നമ്മൾ പഠിച്ചു കഴിഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഉണ്ടടാ. പി എ എന്ന് പറഞ്ഞാൽ എന്താ? പി എ എന്ന് പറഞ്ഞാൽ റോൾട്ട് എന്താണ്? പി എ നോട്ട് ഇൻറ്റു കൈ. ഇതെല്ലാവർക്കും അറിയില്ലേ റോൾട്ടിൽ പറയുന്നത്. അതുപോലെ പി ഓഫ് ബി എന്ന് പറഞ്ഞാൽ എന്താടാ? പി ബി നോട്ട് ഇൻറ്റു എന്താടാ?
Chi B ആണ്. ഓക്കെ, പിന്നെ നമുക്കറിയാം കമ്പൈൻ ചെയ്താൽ ഇവിടെ കിട്ടുന്നത് എന്താണ്? P into PA plus PB. എടാ എക്സാമിന് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് 3 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ ഇതൊക്കെ എഴുതി വെക്കുക, ഇക്വേഷൻസ് ഒക്കെ എഴുതി വെക്കുക. സോ PA പ്ലസ് ഒന്നും പഠിക്കാൻ പാടില്ലല്ലോ, ഇതൊക്കെ ഇതിലുള്ളതല്ലേ, ഇതൊക്കെ ഇതിമുള്ളതാണ്. അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചാൽ ഇവിടെ ഒരു 5 ഇക്വേഷൻസ് ഉണ്ടെന്ന് മാത്രം. എടാ ഇനി 2 കാര്യങ്ങളുണ്ട്, അതായത് ഡെൽറ്റ മിക്സ് എന്ന് പറയും, ഡെൽറ്റ വോളിയം മിക്സ് ഉണ്ട്, അത് 0 ആണ്. എന്താന്ന് പറഞ്ഞുതരാം കേട്ടോ, നിങ്ങൾ ആദ്യം ഒന്ന് എഴുത്. ഡെൽറ്റ മിക്സ് ഒന്ന് വോളിയം ഉണ്ട്, ഒന്ന് ഹീറ്റും ഉണ്ട്, അതും 0 ആയിരിക്കും. എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാടാ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാം. ഡെൽറ്റ മിക്സ് വോളിയം 0 ആയിരിക്കണടാ, ഡെൽറ്റ മിക്സ് ഹീറ്റ് എന്തായിരിക്കണടാ? 0 ആയിരിക്കണം. എല്ലാരും ഒന്ന് എഴുത്. ഓക്കെ, ഇനി രണ്ടാമത്തേത് ജസ്റ്റ് ഇക്വേഷൻസ് ഒന്ന് പഠിച്ചു വെച്ചാൽ മതി, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി കേട്ടാ, അത്ര വലിയ കാര്യമൊന്നുമില്ല. ഓക്കെ, ഇതിനെ പറയുകയാണെങ്കിൽ ഭയങ്കര ഇന്റർനാഷണൽ ആയിട്ട് പറയാം. അപ്പൊ നമുക്ക് ഒരു എക്സാം ഓറിയന്റഡ് അല്ലടാ കേട്ടാ, അപ്പൊ നമുക്ക് പതുക്കെ പതുക്കെ എക്സാം ലെവലിൽ തന്നെ പഠിച്ചാൽ മതി കേട്ടാ. സോ ദീസ് ആർ ദി സൊല്യൂഷൻ വിച്ച് ഒബേ ഓൾ റോഡ്സ് blah blah blah. Okay, നിങ്ങൾക്ക് അറിയാം, if A and BB interactions are same as the A and B interaction in the solution. അതായത് നമുക്കറിയാം സോൾവെന്റും ഈ എ എന്ന് പറഞ്ഞ സോൾവെന്റ് എന്ന് പറയാം, ഒരേപോലത്തെ സാധനങ്ങളാ. സോ എസ് ഞാൻ എഴുതുന്നുണ്ട്, സോൾവെന്റ് ഇതെന്താടാ? സൊല്യൂട്ട്. ഈ സോൾവെന്റും, അതായത് ഇപ്പോ ഒരു പാത്രത്തിൽ എ എന്ന് പറഞ്ഞ സൊല്യൂഷൻ മാത്രമേ ഉള്ളൂ. അപ്പൊ അവരുടെ ആ ഒരെണ്ണം സോൾവെന്റും ഒരു സൊല്യൂഷനും ഡീറ്റെയിൽ ആയിട്ട് പറയണം ശരിക്കും. എടാ ഇത് വാട്ടർ, ഇത് സാൾട്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇത് എന്താണ്? വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? സോൾവെന്റ് ആണ്, ഇത് സൊല്യൂട്ട് ആണ് അല്ലെ, ചെറുതുള്ളതിനെ സൊല്യൂട്ട് എന്ന് പറയും. ഇനി നിങ്ങൾ ചിന്തിക്കും, അപ്പൊ ഈ വാട്ടർ മാത്രമുള്ള കേസിൽ എടുക്കുമ്പോൾ എന്താണ്? ഇവിടെ സോൾവെന്റുകൾ മാത്രമേ ഇന്ററാക്ട് ചെയ്യുന്നുള്ളൂ, വേറെ ആരും ഉണ്ടാവും? വേറെ ആരും വാട്ടറിൽ സോൾവെന്റ്. എന്നാൽ സാൾട്ടിലോ അവിടെ സൊല്യൂട്ട് മാത്രമേ ഉള്ളൂ. അപ്പൊ സൊല്യൂട്ടുകൾ തമ്മിൽ ഇന്ററാക്ട് ചെയ്യുള്ളൂ. പിന്നീട് ഇവരെ കമ്പൈൻ ചെയ്ത് നമ്മൾ എന്ത് ചെയ്തു? ഇവരൊരു സൊല്യൂഷൻ ആക്കി മാറ്റി. അപ്പൊ സൊല്യൂഷൻ ആക്കി മാറ്റുമ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ ഇപ്പൊ എന്തൊക്കെ ഉണ്ട്? ഇനി സൊല്യൂട്ടും സോൾവെന്റുകളാണുള്ളത് അല്ലെ. ഈ സൊല്യൂട്ടും സോൾവെന്റും ഇതിൽ മിക്സ് ചെയ്തിരിക്കണേ. അപ്പൊ ഈ സൊല്യൂട്ടും സോൾവെന്റും കൂടിയിട്ട് തമ്മിൽ ഒരു ഇന്ററാക്ഷൻ ഉണ്ടാവൂലേ? ആ ഇന്ററാക്ഷൻ എന്താവണം എന്നാണ് പറയുന്നത്? സെയിം ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇന്ററാക്ഷൻ എന്തായിരിക്കടാ? സെയിം ആയിരിക്കും. അതാണ് എന്തിൽ പറയുന്നത്? ഐഡിയൽ സൊല്യൂഷൻ പറയുന്നത്. അപ്പൊ ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴാവുള്ളൂ? ഒരു സോൾവെന്റും ഒരു സൊല്യൂട്ടും തമ്മിലുള്ള ഇന്ററാക്ഷൻ സെയിം ആവണം. എന്ത്? അതിന്റെ സൊല്യൂഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ സോൾവെന്റും സൊല്യൂട്ടും തമ്മിൽ. വളരെ സിമ്പിൾ കോൺസെപ്റ്റ്. ദാറ്റ് ഈസ് ഐഡിയൽ സൊല്യൂഷൻ. ഇതിന് നേരെ ഉൾട്ടാണ് എന്ത്? നോൺ ഐഡിയൽ സൊല്യൂഷൻ. അപ്പൊ എല്ലാവർക്കും അറിയാം, ഉൾട്ടാ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും. ഇവിടെ നോട്ടൊക്കെ ഒന്ന് എഴുതിക്കോട്ടെ, അതൊക്കെ ആവശ്യമുള്ളതൊക്കെ നോട്ട് ചെയ്തോ. നിങ്ങൾക്ക് ലെക്ചറായിട്ട് എന്തെങ്കിലുമൊക്കെ അഡീഷണൽ ആയിട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ടൊക്കെ എഴുതി വെക്കാം. ഓക്കെ, കെമിസ്ട്രി അങ്ങനെ പഠിക്കണം. നോൺ ഐഡിയൽ സൊല്യൂഷൻ. അപ്പൊ ഉൾട്ടാ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ദീസ് ആർ ദി സൊല്യൂഷൻ വിച്ച് നോട്ട് ഒബേ റോൾട്ട്. റോൾട്ടിന്റെ ലോകളൊന്നും ഒബേ ചെയ്യുന്നില്ല. റോൾട്ടിന്റെ ലോ ഒബേ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ എ ബി ബി ആ ഇന്ററാക്ഷനുകൾ തമ്മിൽ എന്തായിക്കോളുന്നില്ല, സെയിം ആവാത്ത കേസ് അല്ലെ. അപ്പൊ നമുക്കത് എങ്ങനെ നോക്കാം? ദാറ്റ് ഈസ് നോട്ട് ഒബേ റോൾട്ട് ലോ. അപ്പൊ ഈ കേസിൽ നമ്മൾ പഠിച്ച ഇക്വേഷൻസ് ഇല്ലടാ, നേരത്തെ ഞാൻ പറഞ്ഞ ഇക്വേഷൻസ് ഇല്ലേ? ഏത്? പി എ, റോൾട്ട്സിന്റെ ലോ എന്താ? പി എ ഈക്വൽ ടു എന്താടാ? പി എ നോട്ട് Chi A, അവര് നോട്ട് ഈക്വൽ ആയിരിക്കും. അതുപോലെ പി ബി നോട്ട് ഈക്വൽ ടു പി ബി നോട്ട് Chi B. ഇനി അവര് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പി ഈക്വൽ ടു പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി. ഓക്കെ, പി എന്ന് പറഞ്ഞാ പി ഈക്വൽ ടു പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി. അതേപോലെ തന്നെ ഡെൽറ്റ മിക്സ് അല്ലെ, ഡെൽറ്റ മിക്സ്. അതിന്റെ ഡീറ്റെയിൽ ഞാൻ ഇപ്പൊ പറയുന്നില്ല, സിമ്പിൾ ഡെൽറ്റ മിക്സ് നോട്ട് ഈക്വൽ ടു 0 എന്ന് പറയാം. ഡെൽറ്റ മിക്സ് വോളിയം നോട്ട് ഈക്വൽ ടു 0 കേട്ടോ. കൂടുതൽ ചിന്തിക്കേണ്ട, നമുക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പൊ എക്സാം ലെവലിൽ ഇപ്പൊ ഒന്നും ആവശ്യമില്ലടാ, ജസ്റ്റ് അതൊന്നും എഴുതാൻ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ഓക്കെ, അപ്പൊ ഇതും നോട്ട് ചെയ്യുക. ഇവരൊക്കെ നോട്ട് ഓബേ ആയതുകൊണ്ട് ഇവിടെ എന്ത് ചെയ്യാ? നോട്ട് ഈക്വൽ ഇട്ട് കൊടുക്കുക കേട്ടോ, എല്ലാം നോട്ട് ഈക്വൽ ഇട്ട് കൊടുക്കുക. Okay, which not obey, that is non-ideal. Not obey. Ideal, obey role to law, enter the solution. Okay. ഇനി നോൺ ഐഡിയൽ സൊല്യൂഷൻ 2 ടൈപ്പ് ഉണ്ട്. ഇത് എക്സാമിന് വന്നതാണ് കേട്ടോ, പ്രീവിയസ് ഇയർ ലാസ്റ്റ് റീസെന്റ് ആയിട്ട് വന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻ. ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചോ. ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞത് പഠിച്ചു. ഓക്കെ, നോൺ ഐഡിയൽ സൊല്യൂഷൻ പോസിറ്റീവ് ഡീവിയേഷൻ ഉണ്ട്, നെഗറ്റീവ് ഡീവിയേഷൻ ഉണ്ട്. അതായത് നോൺ ഐഡിയൽ സൊല്യൂഷനിൽ എന്തെന്താ 2 ടൈപ്പ് ഉണ്ട്.
ഒന്ന് പോസിറ്റീവ് ഡീവിയേഷൻ ഉണ്ട്, ഒന്ന് നെഗറ്റീവ് ഡീവിയേഷൻ ഉണ്ട്. വളരെ സിമ്പിൾ ആണ്, വളരെ വളരെ സിമ്പിൾ ആണ്. മനസ്സിലായില്ലേ? നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അത് കണക്റ്റഡ് ആണ്, വേറെ ഒന്നുമില്ല. അപ്പൊ രണ്ട് ടൈപ്പ് ഉണ്ടടാ, ഒന്ന് പോസിറ്റീവ് ഡീവിയേഷൻ ഉണ്ടാ, എന്തുണ്ടാ, ഒന്ന് നെഗറ്റീവ് ഡീവിയേഷനും ഉണ്ട്. ഓക്കെ, ആദ്യം പോസിറ്റീവ് ഡീവിയേഷന്റെ പിക്ചർ ഒന്ന് ഞാൻ പറയാം. പോസിറ്റീവ് ഡീവിയേഷന്റെ പിക്ചർ ഒന്ന് ഞാൻ പറയാം, ശ്രദ്ധിക്കാം. സോ ഫസ്റ്റ് നമ്മള് നേരത്തെ പറഞ്ഞ ആ പിക്ചർ ഒന്ന് ഞാനിവിടെ വരക്കാം. ആ സെയിം പിക്ചർ ഇടാം. ഇവിടെ കൈ എ ഈക്വൽ ടു, നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം തന്നെ, കൈ എ ഈക്വൽ ടു 1, കൈ ബി ഈക്വൽ ടു 0. സോ കൈ എ ഈക്വൽ ടു 0, കൈ ബി ഈക്വൽ ടു 0. സെയിം. ഓക്കെ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് കൊടുത്തു, ഇങ്ങോട്ട് ഇങ്ങോട്ട് കൊടുത്തു, ഇങ്ങോട്ട് കൊടുത്തു. ഓക്കെ, അപ്പൊ നമ്മൾ ഡീവിയേഷൻസ് പറയുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മളിത് ഡോട്ടറിലാണ് വരക്കേണ്ടത് കേട്ടോ. നമ്മൾ ഡോട്ടറിൽ വരക്കണ്ട, ഞാൻ വേറെ കളർ ഉപയോഗിച്ച് വരക്കാം. ഓക്കെ, പരമാവധി ഡോട്ടറിൽ വരക്കാൻ ഓർക്കും കേട്ടോ. കാരണം ഡീവിയേഷൻ കാണിക്കുമ്പോൾ ഡോട്ടറിൽ വരച്ചാലല്ലേ നമുക്കത് കാണിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. ഓക്കേടാ, സോ ഞാൻ റെഡിൽ എടുക്കാം. എടാ ഇനി പോസിറ്റീവ്, എടാ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഈ ലൈനിന്റെ ഒക്കെ മുകൾക്ക് ഒരു ബൾജായിട്ട് ഇങ്ങനെ സാധനം ഇട്ട് കൊടുക്കാം. ഒക്കെ ഈ ലൈനിന്റെ ബൾജായിട്ട് ഒരു സാധനം ഇട്ട് കൊടുക്കാം, ഈ ലൈനിന്റെ ബൾജായിട്ട് ഒരു സാധനം. പരിപാടി കഴിഞ്ഞു. എക്സാമിന് ഒരു കണ്ണിങ് ആയിട്ട് പഠിച്ചു വെച്ചാൽ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ബൾജായിട്ട് വരച്ചു കൊടുക്കാം, പോസിറ്റീവ് ആയിട്ട്. ദാറ്റ് ഈസ് പോസിറ്റീവ് ഡീവിയേഷൻ. പിന്നെ എല്ലാം പഴയ പോലെ തന്നെ ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്യുക. പി എ ആണ്, ഇത് പി ബി ആണ് അല്ലെ, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം. ഇത് പി ബി ആണ്, ഇത് പി എ ആണ് അല്ലെ, സോറി ഇത് പി എ നോട്ട്, പി ബി നോട്ട്. ഓക്കെ അറിയാം. ഓക്കെ, ആ പിക്ചർ ഒന്ന് കറക്റ്റ് വരക്കാം. അപ്പൊ എക്സാമിന് ചോദിക്കും നോൺ ഐഡിയൽ സൊല്യൂഷൻ ഷോയിങ് പോസിറ്റീവ് ഡീവിയേഷൻ എന്ന് ചോദിച്ചാൽ, നോൺ ഐഡിയൽ സൊല്യൂഷൻ പോസിറ്റീവ് ഡീവിയേഷൻ. ക്വസ്റ്റ്യൻ പേപ്പറിന് അണ്ടർസ്റ്റാൻഡ് ആവാത്ത പ്രശ്നം ഈ ക്വസ്റ്റ്യൻ വരില്ല കേട്ടോ. പോസിറ്റീവ് ഡീവിയേഷൻ കൃത്യമായിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അത് വരക്കാവുന്നതാണ്. അപ്പൊ ഇത് വരക്കുക എന്നതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. പിന്നെ നമ്മൾ നേരത്തെ പഠിച്ച സാധനങ്ങളൊക്കെ അല്ലടാ, അതൊക്കെ ഒന്നും കൂടെ അതേപോലെ ഇത് പഠിക്കുമ്പോൾ കണക്റ്റഡ് ആടാവും, വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. എടാ പി എ ഈക്വൽ ടു എന്താടാ, പി എ നോട്ട് കൈ എ ആണ്. അതുപോലെ പി ബി എഴുതല്ലേട്ടാ, ബെസാറായിട്ടില്ലേ, പി ബി ഈക്വൽ ടു നമ്മൾ നേരത്തെ പഠിച്ച സെയിം സാധനമാണ്, പി ബി നോട്ട് കൈ ബി ആണ്. പിന്നെ പി ഈക്വൽ ടു നമ്മൾ എന്ത് പഠിച്ചോടാ, പി എ പ്ലസ് പി ബി പഠിച്ചു. പിന്നെ ഡെൽറ്റ മിക്സ് ഈക്വൽ ടു എന്ത് പഠിച്ചോടാ, ഡെൽറ്റ മിക്സ് ഈക്വൽ ടു, ഡെൽറ്റ മിക്സ് എന്താണ്, വോളിയം ഉണ്ട് ഹീറ്റും ഉണ്ട്. വോളിയം ഈക്വൽ ടു 0, ഡെൽറ്റ മിക്സ് ഹീറ്റ് ഈക്വൽ ടു 0. ഇതൊക്കെ എന്താ ചെയ്യണം എന്നറിയോ? ഇതൊക്കെ ഞാനിപ്പോ സെന്ററിൽ വായിക്കണേ, ഈക്വൽ ടു ഒക്കെ വായിക്കാണ്. ഇതൊക്കെ വായിച്ചിട്ട് ഇനി എന്ത് ചെയ്യണ്ട, ഇതൊക്കെ ഗ്രേറ്റർ ദാൻ പോസിറ്റീവ് അല്ലേ, വാ പൊളിച്ചിരിക്കും. പോസിറ്റീവ് അല്ലേ, അങ്ങനെ ചിന്തിച്ചോ പഠിക്കുമ്പോ. പോസിറ്റീവ് ഒക്കെ അങ്ങോട്ട് നമ്മളെ നേരക്ക്, നമ്മൾ പോസിറ്റീവ് എന്ന് പഠിച്ചാൽ മതി, നമ്മൾ പോസിറ്റീവ്. അപ്പൊ നമ്മളെ നേരക്ക് എന്നുള്ള സിമ്പിൾ പഠിച്ചു നോക്കുക. ട്രിക്കാണ് പറയുന്ന ട്രിക്കിൽ നിങ്ങൾ പഠിച്ചു നോക്കുക. കാരണം എക്സാമിന് ഇത് വരക്കുക, ഇക്വേഷൻ കാണിക്കുക എന്നൊക്കെ ഉള്ളത് നമുക്ക് ഇവിടെ ഇമ്പോർട്ടൻസ് ഉള്ളൂ. ഓക്കേടാ, ഇനി കഴിഞ്ഞ മക്കളെ, ഇനി ഇതിന്റെ നേരെ ഉൾട്ടാ പുൾട്ടാ, ദാറ്റ് ഈസ് നോൺ ഐഡിയൽ സൊല്യൂഷൻ. ഓക്കെ, ഇതിലൊരു ചെറിയ കാര്യം പറയാനുണ്ടാ, ഈ നോൺ ഐഡിയൽ ഇത് എഴുതിയില്ലേ, ഇനി നിങ്ങൾക്ക് വരച്ചു കഴിഞ്ഞാൽ ഇനി ചെയ്യേണ്ടത് എന്താണെന്നറിയോ, ഈ ഒരു നോട്ട് ചെയ്യാം. എടാ എ ബി ഇന്ററാക്ഷൻ വീക്കർ, എന്തായിരിക്കും, വീക്കർ ആയിരിക്കും. ദാറ്റ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്. നോൺ ഐഡിയൽ സൊല്യൂഷനിൽ പോസിറ്റീവ് ഡീവിയേഷന്റെ കോൺസെപ്റ്റ് പറയുന്നത് നമ്മളെ എ ബി സൊല്യൂഷന്റെ ഇന്ററാക്ഷൻ ഉണ്ടാവില്ല, എ ബി ഇന്ററാക്ഷൻ, അത് വളരെ വീക്ക് ആയിരിക്കും. അത് വളരെ വീക്ക് ആയതുകൊണ്ടാണ് ഒരു ഇന്ററാക്ഷൻ വീക്കായ എന്താ പെട്ടെന്ന് വേപ്പറൈസേഷൻ നടക്കും അല്ലെ. ആ വെള്ളം തമ്മിൽ നല്ല ബോണ്ടാണെന്ന് വിചാരിച്ചോ, അപ്പൊ സ്വാഭാവികമായിട്ടും വേപ്പറൈസേഷൻ കുറയല്ലേ ചെയ്യുള്ളൂ. അപ്പൊ വീക്കർ ആയത് ഇപ്പൊ പിക്ചർ പറയുന്നുണ്ടാ, ഈ പോസിറ്റീവ് ഡീവിയേഷൻ കണ്ട ഇവിടെ ഇങ്ങനെ ബൾജിങ് വരാൻ കാരണം എന്താ, വേപ്പറൈസേഷൻ കൂടുക. എന്തുകൊണ്ടാണ്, എ ബി ഇന്ററാക്ഷൻ, സൊല്യൂട്ടും സോൾവെന്റും തമ്മിലുള്ള ഇന്ററാക്ഷൻ കുറഞ്ഞു, ബോണ്ട് കുറഞ്ഞു. അപ്പൊ ഇവർ വളരെ ഫ്രീ ആയിട്ട് പടപടായിട്ട് മേലേക്ക് പോകും. മനസ്സിലായില്ലേ? അത്രയും മനസ്സിലായ മതി മക്കളെ, കൂടുതൽ ഇത് പഠിക്കണമെന്നില്ല. സോ എ ബി ഇന്ററാക്ഷൻ ഉണ്ടായിരിക്കും, വീക്കർ ആയിരിക്കും. ഏതിനെ കമ്പയർ ചെയ്യുമ്പോൾ എ ആൻഡ് ബി ബി ഇന്ററാക്ഷനെ കമ്പയർ ചെയ്യുമ്പോൾ ഇവരുടെ ഇന്ററാക്ഷൻ, എ ബി ഇന്ററാക്ഷൻ വീക്കർ എന്ന് മാത്രം പഠിച്ചു വെച്ചാൽ മതി നിങ്ങൾ. ഓക്കെ, കൂടുതൽ തലമുണ്ടാക്കാൻ പോകണ്ട. ഓക്കെ, സോ നോൺ ഐഡിയൽ ഡീവിയേഷൻ, നെഗറ്റീവ് ഡീവിയേഷൻ, സെയിം പിക്ചർ ചടപടാച്ചിട്ട് എല്ലാവരും വരച്ചോ. ഇതിപ്പോ കാണാപാടായില്ലേ, വരച്ചിട്ട് 1 കൈ ബി ഈക്വൽ ടു 0, എഗൈൻ വരച്ചൂറാ കൈ എ ഈക്വൽ ടു 0, കൈ ബി ഈക്വൽ ടു 1. ഇങ്ങോട്ടൊന്ന് അങ്ങോട്ട് വരക്കുമ്പോ ശ്രദ്ധിക്കണം, കാരണം ഡോട്ടഡിൽ വരക്കണം. പിന്നെ ഇവിടെ ആണെങ്കിൽ എന്താടാ, എല്ലാരും കാണാപ്പാടായി പി ഓഫ് നോട്ട് അല്ലെ, പി ബി നോട്ട്. ഇതെന്താടാ, പി ബി പി എ. ഓക്കെ, അപ്പൊ നെഗറ്റീവ് വരുമ്പോ എങ്ങനെ വരും, നേരെ ഉൾട്ടാ വരച്ചോ. ഈ ലൈനിന്റെ നേരെ ഇങ്ങുണ്ട്,
അപ്പൊ രണ്ടാമത്തെ ലൈനിന്റെ നേരെ ഇങ്ങുണ്ട്, അടുത്ത ലൈനിന്റെ നേരെ ഇങ്ങുണ്ട്. എല്ലാവർക്കും കാണാപാടായി കഴിഞ്ഞു മിക്കവാറും അല്ലെ. നേരത്തെ എഴുതിയ സംഭവം അതിന്റെ ഒക്കെ നേരെ ഉൾട്ടാ റിവേഴ്സ് എല്ലായിടത്തും പഠിച്ചു കഴിഞ്ഞു അല്ലെ, എല്ലാത്തിന്റെ അല്ലെ. PB ഞാൻ അത് ഫുൾ എഴുതണ്ടല്ലോടാ, ഒക്കെ നിങ്ങൾ എഴുതിക്കോളില്ലേ. ഡെൽറ്റ മിക്സ് ഇപ്പൊ നമ്മൾ എഴുതിയ സാധനങ്ങൾ കംപ്ലീറ്റ് അതിന്റെ നേരം കണ്ടിട്ട് എഴുതിക്കോളില്ലേ. നിങ്ങൾക്ക് വിട്ടു തന്നു, നിങ്ങൾ എഴുതിക്കോ. ഓക്കേടാ, പക്കയാണ് മക്കളെ. ഇനി എടാ ഇത്രയും മതി കേട്ടോ, എക്സാം ലെവലിൽ ഇത്രയും മതി കേട്ടോ. ഞാൻ ഇതിന്റെ ഇന്ററാക്ഷൻസുകൾ ഒന്ന് പറയുന്നുണ്ട്, അതൊന്ന് നോക്കിക്കോ. എടാ ഇവിടെ AB ഇന്ററാക്ഷൻ എന്തായിരിക്കും? സ്ട്രോങ്ങർ ആയിരിക്കും. AB ഇന്ററാക്ഷൻ സ്ട്രോങ്ങർ ആയിരിക്കും. ഇവിടെ അപ്പൊ വേപ്പർ പ്രഷർ എന്ത് ചെയ്യടാ? വേപ്പർ പ്രഷർ ഒന്ന് കുറയും. മനസ്സിലായ? കാരണം AB ഇന്ററാക്ഷൻ വളരെ സ്ട്രോങ്ങർ ആണ്. സ്ട്രോങ്ങർ ആകുമ്പോൾ വേപ്പർ പ്രഷർ എന്തെങ്കിലും കുറയും. അതുകൊണ്ടാണ് ലോവറിങ് ആ താഴ്ഭാഗത്തോട്ട് അത് കാണിക്കുന്നത്. വേപ്പർ പ്രഷർ കുറഞ്ഞു എന്നുള്ള രീതിക്കാണ് അത് കാണിക്കുന്നത്. എടാ ഇത്രയും മതി ഒരു എക്സാം ലെവലിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ. മെറ്റീരിയൽ ഇത് മതി. ഈ സാധനം എഴുതി വെച്ചാൽ ഫുൾ മാർക്കായി. മനസ്സിലായില്ലേ? ഓക്കെ, അടുത്ത ഏറ്റവും ഇമ്പോർട്ടന്റ് ആടാ. പെട്ടെന്ന് കഴിയൂട്ടോ, പെട്ടെന്ന് കഴിയും. എല്ലാ ടോപ്പിക്കും സാർ ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം ഒരു ക്വസ്റ്റ്യൻ പേപ്പറും സ്കിപ്പ് പുറത്തു പോകാൻ പാടില്ല. നമുക്ക് സൊല്യൂഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ മുഴുവൻ മാർക്ക് സ്കോർ ചെയ്യണം. അത്രയുള്ള ലക്ഷ്യം, വേറെ ഒന്നുമില്ല. ഫുൾ മാർക്ക് സ്കോർ ചെയ്യണം. വളരെ ഈസി ആയിട്ട് കൊണ്ട് കണ്ണിങ് ആയതുകൊണ്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. എക്സാമുകളിൽ ഓർമ്മ വരും വേണം, അത് ഇമ്പോർട്ടന്റ് ആണല്ലോ. ചുമ്മാ അതൊക്കെ പഠിച്ചു പോയി എക്സാമുകൾ ഒന്നും ഓർമ്മയില്ല എന്ന് പറഞ്ഞാൽ പഠിച്ച് ശരിയായില്ല എന്നർത്ഥം. നമുക്ക് എക്സാം മുകളിൽ കറക്റ്റ് ആൻസർ ചെയ്യാന്നുള്ളതാണ് ലക്ഷ്യം. എടാ ഓക്കേടാ, കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. എല്ലാവർക്കും പേടി. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിന്റെ ഡെഫിനിഷൻ എല്ലാവരും അലട്ടുന്ന ഒരു സാധനം. ഞാൻ സിമ്പിൾ ട്രിക്കിൽ നിങ്ങളെ പഠിപ്പിക്കാം. എക്സാമിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി? ഏതൊക്കെയാണ് ടൈപ്സ് ഓഫ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി? കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്താണെന്നും പഠിക്കാം. എത്ര ടൈപ്പ് ഉണ്ട്? 4 ടൈപ്പാണല്ലോ. ആ 4 ടൈപ്പിന്റെ പേര് പഠിച്ചാൽ മാത്രം മതിയടാ. എക്സാമിന് അതിൽ കൂടുതൽ ചോദിച്ചിട്ടില്ല. 10 വർഷം എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ കൂടുതൽ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ചോദിച്ചിട്ടില്ല. അവരുടെ പേര് ഇക്വേഷൻ നമുക്ക് പ്രോബ്ലം ആവശ്യങ്ങൾക്ക് വേണമെങ്കിൽ നമുക്ക് ഡിറൈവ് ചെയ്യാന്ന് മാത്രം. മനസ്സിലായില്ലേ? അപ്പൊ എക്സാം ലെവലിൽ ഇതിന്റെ ഒരു കോൺസെപ്റ്റ് ഈ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വാട്ട് ഈസ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി, വാട്ട് ആർ ഓൾ ദ ടൈപ്സ് ഓഫ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി, ഇതാണ് എക്സാമിൽ നമ്മളോട് ചോദിക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ഡെഫിനിഷൻ പഠിക്കണം. അതാണ് ഇമ്പോർട്ടന്റ്. എക്സാമുകളിൽ എത്തുമ്പോൾ നമുക്ക് ഡെഫിനിഷൻ ഉണ്ടാവണം. 4 എണ്ണത്തിന്റെ പേര് നിർബന്ധമായിട്ട് അറിയണം. നമ്മൾ പഠിക്കും. ഓക്കെ, സോ നമുക്ക് നോക്കാം. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി വളരെ സിമ്പിൾ ആണ്, വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അതാ പറഞ്ഞത്, കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് കുഞ്ഞു മക്കളെ. ഓക്കെ, ഇവിടെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി നിങ്ങളൊന്നും നോക്കണ്ട. അപ്പൊ ആദ്യം ഞാൻ ഇവിടെ പറഞ്ഞൊന്ന് ശ്രദ്ധിക്കും. ഇപ്പൊ ഒന്നും വായിക്കാൻ നിൽക്കണ്ട, നിങ്ങൾ ഇവിടെ മാത്രം ശ്രദ്ധിക്കുക. ഇവിടെ ഞാൻ പഞ്ചാരയും ഉപ്പൊക്കെ ഇടുന്നത് ശ്രദ്ധിച്ചാൽ മതി നിങ്ങൾ. ഇവിടെ ഒരു പാത്രം ഉണ്ട് അല്ലെ. ഈ പാത്രത്തിൽ ഞാൻ 5 മോള്, ഒരു 5 ടീസ്പൂൺ അല്ലെങ്കിൽ 5 മോള് ഞാൻ സാൾട്ട് ഇട്ടു. അതേപോലെ തന്നെ ഞാൻ എന്ത് ചെയ്തടാ, അടുത്തൊരു ബീക്കർ ഉണ്ട്, അടുത്തൊരു ജഗ് ഉണ്ട്. ആ ജഗ്ഗിൽ 10 മോള് സാൾട്ട് ഇട്ടു. അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്കറിയാം വെള്ളം തിളക്കുന്ന ബോയിലിംഗ് പോയിന്റ് പറഞ്ഞ മക്കളെ എത്രയാണ്? 100 ഡിഗ്രി സെൽഷ്യസ് അല്ലെ. വെള്ളം തിളക്കുക 100 ഡിഗ്രി സെൽഷ്യസിലാണ് വാട്ടർ തിളക്കുക. അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പൊ ആ 100 ഡിഗ്രി സെൽഷ്യസിൽ വെള്ളം തിളക്കുന്നത് സ്വാഭാവികമായിട്ടും അല്ലെ, നോർമലി 100 ഡിഗ്രി സെൽഷ്യസിലാണ്. ഞാൻ 5 മോൾ സാൾട്ട് ഇട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ബോയിലിംഗ് പോയിന്റ് മാറും. വെള്ളം തിളക്കാൻ 100 ഡിഗ്രിയില്ല. 5 മോൾ ഉപ്പിട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? ഒന്നും കൂടെ തിളവില കൂടും അല്ലെ, കൂടുതൽ ഡിഗ്രി ചൂട് കൊടുക്കേണ്ടി വരും. ദാറ്റ് ഈസ് ഒരു 105 ഡിഗ്രി ആണെന്ന് കൂട്ടെ. സ്വാഭാവികമായിട്ടും 10 മോൾ ഇട്ട സാൾട്ട് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്തായിരിക്കും? അത് 110 ഡിഗ്രി ആയിരിക്കും അല്ലെ, 5ന്റെ ഡബിൾ ആയിരിക്കും എന്നുള്ള കോൺസെപ്റ്റിൽ 110 ഡിഗ്രി ആയിരിക്കും. അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്കറിയാം ഇതിൽ സൊല്യൂട്ട് ആഡിങ് കൂടുമ്പോൾ അതിന്റെ ബോയിലിംഗ് പോയിന്റ് എന്ത് ചെയ്യുന്നുണ്ടാ? മാറുന്നുണ്ട്. ഇങ്ങനെ നിങ്ങൾ പഠിച്ചാൽ എന്താ ഗുണം എന്നറിയോ? എക്സാം മോളിൽ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിന്റെ ടൈപ്പുകളൊക്കെ നിങ്ങളെ തലച്ചോറിൽ ഉണ്ടാവും. നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് മനസ്സിലായി സൊല്യൂട്ട് കൂടുമ്പോൾ ബോയിലിംഗ് പോയിന്റ് എന്ത് ചെയ്യുന്നുണ്ടടാ? കൂടുന്നുണ്ട്. അതേതിൽ മനസ്സിലാക്കണ്ടുള്ളൂ. സോ ഇതിൽ നിന്ന് നമുക്ക് എന്താ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് മനസ്സിലാക്കാം. നിങ്ങൾ എക്സാം മോളിൽ ഓർത്താൽ മതി, പിക്ചർ ഓർത്താൽ മതി. അതിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് എഴുതാവുന്ന കാര്യമുള്ളതാ. ഈ സാധനമാണ്, ഈ 2 പോയിന്റാണ് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത്. ഇത് വേണ്ട, ഇതൊന്നും കുഴപ്പമില്ല. ഈ 2 പോയിന്റാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുന്നത്. എന്താടാ? ദേ ഡിപ്പെൻഡ്സ് ഓൺ നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾ ഇൻ എ സൊല്യൂഷൻ. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അതാണ്. അതായത് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി പറയുന്നത് അതാണ്. അതായത് നമ്മൾ ആ പാത്രത്തിലിടുന്ന സൊല്യൂട്ടിനനുസരിച്ച് അതിന്റെ ബോയിലിംഗ് പോയിന്റിൽ മാറ്റം ഉണ്ടാവും അല്ലെ. അപ്പൊ ആ സൊല്യൂട്ടിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്നാണ്. അതിലിടുന്ന സൊല്യൂട്ടിന്റെ അളവിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സോ പഠിച്ചോ, ദേ ഡിപ്പെൻഡ് ഓൺ നമ്പർ ഓഫ് സൊല്യൂട്ട് അല്ലെ. നിങ്ങൾക്ക് നിങ്ങളെ ഭാഷയിൽ എഴുതിയാൽ പറ്റുക നമ്പർ ഓഫ് സൊല്യൂട്ട് ആഡ് ഓൺ എന്നൊക്കെ പറഞ്ഞ് എഴുതാൻ. നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾ ഇൻ എ സൊല്യൂഷൻ നമ്പർ അല്ലെ. എന്താണ് പറയാ? ദേ ഡിപ്പെൻഡ് ഓൺ നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾ ഇൻ എ സൊല്യൂഷൻ. അതുപോലെ വേറൊരു കാര്യം കൂടി പഠിക്കണം. ദേ ഡു നോട്ട് ഡിപ്പെൻഡ് ഓൺ ടൈപ്പ് ഓർ നേച്ചർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾ.
അതെന്തേ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? അതിന്റെ ടൈപ്പിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. എന്തിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ? അതിലിടുന്ന സൊല്യൂട്ടിന്റെ അളവിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. കൂടുതൽ ഇട്ടാൽ ബോയിലിംഗ് പോയിന്റ് കൂടുന്നു പറഞ്ഞ പോലെ. അപ്പോ ഡെഫിനേഷൻ എന്താണ്? നോട്ട് ചെയ്തോ. ഈ ഒരൊറ്റ പോയിന്റ് എഴുതിയാൽ എക്സാമിന് ചിലപ്പോൾ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. രണ്ടും എഴുതണം, അതാണ് ഇതിന്റെ സ്റ്റാൻഡേർഡ് കേട്ടോ. പക്ക ഡെഫിനേഷൻ പ്രകാരം ദേ ഡിപ്പെൻഡ് ഓൺ നമ്പർ ഓഫ് സൊല്യൂട്ട്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എന്ന് പറഞ്ഞിട്ട് എഴുതണം, എഴുതിക്കോട്ടെ. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് അല്ലെ, അതൊന്നും വേണ്ട. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ദേ ഡിപ്പെൻഡ് ഓൺ നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾ ഇൻ എ സൊല്യൂഷൻ. ദേ ഡു നോട്ട് ഡിപ്പെൻഡ് ഓൺ. ഒന്ന് ഡിപ്പെൻഡ് ഓൺ പറയാം, നമ്പർ ഓഫ് സൊല്യൂട്ട് എന്ന് പറയാം. അടുത്ത സ്റ്റെപ്പിൽ എന്ത് പറയാം? ദേ ഡു നോട്ട് ഡിപ്പെൻഡ് ഓഫ് ദ നേച്ചർ ഓഫ് ദ സൊല്യൂട്ട് പാർട്ടിക്കിൾ എന്ന് പറയാം. അതിലിടുന്നത് ഉപ്പാണോ പഞ്ചസാരയാണോ അത് പ്രശ്നമുള്ളതല്ല, മനസ്സിലായോ? പക്ഷെ അതിലിടുന്ന അളവിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അളവ് കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? അതിൽ മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. ഓക്കേടാ, ക്ലിയർ ആണെന്ന് വിചാരിക്കും. ഡെഫിനിഷൻ ഈ ബോക്സിലുള്ളത് മാത്രം നോട്ട് ചെയ്താൽ മതിയടാ, ബാക്കി ഇതിലൊന്നും എഴുതണട്ടാ. ഞാൻ പറഞ്ഞ ഈ ബോക്സിലുള്ളത് മാത്രം ഇത് നിങ്ങൾ മനസ്സിലാവും. ആവശ്യം എന്തെങ്കിലുമൊക്കെ നോട്ട് ചെയ്താം. ഓക്കെ, ഇനി പഠിക്കേണ്ടത് മക്കളെ ഈ 4 പേര് തലച്ചോറിൽ പഠിക്കണടാ. ഇത് 4 പഠിച്ചോ, ഇത് ഇമ്പോർട്ടന്റ് ആണ്. എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും. ഓക്കെ, കാരണം ഞങ്ങളോട് ചോദിക്കാം, ക്വസ്റ്റ്യൻ വേണമെങ്കിൽ നോട്ട് ചെയ്തോ. പ്രീവിയസ് ഇയർ റിപ്പീറ്റഡ്. വാട്ട് ഈസ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി? വാട്ട് ആർ ആൾ ദ ടൈപ്സ് ഓഫ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി? ക്വസ്റ്റ്യൻ എഴുതിക്കോ. 4 എണ്ണാളത് കാണാതെ പഠിച്ചോ. കാണാതെ പഠിക്കാൻ മനസ്സിലാക്കി പഠിച്ചോ. റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. നിങ്ങൾ വേപ്പർ പ്രഷർ എന്ന് എഴുതിയ മാർക്ക് കിട്ടൂല കേട്ടോ. അത് ഞാൻ ആദ്യമേ പറയാം, കാരണം അതൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കോൺസെപ്റ്റ് കിടക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? ഈ പേര് ഇത് മിസ്സായിട്ട് നിങ്ങൾ ചുമ്മാ വേപ്പർ പ്രഷർ എന്നൊക്കെ എഴുതി വെച്ചാൽ മാർക്ക് കിട്ടൂല. റിലേറ്റീവ് കുറെ പേര് സാർ എക്സാമ്പിൾ പോയി ഞാൻ വേപ്പർ പ്രഷർ എന്ന് എഴുതിയുള്ളൂ, റിലേറ്റീവ് ലോവറിംഗ് കിട്ടില്ല, നിങ്ങളുടെ മാർക്ക് പോയി അത്ര തന്നെ. അല്ലാണ്ട് നിങ്ങൾ മെസ്സേജ് തരും സാറേ ഞാൻ എഴുതില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. മനസ്സിലായില്ലേ? റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ തന്നെ എഴുതണം. അതെന്താ ഇമ്പോർട്ടൻസ് പറഞ്ഞാൽ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എന്താന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. അതുപോലെ എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്. എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്. അടുത്തതാണ് ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ്. അടുത്തതാണ് ഓസ്മോട്ടിക് പ്രഷർ അല്ലെങ്കിൽ ഓസ്മോസിസ്. ഓസ്മോസിസ് ആൻഡ് ഓസ്മോട്ടിക് പ്രഷർ അല്ലെങ്കിൽ റിവേഴ്സ് എന്നൊക്കെ പറയും കേട്ടോ. ഞാൻ പറഞ്ഞുതരാം. സിംപ്ലി ഓസ്മോസിസ് എന്ന് പഠിച്ചാലും മതി. ഓസ്മോസിസ് ആൻഡ് ഓസ്മോട്ടിക് പ്രഷർ. ഈ 4 എണ്ണത്തിന്റെ പേര് മക്കളെ നിങ്ങൾ കാണാൻ പഠിച്ചേ പറ്റുള്ളൂ. ഓക്കെ, എന്താടാ പറഞ്ഞേ? ഒന്ന് പറഞ്ഞേ. ഇപ്പൊ പഠിച്ചേ റിലേറ്റിംഗ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. നോട്ട് എഴുതിക്കോട്ടോ, നോട്ട് എഴുതിക്കേ. എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്. അടുത്തത് എന്താണ്? ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ്. ലാസ്റ്റ് വൺ ഓസ്മോസിസ് ആൻഡ് എന്താണ്? ഓസ്മോട്ടിക് പ്രഷർ. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇത് എക്സാമിന് സെപ്പറേറ്റ് പ്രീവിയസ് ഇയർ ചോദിക്കാറുണ്ട്. ഓസ്മോസിസ് എന്താ, റിവേഴ്സ് ഓസ്മോസിസ് എന്താ, നമ്മൾ പഠിക്കും. അത് ഇമ്പോർട്ടന്റ്. ബാക്കി 3 എണ്ണം നിങ്ങൾക്ക് പേര് മാത്രം പഠിച്ചു വെച്ചാൽ മതി എന്നാണ് എന്റെ ഒരു ഇത്. ഒന്നാമത്തേൽ ഇക്വേഷൻ ഡെവലപ്മെന്റ് ഉണ്ട്. ഇക്വേഷൻ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. പക്ഷെ നമുക്ക് പ്രോബ്ലത്തിന് ആവശ്യമുള്ളൂ കേട്ടോ. അത് എത്ര ഒരു വളരെ ഇമ്പോർട്ടന്റ് എന്ന് പറയാൻ പറ്റില്ല. ഒരു 20% താഴെ ചോദിക്കാൻ ചാൻസ് ഉള്ളൂ. അതുകൊണ്ട് ഞാൻ അല്ലാണ്ട് ഉൾപ്പെടുത്തുന്നില്ല. ഓക്കെ എടാ, ഇനി റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എന്താ എന്ന് ജസ്റ്റ് ഒന്ന് പറയുന്നേ ഉള്ളൂ. ഒന്ന് മനസ്സിലാക്കി വെക്കാനാടാ. എക്സാമിന് വാട്ട് ഈസ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി, വാട്ട് ആർ ദ ടൈപ്സ് മാത്രമാണ് കൂടുതൽ ചോദിക്കുകയുള്ളൂ കേട്ടാ. സോ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എന്താന്ന് പറഞ്ഞാൽ നോർമലി നിങ്ങൾ നോക്കാം. ഇപ്പൊ ഇവിടെ നമുക്ക് ഈ ഫോട്ടോയിൽ നിങ്ങൾ നോക്കണം. ഈ ഫോട്ടോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ശ്രദ്ധിക്കണം. ഇപ്പൊ ഇത് വെള്ളമാണ്, ഇത് അതിന്റെ സൊല്യൂഷൻ ആണ്. അപ്പൊ വെള്ളം എന്ന് പറഞ്ഞാൽ നോർമലി PaO എന്ന് പറഞ്ഞാൽ ഒരു 80 atm ആണെന്ന് വിചാരിക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും ഞാൻ അതിനെ സൊല്യൂഷൻ ആക്കി മാറ്റുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യടാ, അത് P of A ആയി. എന്തുകൊണ്ടാ P of A ആവാൻ കാരണം? സൊല്യൂഷൻ നമ്മൾ റെപ്രസെന്റ് ചെയ്യുക P of A ലാ അല്ലെ? 2 പാർട്ട് വന്നാൽ P of A എന്ന് റെപ്രസെന്റ് ചെയ്യും. P of A നോട്ട് ഇടാൻ കാരണം എന്താ? അതിൽ ഒരൊറ്റ വാട്ടർ മാത്രം ഉള്ളത് കൊണ്ടാണ്. അത് 80 atm ആണ് നമ്മൾ കൊടുക്കുന്നത് വിചാരിച്ച ടെമ്പറേച്ചർ. അപ്പൊ രണ്ടാമത്തെ കേസിൽ എന്താടാ, അത് 60 atm ആയിട്ട് മാറും. കാരണം അത് സൊല്യൂഷൻ ആയി മാറുമ്പോൾ എന്താടാ, അത് കുറയും. അങ്ങനെയാണെങ്കിൽ ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? P of A നോട്ടിൽ നിന്നും P of A കുറക്കുമ്പോൾ സ്വാഭാവികമായിട്ടും 80 - 60 കുറക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടൂടാ? 20 atm എന്ന് കിട്ടും. 20 atm. ഈ 20 atm കിട്ടുന്നതാടാ ആക്ച്വലി എന്ന് പറയുന്നത് എന്താണ്? ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എന്ന് പറയുന്നത്. ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ മനസ്സിലായില്ലേ? അപ്പൊ നോർമലി ഒരു സോൾവെന്റിൽ അതിനെ സൊല്യൂട്ട് ആക്കുമ്പോൾ സോൾവെന്റിന്റെ ഒരു എന്താ പറയാ വേപ്പർ P of A നോട്ട് എന്ന് പറയുന്നത് എന്താണ്? വേപ്പർ പ്രഷർ 80 atm ആണെങ്കിൽ അത് ഒരു സൊല്യൂഷൻ ആയി മാറുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ വാല്യൂ എന്ത് ചെയ്യടാ? കുറയുകയാണ് ചെയ്യുക. അവർ തമ്മിലുള്ള ഡിഫറൻസ് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും കിട്ടും. അതാണ് റിലേറ്റീവ് വേപ്പറിംഗ് പ്രഷർ എന്ന് പറയുന്നത്. അപ്പൊ എക്സാമിന് ഇപ്പൊ ഇതൊക്കെ ഈ കഥകളൊക്കെ കേട്ടിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നിങ്ങൾ ഈ പേര് പഠിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. ഞാൻ പറഞ്ഞ മനസ്സിലായി. ഈ സ്റ്റോറി ഒന്നും കാര്യം ഉണ്ടാവില്ല എക്സാമുകളിൽ. നിങ്ങൾ റിലേറ്റീവ് വേപ്പറിംഗ് പ്രഷർ ആവശ്യമുള്ളത് പഠിക്കുക എക്സാമുള്ള. 4 എണ്ണത്തിന്റെ പേര് ബൈ ഹാർട്ട് ചെയ്തോ.
റിലേറ്റീവ് വേപ്പർ പ്രഷർ എന്ന് മാത്രം എഴുതിയാൽ മാർക്ക് കിട്ടില്ല. റിലേറ്റീവ് വേപ്പർ പ്രഷർ എന്ന് എഴുതണം. റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എന്ന് തന്നെ എഴുതണം. സോ നോൺ വോളറ്റൈൽ സൊല്യൂട്ട് dissolved in a volatile liquid, the vapor pressure of the solvent is lowered. അതായത് നോൺ വോളറ്റൈൽ ആയിട്ടുള്ള, വോളറ്റൈൽ നോൺ വോളറ്റൈൽ എന്താണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാണ് സാർ പറഞ്ഞിട്ടുണ്ട്. ഡിസോൾവ്ഡ് ഇൻ എ വോളറ്റൈൽ ലിക്വിഡ് അല്ലെ, ഒരു ഉപ്പും വെള്ളമാണെന്ന് വിചാരിച്ചോ, ഒരു ഉപ്പും വെള്ളം വോളറ്റൈലും ഒന്ന് നോൺ വോളറ്റൈലും രണ്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവരുടെ വേപ്പർ പ്രഷർ എന്ത് ചെയ്യൂടാ, കുറയും. സാധാരണ നമ്മൾ കാണണം, ഇപ്പൊ വെള്ളം തിളച്ചുകൊണ്ടേ ഇരിക്കാന്ന് വിചാരിച്ചോ, അതിലോട്ട് പെട്ടെന്ന് നമ്മൾ പഞ്ചസാര ഒന്നാകെ കൊണ്ടുപോയി കണ്ടിട്ടാൽ എന്താ സംഭവിക്കുക, നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. പെട്ടെന്ന് അതിന്റെ തിളനില എന്ത് ചെയ്യൂടാ, ഒന്ന് സ്ലോ ചെയ്യും. ദാറ്റ് ഈസ് അവർ തമ്മിലുള്ള വ്യത്യാസം, ആ വേപ്പർ പ്രഷറുകൾ തമ്മിലുള്ള വ്യത്യാസം, അതിനെയാണ് എന്ത് പറയുന്നത്, റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. മതി മക്കളെ, ഓക്കെ, സെറ്റാണ് നിങ്ങൾ വിചാരിക്കുന്നത്. എടാ ഇതിന്റെ ഫോർമുല ഓഫ് റിലേറ്റീവ് വേപ്പർ പ്രഷർ ഞാനിപ്പോ ഡിറൈവ് ചെയ്യണോ വേണ്ട തൽക്കാലം, കാരണം അത് അങ്ങനെ എക്സാമിന് പ്രോബ്ലം ആയിട്ട് വരാം. ഏട്ടാ ഞാനിപ്പോ ഒരു പ്രോബിലിറ്റി വെച്ചിട്ടാണ് കളിക്കുന്നത്. ഓക്കെ, ഇനി ഇത് എക്സാമിന് പഠിച്ചോടാ, ഓസ്മോസിസ് ആൻഡ് ഓസ്മോട്ടിക് പ്രഷർ ഏറ്റവും കൂടുതൽ എക്സാമിന് വന്നൊരു ക്വസ്റ്റ്യൻ കൂടാണത്. ഇത് പഠിച്ചോ, ആവശ്യമുള്ളത് എക്സാമിന് പഠിച്ചു പോവാം. ഓക്കെ, സോ ഓസ്മോസിസ് ആൻഡ് ഓസ്മോട്ടിക് പ്രഷർ. എടാ ആദ്യം നമ്മൾ പഠിക്കേണ്ടത് ഒരു സിമ്പിൾ സാധനമാണെന്ന് ആദ്യമേ മനസ്സിലാക്കിക്കോ. എടാ ഓസ്മോസിസും ഉണ്ട്, റിവേഴ്സ് ഓസ്മോസിസ്. ഇത് അങ്ങോട്ട് കൊളാക്കി പഠിക്കരുത് കേട്ടോ നിങ്ങൾ. ഞാൻ പറയുന്നത് നിങ്ങൾ ഇങ്ങനെ പഠിച്ചാൽ മതി, ഓസ്മോസിസും റിവേഴ്സ് ഓസ്മോസിസും. കാരണം ക്വസ്റ്റ്യൻ പേപ്പറിൽ റിവേഴ്സ് ഓസ്മോസിസ് എന്നാ കണ്ടിട്ടുള്ളത് ഞാൻ. ക്വസ്റ്റ്യൻ പേപ്പർ സാർ പരിശോധിക്കുന്നതിലൊക്കെ കാണുന്ന ക്വസ്റ്റ്യൻ എന്താ, വാട്ട് ഈസ് റിവേഴ്സ് ഓസ്മോസിസ് എന്നാ. അപ്പൊ നിങ്ങൾ പഠിക്കുമ്പോൾ എന്ത് പഠിച്ചാൽ മതി, ഓസ്മോസിസും പഠിക്കുക, റിവേഴ്സ് ഓസ്മോസിസും പഠിക്കാം. ഈ റിവേഴ്സ് ഓസ്മോസിസിനെയാണ് ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയാം. ഈ ഒരു പ്രഷർ കൊടുക്കുമ്പോൾ സംഭവിക്കുന്ന കോൺസെപ്റ്റ് ആണ് ഓസ്മോട്ടിക് പ്രഷർ, എന്താ റിവേഴ്സ് ഓസ്മോസിസ് എന്താണെന്നൊക്കെ ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, ഹെഡിങ് ഒന്ന് എഴുതിക്കോ. ഡെഫിനിഷൻ എഴുതണ്ടടാ, ഡെഫിനിഷൻ ഞാൻ പറഞ്ഞിട്ട് എഴുതിയാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾ എഴുതിയിട്ട് കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇനി ഞാനിവിടെ ബോക്സ് കണ്ട, ഇത് സെമി പെർമിയബിൾ മെംബ്രെയിൻ എന്ന് പറയും. സെമി പെർമിയബിൾ മെംബ്രെയിൻ ഞാൻ SPM എന്നാണ് ഇട്ടിട്ടുള്ളത്. SPM എന്ന് പറഞ്ഞാൽ സെമി പെർമിയബിൾ മെംബ്രെയിൻ എന്നാണ് കേട്ടോ. SPM എന്ന് എഴുതിയാലും മതി, എക്സാമിന് ഒരു കുഴപ്പമില്ല. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ സൊല്യൂഷൻ ഉണ്ട്. നിങ്ങൾ സൊല്യൂഷൻ ഓഫ് ഹയർ കോൺസെൻട്രേഷൻ ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്. അപ്പൊ ഓട്ടോമാറ്റിക്കലി സൊല്യൂഷൻ ഓഫ് എന്താ തന്നെ ആയിരിക്കും. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി എഴുതിയാൽ സാറെ കുഴപ്പമുണ്ടോ, ഒരു കുഴപ്പമില്ല കേട്ടോ. ഇപ്പൊ നിങ്ങൾ എക്സാമിന് ഒരുത്തൻ ഇതെടുത്ത് ഇങ്ങോട്ട് എടുത്തിട്ട് ഒരു കുഴപ്പമില്ല, എവിടെയെങ്കിലും ഒന്ന് എഴുതാം. ഒന്ന് ഹയർ കോൺസെൻട്രേഷൻ ആണ്, ഒന്ന് ലോവർ കോൺസെൻട്രേഷൻ ആണ്. സെൻട്രൽ എന്തുണ്ടാ, ഒരു സെമി പെർമേബിൾ മെംബ്രെയിൻ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതിന്റെ കോൺസെപ്റ്റ് ഇതാണ്, ഡെഫിനിഷൻ ഇതാണ്, ദ പാസേജ് ഓഫ് സോൾവെന്റ്, ദ പാസേജ് ഓഫ് സോൾവെന്റ് ഫ്രം സൊല്യൂഷൻ ഓഫ് ലോവർ കോൺസെൻട്രേഷൻ ടു ദി സൊല്യൂഷൻ ഓഫ് ഹയർ കോൺസെൻട്രേഷൻ ത്രൂ സെമി പെർമേബിൾ മെംബ്രെയിൻ. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മള് മാങ്ങ ഉപ്പിലിടുന്നത് അല്ലെ, മാങ്ങ നമ്മൾ ഉപ്പിലിട്ടാൽ സംഭവിക്കുന്ന സെയിം കോൺസെപ്റ്റ്, അച്ചാറിടുന്ന പോലെ ഉപ്പിലിട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം, മാങ്ങ ഉപ്പിലിട്ട് എന്താ സംഭവിക്കുക, മാങ്ങ ചുങ്ങിപ്പോകുന്നത് നിങ്ങൾ കാണും. എങ്ങനെ ചുങ്ങിപ്പോകുന്നത്, മാങ്ങയുടെ ഉള്ളില് വെള്ളം ഉണ്ട് അല്ലെ, അത് മാങ്ങ പൊടിച്ച മാങ്ങയുടെ ഉള്ളിൽ വെള്ളം ഉണ്ടല്ലോ. അങ്ങനെ മാങ്ങ ഞാൻ ഞെക്കി കഴിഞ്ഞ് ചെറുനാരകം ഞെക്കണ പോലെ ഞെക്കി കഴിഞ്ഞാൽ മാങ്ങയുടെ ഉള്ളിൽ നീര് വെള്ളം ഉണ്ട് അല്ലെ, ആ വെള്ളമാണ് അതിനുള്ളിൽ. അപ്പോ സ്വാഭാവികമായിട്ടും മാങ്ങയിലുള്ള വെള്ളമാണ് നഷ്ടപ്പെടുന്നത്, അതായത് മാങ്ങയിലുള്ള കണ്ടന്റ് അല്ല. കണ്ടന്റ് എന്ന് പറഞ്ഞാൽ വെള്ളം, ആ വാട്ടറാണ് അതിൽ നിന്ന് പോയിരുന്നുള്ളൂ. അത് എങ്ങനെയാ പോകുന്നത്, നമ്മളൊരു ഭരണിയില് നമ്മൾ എന്ത് ചെയ്തു, വെള്ളം നിറച്ചു, അതിൽ ഒരു മാങ്ങട്ടും കൂട്ട തൽക്കാലം ഒരു മാങ്ങട്ടും, എന്നിട്ട് നമ്മൾ നന്നായി ഉപ്പിടും അല്ലെ, നന്നായി ഉപ്പിട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, പെട്ടെന്ന് പ്രോസസ്സ് നടക്കുന്നതാണ്. ഉപ്പിട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്, മാങ്ങയിലുള്ള വെള്ളം എന്ത് ചെയ്യും, ഒരുപാട് കൂടുതൽ, അവിടെ സോൾവെന്റ് ആരാണ് പ്രവർത്തിക്കുന്നത്, സോൾവെന്റ് വാട്ടർ ആണ് അല്ലെ. അപ്പോ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, ആ വാട്ടറിലോട്ട് മാങ്ങയിലുള്ള വെള്ളം പോവും. അത് എവിടുന്നാ പോകുന്നത്, മാങ്ങയുടെ വെള്ളത്തിന്റെ അളവ് എന്താണ്, വളരെ കുറവാണ്. നല്ല എക്സാമ്പിൾ ഓർത്താൽ മതി, കുറവാണ്. വെള്ളത്തിൽ എന്താണ്, സോൾവെന്റ് വളരെ കൂടുതലാണ്. അപ്പോ ലോവർ കോൺസെൻട്രേഷനിൽ നിന്നും എന്തിലോട്ട് പോകും, ഹയർ കോൺസെൻട്രേഷനിലോട്ട് പോവാം ത്രൂ എന്ത്, സെമി പെർമേബിൾ മെംബ്രെയിൻ. വാട്ട് ഈസ് സെമി പെർമേബിൾ മെംബ്രെയിൻ, ആ മാങ്ങയുടെ തൊലിപ്പുറം, ആ തൊലിപ്പുറത്തെയാണ് നമ്മൾ എന്താ പറയുക, SPM എന്ന് പറയുന്നത്, സെമി പെർമേബിൾ മെംബ്രെയിൻ. ഏറ്റവും സിമ്പിൾ എക്സാമ്പിൾ ആണ്, ഇത് ഓർത്താൽ മതി, എല്ലാവർക്കും എക്സാമിന് ആൻസർ ചെയ്യാൻ പറ്റുന്ന കാര്യം തന്നെയാണ്. ദ പാസേജ് ഓഫ് സോൾവെന്റ് ഫ്രം സൊല്യൂഷൻ ഫോർ ലോവർ, അങ്ങോട്ട് തിരിഞ്ഞ് എഴുതാൻ പാടില്ല, ലോവർ. എടാ ഇവിടെയാണ് ലോവർ സാർ, ലോവർ ടു ഹയർ, ലോവർ ടു ഹയർ, ഹയർ ടു ലോവർ അല്ലട്ടാ. എക്സാമിന് നിങ്ങൾ മക്കളെ തെറ്റിക്കരുത്, നിങ്ങൾ ലോവർ ടു ഹയർ എന്ന് ഓർക്കാൻ ഈ എക്സാമ്പിൾ ഓർക്കാം.
മാങ്ങയുടെ വെള്ളം കുറവാണ്, പാത്രത്തിലെ വെള്ളം കൂടുതലാണ്. സോ ലോവർ ടു ഹയർ ഒന്ന് ഓർത്താൽ മതി. എക്സാമിൽ നിന്ന് 2 മിനിറ്റ് കൂൾ ഓഫ് ടൈമിൽ ഓർക്കുക. അപ്പൊ നിങ്ങൾ എഴുതി വെക്കുക, ക്വസ്റ്റ്യൻ പേപ്പർ എഴുതി വെക്കുക. ലോവർ ടു ഹയർ ആണ് SPM വഴി. പിന്നെ എന്താ പ്രശ്നം? ക്ലിയർ. സോ ലോവർ കോൺസെൻട്രേഷൻ ടു ഹയർ കോൺസെൻട്രേഷൻ ത്രൂ സെമി പെർമേബിൾ മെംബ്രെയിൻ. ആ തൊലിപ്പുറം ദാറ്റ് ഈസ് SPM. ഇവിടെ കാണിച്ചിട്ടുണ്ട് SPM. ഓക്കെ, ഈ എക്സാമിൽ ഇങ്ങനെ എഴുതി വെച്ചാലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഡെഫിനേഷൻ ആയിട്ട് തന്നെ എഴുതി വെക്കണം. ചിലർ പറയും സാർ ഞാൻ ഇങ്ങനെ എഴുതി വെച്ചുള്ളത് എഴുതില്ല. അങ്ങനെയല്ല, ഇത് വേണമെങ്കിൽ എഴുതാം, പക്ഷെ ഡെഫിനേഷൻ ആയിട്ട് തന്നെ നിങ്ങൾ എഴുതണം. എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആടാ വാട്ട് ഈസ് ഓസ്മോസിസ്. എല്ലാവരും എക്സാമിന് എഴുതണം ഓസ്മോസിസ് വന്നാൽ കേട്ടാ. എടാ റിവേഴ്സ് ഓസ്മോസിസും എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് റിവേഴ്സ് ഓസ്മോസിസ്? ഞാൻ പറയുമ്പോൾ ക്വസ്റ്റ്യൻ വേണമെങ്കിൽ നോട്ട് ചെയ്ത് പോയിക്കോ. വാട്ട് ഈസ് റിവേഴ്സ് ഓസ്മോസിസ്? പ്രീവിയസ് ഇയർ മാത്രമേ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നുള്ളൂ. കൃത്യമായിട്ട് എല്ലാ ടോപ്പിക്കിലും കവർ ചെയ്തിട്ടുണ്ട്, പക്ഷെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് അത്ര ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾക്ക് പറയുന്നത്. എടാ റിവേഴ്സ് ഓസ്മോസിസിൽ ഒന്നുമില്ലടാ. ഇപ്പോ ലോവറിൽ നിന്നും ഹയറിലോട്ടല്ലേ പോകുന്നത്? വെള്ളം, മാങ്ങയുടെ ഉള്ളിൽ നിന്നുള്ള വെള്ളം ഹയർ ആയിട്ടുള്ള വലിയ ഭരണിയിലെ വെള്ളത്തിലോട്ടല്ലേ പോയത്. ഇവിടെ എന്ത് ചെയ്യാ? നല്ല പ്രഷർ കൊടുക്കാം. നല്ല പ്രഷർ കൊടുത്താൽ എന്താ സംഭവിക്കാം? ഇവിടെ ഹൈ പ്രഷർ കൊടുത്താൽ ആ വെള്ളം ഇങ്ങോട്ട് വരുന്നതിന് എന്ത് ചെയ്യും? തടയൂലടാ, അല്ലെ? നമ്മൾ ഈ ഭാഗത്ത് ഹയർ കോൺസെൻട്രേഷൻ നല്ല പ്രഷർ കൊടുക്കുക. എന്ത് പ്രഷർ? ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ അല്ലെ? വെള്ളത്തിൽ അപ്ലൈ ചെയ്യുന്നത് ദാറ്റ് ഈസ് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ. അതിനാണ് ഹൈഡ്രോസ്റ്റാറ്റിക് പറയാം, വെള്ളത്തിൽ അപ്ലൈ എന്നൊക്കെ പറയുന്നത്. ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ. ഈ ഹൈഡ്രോസ്റ്റാറ്റിക് എന്ന് കിട്ടിയില്ല, സിംപ്ലി പ്രഷർ എന്നെങ്കിലും എഴുതണം. എഴുതുന്നത് സ്റ്റാൻഡേർഡ് ഹൈഡ്രോസ്റ്റാറ്റിക് ആണ്, അല്ലെങ്കിൽ സിംപ്ലി പ്രഷർ കൊടുക്കുക. എന്തിനെ തടയാൻ? ഓസ്മോസിസിനെ തടയാൻ വേണ്ടി നമ്മൾ അവിടെ നല്ല പ്രഷർ കൊടുക്കുക. അതിനെ വിളിക്കുന്ന പേരാടാ റിവേഴ്സ് ഓസ്മോസിസ്, അല്ലെങ്കിൽ ഓസ്മോട്ടിക് പ്രഷർ. രണ്ടും പഠിച്ചോട്ടെ, എക്സാമിന് മാറിപ്പോരുന്നടാ. ഓസ്മോട്ടിക് പ്രഷറിന് വേറൊരു പേരാണ് റിവേഴ്സ് ഓസ്മോസിസ് കേട്ടാ. ഈ പേരിലുണ്ടടാ ഓസ്മോട്ടിക് പ്രഷർ എന്ന് ചോദിക്കാൻ ഗുണ. പിന്നെ പ്രഷർ അപ്ലൈ ചെയ്യാന്നുള്ളത് ഓൾറെഡി ക്വസ്റ്റ്യനിൽ പ്രഷർ എന്ന് കിടക്കുന്നുണ്ട്. പക്ഷെ എക്സാമിന് ചോദിക്കുന്നത് റിവേഴ്സ് ഓസ്മോസിസ് എന്നാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. അപ്പൊ പ്രഷർ അപ്ലൈ ചെയ്യാൻ നമ്മൾ അഡീഷണലി പഠിക്കേണ്ടി വരുവാടാ. അപ്പൊ പ്രഷർ അപ്ലൈ ചെയ്ത എന്തിനെ തടയും? ഈ ഓസ്മോസിസിനെ എന്ത് ചെയ്യും? തടയും എന്നുള്ളതാണ്. നോക്കിക്കോ, എക്സസ് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ വിച്ച് മസ്റ്റ് ബി അപ്ലൈഡ് ടു ദി സൊല്യൂഷൻ ഓഫ് ഹയർ കോൺസെൻട്രേഷൻ ടു പ്രിവെന്റ്. ഇവിടെയാണ് ഇമ്പോർട്ടന്റ്. പ്രിവെന്റ്, പ്രിവെന്റ് ചെയ്യുക. നല്ല വേടാ പ്രിവെന്റ്. പ്രിവെന്റ് ദി പാസേജ് ഓഫ് സോൾവെന്റ് ടു ദി സെമി പെർമേബിൾ മെംബ്രെയിൻ. നോട്ട് ചെയ്യണം മക്കളെ. അടുത്തതാടാ ഐസോട്ടോണിക്. ഇത് എക്സാമിന് ചോദിക്കുന്ന 1 മാർക്കിനൊക്കെ ചോദിക്കുന്ന സിമ്പിൾ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ജസ്റ്റ് ഡെഫിനിഷൻ ഒന്ന് പഠിച്ചു വെച്ചാൽ മതി, വേറെ ഒന്നും വേണ്ട കേട്ടോ. ജസ്റ്റ് ഐസോട്ടോണിക് എന്താണെന്ന് സൊല്യൂഷൻ പഠിച്ചു വെക്കുക. ഇടത്തിലൂടെ 2 സൊല്യൂഷൻ ഹാവ് ദി സെയിം ഓസ്മോട്ടിക് പ്രഷർ. നമ്മൾ ഓസ്മോട്ടിക് പ്രഷർ പറഞ്ഞില്ലേ, ഇതാണ് ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നത്. അങ്ങനെ ഓസ്മോട്ടിക് പ്രഷർ നടക്കുന്ന ഒരേപോലത്തെ 2 സൊല്യൂഷൻ, ആ 2 സൊല്യൂഷൻ എന്താവണടാ? സെയിം ആണ്. 2 സൊല്യൂഷൻ ഹാവിംഗ് സെയിം ഓസ്മോട്ടിക് പ്രഷർ. എടാ നമ്മൾ റിവേഴ്സ് ഓസ്മോസിസ് പഠിച്ചില്ലേ, ദാറ്റ് ഈസ് ഓസ്മോട്ടിക് പ്രഷർ. 2 സൊല്യൂഷന്റെ എന്ത് ചെയ്യാ? ഓസ്മോട്ടിക് പ്രഷർ സെയിം ആണെങ്കിൽ അത്ര സൊല്യൂഷൻ ഏടാ? ഐസോട്ടോണിക്. പേര് കേൾക്കുമ്പോൾ നിങ്ങൾ ഓർത്താൽ മതി, ഐസോ ഒരേപോലെ. ഐസോ എന്ന് പറഞ്ഞാൽ സെയിം. ഐസോ ടോണിക് സൊല്യൂഷൻ, 2 ടോണിക്കുകൾ നിങ്ങൾ ഓർത്തോ, 2 ടോണിക്, ഐസോട്ടോണിക്. രണ്ടിന്റെയും എന്ത് സെയിം ആവുക? ഓസ്മോട്ടിക് പ്രഷർ സെയിം. നിങ്ങൾ ഇങ്ങനെ പഠിച്ചു വെച്ചാൽ മതി, ഇതാവും നിങ്ങൾക്ക് എളുപ്പമുണ്ടാവുക. സെയിം ആയിരിക്കും എന്ത്? ഓസ്മോട്ടിക് പ്രഷർ. 2 സൊല്യൂഷന്റെ ഓസ്മോട്ടിക് പ്രഷർ ഇങ്ങനെ പഠിച്ചു വെക്കുന്നത്. ഇങ്ങനത്തെ ഒരു കീ നോട്ട് ഉണ്ടാക്കുന്നതായിരിക്കും നിങ്ങൾക്ക് എളുപ്പം ഉണ്ടായിരിക്കും കേട്ടാ, എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ നിങ്ങൾ ഡെഫിനിഷൻ ബൈ ഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ലടാ, ഇതിങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. സെയിം ആയിരിക്കും 2 സൊല്യൂഷന്റെ ഓസ്മോട്ടിക് പ്രഷർ എന്ന് പഠിച്ചു വെക്കുക. നോട്ട് ചെയ്താ. ലാസ്റ്റ് ആടാ വാൻ ഹോഫ് ഫാക്ടർ. എല്ലാവരും നോട്ട് ചെയ്തോ, ഏറ്റവും ഇമ്പോർട്ടന്റ് ആടാ വാൻ ഹോഫ് ഫാക്ടർ. എക്സാം ചോദിച്ചിട്ടാ, വലിയ ടഫ് ഒന്നും ഇല്ലടാ വാൻ ഹോഫ് ഫാക്ടർ പഠിക്കാൻ വേണ്ടിട്ട്. എല്ലാവരും ഹെഡിങ് എഴുതടാ. എടാ ഇത് പഠിക്കാൻ ഒരു ആവശ്യമില്ല, ഇത് അത്ര. വാൻ ഹോഫ് ഫാക്ടറിന്റെ ഡിനോട്ടിന്റെ ലെറ്റർ ഐ ആണ് കേട്ടോ. എടാ ഇത് പഠിക്കാൻ ഒരു പണി, ഞാൻ ട്രിക്ക് പറഞ്ഞത് പഠിക്കാൻ. നമ്മൾ പഠിച്ച ടോപ്പിക് എന്താ? കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയിൽ നിന്നാണ് ഇങ്ങോട്ട് പോകുന്നത്. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്താന്ന് പറഞ്ഞു, അതിന്റെ 4 ടൈപ്പുകൾ പറഞ്ഞു അല്ലെ? ലോവറിംഗ് ഓഫ് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് എവാപറേഷൻ, ടൈപ്പുകളൊക്കെ പറഞ്ഞു വന്നു. സോ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിന്ന് ഒന്നാമത്തെ സൊല്യൂഷൻ മണ്ടം ഉണ്ടാവുക. വാൻ ഹോഫ് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക? കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് തലച്ചോറിക്ക് വരണം. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി വന്നാ രക്ഷപ്പെട്ടു. മനസ്സിലായ? വാൻ ഹോഫ് ഫാക്ടർ എന്താന്ന് ചോദിച്ചാൽ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിന്ന് മണ്ടമ പഠിച്ചു പോവാം. നിങ്ങൾ ഇത് മാത്രം പഠിച്ചു പോയാൽ മതിയടാ. കൊളിഗേറ്റീവ്, അല്ലെങ്കിൽ എക്സാമുകളിൽ നിങ്ങൾക്ക് ബ്ലൈൻഡ് ആയി പോകട്ടോ. ഞാൻ പറയുന്നില്ല, എക്സാമുകളിൽ പോകുമ്പോൾ ആ അവസ്ഥ അറിയുള്ളൂ. എക്സാമുകളിൽ കയറി പെട്ടെന്ന് വാൻ ഹോഫ് ഫാക്ടർ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ആ കണ്ടുമുട്ടും. എവിടെ എന്താ
സോ നിങ്ങൾ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് ഇവരെ കണക്ട് ചെയ്യും. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി, വാൻ ഹോഫ് കൊളിഗേറ്റീവ്, കോൾഗേറ്റ്, വാൻ ഹോഫ് കോൾഗേറ്റ്, ഗോൾഗേറ്റ് എന്തെങ്കിലും കോൾഗേറ്റ് എന്നോ എന്തെങ്കിലും പഠിക്കും. വാൻ ഹോഫ് പല്ലേച്ചു കോൾഗേറ്റ് കൊണ്ടെന്നോ എന്തെങ്കിലുമൊക്കെ പഠിക്കും. കൊളിഗേറ്റീവ് നിങ്ങൾ കണക്ട് ചെയ്യും നിങ്ങൾ. ദാറ്റ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്. അത് പഠിച്ചാൽ ഞാൻ പറഞ്ഞു നിങ്ങൾ പക്കയായിരിക്കും. ഇത്രയുള്ളടാ നമ്മൾ എപ്പോഴും പറയാ. അതായത് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയിൽ, അതായത് നോർമൽ കൊളിഗേറ്റീവ് എന്തിന്റെങ്കിലും ഒരു സൊല്യൂഷന്റെ നോർമൽ കൊളിഗേറ്റീവ് ഉണ്ടാവൂലേ. നോർമൽ നമ്മൾ പ്രോബബിലിറ്റിയിലൊക്കെ പറയില്ലടാ നോർമൽ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. നമ്മൾ എന്താ പറയാ പ്രോബിലിറ്റിയിലൊക്കെ പറയില്ലേ ടോട്ടൽ എപ്പോഴും താഴെയാവുന്നു, ടോട്ടൽ എപ്പോഴും NS താഴെ എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടില്ലടാ പ്ലസ് വണ്ണിലൊക്കെ. അതേപോലെ തന്നെയാടാ ഇവിടെയും ഒരു സൊല്യൂഷൻ ഒരു നോർമൽ ഉണ്ടാവുമല്ലോ. ഒരു നോർമൽ അല്ലെങ്കിൽ അതിനെ മൊത്തം എന്ന് പറയുന്നതിന് അതിനൊരു നോർമൽ എന്ന് പറയാം. ദാറ്റ് ഈസ് നോർമൽ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. പക്ഷെ നമ്മൾ പിന്നെ അത് നോക്കിക്കഴിഞ്ഞാൽ ഒബ്സർവ് ചെയ്താൽ കിട്ടുന്ന നിരീക്ഷിക്കുന്ന വാല്യൂ വ്യത്യാസം ഉണ്ടാവും. ദാറ്റ് ഈസ് ഒബ്സർവ്ഡ്. നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. അപ്പൊ ഒബ്സർവ്ഡ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഡിവൈഡഡ് ബൈ എന്താടാ നോർമൽ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. ഇത്രേ പഠിച്ചു വെക്കണ്ടുള്ളൂ. സോ ഇത് ഡെഫിനേഷൻ ആയിട്ട് എഴുതാൻ എന്താ ചെയ്യാ, ദ റേഷ്യോ ഓഫ് എന്താടാ എഴുതിക്കോ വേണമെങ്കിൽ ദ റേഷ്യോ ഓഫ് ഒബ്സർവ്ഡ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ആൻഡ് നോർമൽ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. റേഷ്യോ എന്ന് പറയുന്ന ഡിവിഷനെ പറയുന്നതാണ് റേഷ്യോ കേട്ടാ. ദ റേഷ്യോ ഓഫ് ഒബ്സർവ്ഡ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ആൻഡ് നോർമൽ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. എടാ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ ചാപ്റ്ററിലുള്ളൂ. പൊന്നു മക്കളെ സൊല്യൂഷൻ കംപ്ലീറ്റ് ഞാൻ നിങ്ങൾക്ക് എടുത്തു തന്നു. ഓക്കെ, ഇനി നിങ്ങളെ കയ്യിലാണ്. നിങ്ങൾ നന്നായി ഇതിന്റെ നോട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് നന്നായിട്ടൊന്ന് എഴുതി പഠിച്ച് നല്ല സെറ്റ് ആവുക എന്നുള്ളതാണ്. ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളോട് പറയട്ടെ, ക്ലാസ് ഇഷ്ടമാവാൻ നിങ്ങൾ ലൈക്ക് തരാം. സാർക്ക് നിങ്ങൾ തരുന്ന ഒരേ ഒരു കാര്യം ലൈക്കാണ്. നിങ്ങൾ ക്ലാസ് ഇഷ്ടമായ ജസ്റ്റ് ലൈക്ക് അടിക്കാം. അവിടെ നിങ്ങൾ മടി കാണിക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഒരുപാട് പേര് വീഡിയോ കാണുന്നുണ്ടെങ്കിലും ആരും ലൈക്ക് അടിക്കുന്നില്ല. ആരും കുറച്ച് ആൾക്കാർ ലൈക്ക് അടിക്കുന്നുണ്ട്. ഓക്കെ, അല്ല കയ്യും കാലും പിടിച്ച് ലൈക്ക് വാങ്ങിക്കാനൊന്നും പറ്റില്ല. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ സത്യസന്ധമായിട്ട് ഒരു ലൈക്ക് അടിക്കാം. അത് സാർക്ക് സന്തോഷമാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താം. അതും സാർക്ക് സന്തോഷമാണ്. എല്ലാ കമന്റ് സാറ് വായിക്കുന്നില്ലേ, റിപ്ലൈ തരുന്നില്ലേ? അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യും. ഓർഗാനിക് കെമിസ്ട്രി സാർ എടുത്ത് തരും. അടിപൊളിയാക്കി സാർ നിങ്ങളെ പഠിപ്പിച്ചു തരും. ഓക്കേടാ.